മുസ്ലിം കേരളത്തിന്റെ ആധികാരിക പരമോന്നത മതപണ്ഡിതസഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF എടത്തിൽ പള്ളിയാളി സംഘടിപ്പിച്ച ഖുതുബിയത്ത് വാർഗവും സമസ്ത ആദർശ സമ്മേളനത്തിന്റെ മുഖ്യപ്രഭാഷണത്തിന് വഴി വാക്കുകൾ കൊണ്ട് അവധാനം ശ്രദ്ധിച്ച പ്രമുഖ വാക്യം SYSന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുസ്സമദ് പൂക്കോടലിനെ പ്രഭാഷണ പീഠത്തിലേക്ക് സദസ്സിനു വേണ്ടി അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي العظيم. സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ അനുഗ്രഹീതമായ വേദിയിലെ അഭിവന്ദരായ പണ്ഡിതന്മാർ, നമ്മുടെ വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ കാവിൽ മുഹമ്മദ് ഫൈലി, പ്രാർത്ഥന നിർവഹിച്ച ബഹുമാന്യനായ അബ്ദുൽ ഖൻ ഫൈസി, നമ്മുടെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അലി മുസ്ലിയാർ തോട്ടക്കാട് തുടങ്ങി, അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഈ പരിപാടി സംഘടിപ്പിച്ച സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, നേതാക്കൾ, അപ്രകാരം തന്നെ നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ഖുതുബിയത്ത് മജ്ലിസിനും അതുപോലെ തന്നെ ആത്മീയ സദസ്സുകൾക്കുമൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാരണവന്മാർ, യുവാക്കൾ, പണ്ഡിതന്മാർ, നമ്മുടെ ബഹുമാന്യരായ നേതാക്കൾ, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ദീനീ സേവകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച, ഇവിടെ ഒത്തുകൂടിയ എല്ലാ നല്ലവരായ ദീൻ സ്നേഹികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ സദസ്സിന്റെ വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു ആദർശ വിശദീകരണ സമ്മേളനമാണ് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയമായ സദസ്സ്, ഖുതുബിയത്തിന്റെ മജ്ലിസ് എന്ന് പറയുന്നത്, നമ്മുടെ പൂർവ്വകാല ജനസമൂഹം അവർക്ക് രോഗങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പാരായണം ചെയ്തു വന്നിരുന്ന മഹാന്മാരുടെ മദ്ഹ് ഗീതങ്ങളാണ്. ഏതു കാലഘട്ടത്തിലെ ജനങ്ങളും രക്ഷ പ്രാപിച്ചത് പൂർവികരായ മഹത്തുക്കളെ സ്മരിച്ചുകൊണ്ടും അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് പടച്ചറബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴുമാണ്. അതുകൊണ്ട് തന്നെ പഴമയെ മറക്കുവാനും പൂർവികരെ ധിക്കരിക്കുവാനും ഒരിക്കലും നമ്മുടെ വളരുന്ന തലമുറക്ക് അവസരം കൊടുക്കാതിരിക്കാൻ ആ പഴമ ശരിക്കും നിലനിർത്തും ഇത്തരം മജ്ലിസുകളാണ് നമ്മുടെ നാടുകളിൽ പലപ്പോഴും നടന്നു വരുന്നത്. അത്തരം മജ്ലിസുകളിൽ ഉള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ അത്തരം മജ്ലിസുകൾ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന അധ്വാനങ്ങളുമൊക്കെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുകയും ആ മഹാന്മാരുടെ സ്നേഹം നമുക്ക് പിടിച്ചുപറ്റാൻ കാരണമാവുകയും ചെയ്യും. അതാണ് ഇത്തരം ആത്മീയ മജ്ലിസുകളുടെ, ഖുതുബിയത്തിന്റെ, മൗലിദിന്റെ, ദിക്റിന്റെ, സ്വലാത്തിന്റെ മജ്ലിസുകളുടെ ഒക്കെ പ്രത്യേകത. മനുഷ്യര് മനസ്സിനൊരു സമാധാനവും അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ആത്മീയ ഉത്കർഷവും ലഭിക്കുന്നത് ഇത്തരം മജ്ലിസുകളിൽ നമ്മൾ സംബന്ധിക്കുമ്പോഴാണ് എന്ന് നമ്മുടെ പൂർവ്വഗാമികൾ നമ്മളെ പഠിപ്പിക്കുകയും നമുക്കത് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മജ്ലിസുകൾ പൂർവ്വകാലത്തുള്ളതിനേക്കാൾ ഭംഗിയായി നിലനിർത്താൻ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ.
ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് സൂചിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ മറ്റു മേഖലയിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, എല്ലാറ്റിനും കൂടി സമയം കാണാൻ കഴിയില്ല എന്നതുകൊണ്ട്. ഇവിടെ നമ്മുടെ ഈ കുതുബത്തിന്റെ മജ്ലിസ് ആണെങ്കിലും നമ്മുടെ ആത്മീയ സദസ്സുകളാണെങ്കിലും അതൊക്കെ ഇവിടെ നിലനിർത്താൻ ഈ സമൂഹത്തിന് പാഠം നൽകിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്തായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് തിരിച്ചറിയുകയും എന്തിനായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുകയും ഇപ്പോൾ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കേരളക്കരയിൽ ആരിലൂടെയാണ് അതിന്റെ സ്ഥാപിത ലക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുക എന്നത് ഇന്ന് വളർന്നു വരുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയുള്ള ഒരു കാര്യമാണ്. വളർന്നു കഴിഞ്ഞ കാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല, കാരണം അവർ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചവരും അറിഞ്ഞവരുമാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ അതേക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരല്ല. അവരിവിടെ വളർന്നു വലുതാകുന്ന സമയത്ത് സുന്ദരമായ മദ്രസകള്, പള്ളികള്, നല്ല ദീനി മജ്ലിസുകൾ, ഇസ്ലാമിക ബോധമുള്ള കുറെ ആളുകൾ, ഇതൊക്കെ കാണുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന ഒരു ചിന്തയെ അവർ മുമ്പിൽ ഉദിക്കുന്നില്ല. നല്ല ഒരു തണൽമരത്തിന്റെ താഴെ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ തണൽമരം നട്ടുപിടിപ്പിച്ച് വളർന്നു വലുതായി പന്തലിച്ചു നിന്നതിന്റെ പഴയകാല ചരിത്രം ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ലാത്ത കാലത്ത് ഈ സമൂഹം അനുഭവിച്ച കട്ടപ്പാടും പ്രയാസങ്ങളും അറിയുന്നവർക്കേ പഴമയുടെ കഥയറിയൂ. അതുകൊണ്ട് തന്നെ പഴമക്കാർക്കറിയാം, പുതിയ യുവാക്കൾക്കറിയില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നമ്മളാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് കേരള സംസ്ഥാനത്തെ മുസ്ലിം സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും. എന്നാൽ ഇന്ത്യയിൽ മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന പ്രദേശമല്ലല്ലോ കേരളം. നമ്മുടെ കേരളത്തിലുള്ളതിനേക്കാൾ എത്രയോ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ഇന്ത്യയിൽ മറ്റു മേഖലകളിൽ. നമ്മൾ ശരിക്കും ഇന്ത്യ മഹാരാജ്യത്തെ ഒന്ന് പഠിച്ചു നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള പ്രദേശം ഉത്തർപ്രദേശാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പശ്ചിമ ബംഗാളാണ്. ആ രണ്ട് സംസ്ഥാനം കഴിഞ്ഞാൽ പിന്നെ കേരളമല്ല. പിന്നെ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ കേരളത്തിലുള്ളതിനേക്കാൾ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളായി ഇന്ത്യയിലുണ്ട്. അത് ബീഹാറും മഹാരാഷ്ട്രയും ആസാമുമാണ്. 5 സംസ്ഥാനങ്ങൾ കഴിഞ്ഞിട്ട് 6ാമത്തെ സ്ഥാനത്താണ് കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന രീതിയിൽ ഇന്ത്യയിലുള്ളത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളതിനേക്കാൾ മുസ്ലിം ഇന്ത്യയിലെ മറ്റു 5 സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്നർത്ഥം. മുസ്ലിങ്ങൾ എണ്ണ കൂടുതലുള്ള സംസ്ഥാനങ്ങളെ തെർത്തിബ് പ്രകാരം എഴുതിയാൽ 6ാം സ്ഥാനത്തെ കേരളം വരും. എന്നാൽ മുസ്ലിം സമൂഹത്തിന്റെ ഒരു പൊതുപ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളെ പോലെ അന്തസ്സുള്ളവർ മറ്റാരാ ഇന്ത്യയിലുള്ളത്? എന്തേ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത്ര വലിയ അന്തസ്സ് കിട്ടി നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ആ അന്തസ്സ് കിട്ടിയതിന്റെ പിന്നിലുള്ള പ്രധാന ഘടകം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഐക്യമാണ്. ആ ഐക്യവും ഒരുമയും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി. അത് മതബോധത്തിൽ നിന്നാണ് അവർ ആർജിച്ചെടുത്തത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായി. ആദ്യ കാലഘട്ടം മുതലേ ദീൻ ശരിക്ക് പഠിച്ചു പകർത്തിയ ഒരു കൗമാണ് ഇവിടെ ഉള്ളത്. മഹദൂമാരാണല്ലോ നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് ശരിക്കും ഒരു പ്രാഥമിക തലം എന്ന് പറയുന്ന പഠനം ഈ സമൂഹത്തിന് താഴെ തട്ടിലേക്ക് എത്തിക്കാൻ കാരണക്കാരായത്. സാധാരണക്കാരന് വരെ കിതാബോധി പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ദർസുകൾ ഉണ്ടാക്കിയത് മഖ്ദൂമുമാരാ. അതുകൊണ്ടാണല്ലോ പൊന്നാനി മലബാറിലെ മക്ക എന്നറിയപ്പെടാൻ കാരണം അവിടുന്ന് പഠിച്ചു പകർത്തിയ ഇൽമാണ് ഇന്നുള്ള നമ്മുടെ സമൂഹത്തിലെ പണ്ഡിത വര്യന്മാരുടെയും സാധാരണക്കാരായ ആളുകളുടെയും കയ്യിലുള്ള ഇൽമ് എന്ന് പറയുന്നത്. ആ ഇൽമിലൂടെയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പഠിച്ചതും മനസ്സിലാക്കിയതും. ഏതൊരു പ്രദേശത്തും ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ വാക്കനുസരിക്കുന്ന സാധാരണക്കാർ, അതുപോലെ തന്നെ ആ പണ്ഡിതന്റെ നിർദ്ദേശം നടപ്പാക്കാൻ കെൽപ്പുള്ള ഉമറാക്കൾ, ഈ ഉമറാക്കളും ഉലമാക്കളും സാധാരണക്കാരും, ഇത് മൂന്നും ഒരേ രീതിയിൽ സഞ്ചരിച്ചതാണ് നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുഗുണമായി ഭവിച്ചത്. ഇവിടെ ആലിമീങ്ങൾ നയിച്ചു, ഉമറാക്കൾ അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കി, സാധാരണക്കാരത് ഏറ്റെടുത്തു. ഈ 3 കൂട്ടരുടെ പ്രവർത്തനമാണ് ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണത്തിനും പ്രബോധനത്തിനും കേരളത്തിൽ ഏറ്റവും ഉപകരിച്ചത്. ആ 3 വിഭാഗം ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്ന കാലത്തോളം ഇസ്ലാം വിജയിക്കും. എന്നാൽ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളെ നോക്ക് നിങ്ങൾ, അവിടെ ധാരാളം പണക്കാരുണ്ട്. ആ പണമുള്ള പ്രതാപമുള്ള ആളുകൾ അവരുടെ വഴിക്ക് മാത്രം പോയി, അവർ മറ്റു മേഖലയിലേക്ക് പോയില്ല. അവിടെ ആലിമീങ്ങളുണ്ട്, ആലിമീങ്ങൾ അവരുടെ മാർഗത്തിൽ മാത്രം നിന്നു. അവിടെ സാധാരണക്കാരുണ്ട്, അവർ സംഘടിച്ചില്ല. ചിന്തിച്ചത് ആരാണ് അവരെ സംഘടിക്കാനുള്ളത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീർഘാമനെ അറിയാത്ത ഒരു കൗമ്, ശരിക്കും നിസ്കരിക്കാൻ വിട്ട് ഷഹാദത്ത് കലിമ പോലും ഉച്ചരിക്കാൻ കഴിയാത്ത ഒരു ജനസമൂഹമാണ് അവിടെയുള്ളത്. അത്തരമൊരു ജനസമൂഹത്തെ ഇസ്ലാമിന്റെ പേരിലോ മുസ്ലിം സമൂഹത്തിന് ഗുണം കിട്ടുന്ന ഒരു വേദിയിലോ സംഘടിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ നേടിയെടുത്തത് മുഴുവൻ ഇന്ത്യന്റെ പേരിലാണെങ്കിലും അതിന്റെ അടിത്തറ ഭൂമിക മതബോധമാണ് എന്ന് പഠിക്കണം. ആ മതബോധം നമുക്ക് തന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ആലിമീങ്ങളാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു പഴയകാല ചിത്രം നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആലിമീങ്ങൾക്ക് സമൂഹം വലിയ വില കൽപ്പിച്ചിരുന്നു.
ഒരു പ്രദേശത്തൊരു ആലിമുണ്ടെങ്കിൽ ആ ആലിമിനെ ജനങ്ങൾ ബഹുമാനിക്കും. സാമൂതിരിപ്പാട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് സാമൂതിരിയുടെ ഭരണം നടക്കുമ്പോൾ അന്ന് സാമൂതിരി മുസ്ലിം സമൂഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ പള്ളിയിലെ കാളിയുടെ അഭിപ്രായം കോഴിക്കോട് കാളിയോട് ചോദിച്ച ശേഷമേ ചെയ്യൂ. മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് കാളി പരിഹരിക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പള്ളിക്ക് വരാത്ത മുസ്ലിമിനെ ശിക്ഷിക്കാൻ, അയാൾക്കെന്താ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ കാളിക്ക് അധികാരമായിരുന്നു. കാളി ശിക്ഷ നടപ്പാക്കിയിട്ട് അതിനെതിരെ സാമൂതിരിപ്പാടിന്റെ ദർബാറിൽ പരാതി കൊടുത്താൽ ഒരു ഫലവും കിട്ടില്ല. അത് പള്ളിയിൽ നിന്നാണ് തീരുമാനിക്കേണ്ടത് എന്ന് സാമൂതിരി വിധിക്കും. എന്നതുപോലെ മുസ്ലിം സമൂഹത്തിൽ ആരെങ്കിലും തെറ്റിച്ചാൽ ആ തെറ്റിന് മതപരമായ വിധി കൽപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഇസ്ലാമിക അഭിപ്രായം തന്നെ കാളി വിധിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ആ കാലഘട്ടത്തിൽ ഒരുക്കി കൊടുത്തിരുന്നു. അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് അത്ര വലിയ വിലയാണ് ഭരണാധികാരികൾ കൽപ്പിച്ചിരുന്നത്. അന്ന് സാമൂതിരിയും മഹദൂമും തമ്മിൽ അത്ര വലിയ ബന്ധമായിരുന്നു. നമ്മളൊക്കെ ഇന്ന് തമാശക്ക് പറയുന്നൊരു വാചകമുണ്ട്. നമ്മളൊക്കെ കളിയാക്കി പറയും, തമാശക്ക് പറയും, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നത് പണ്ട് കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ശരിയായ പ്രയോഗമാണ്, കളിയല്ല. മുസ്ലിമിന്റെ ഒരു പ്രശ്നം വന്നാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, അവിടെ പരിഹരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അത് പള്ളിയിൽ പോയാൽ പരിഹരിക്കും. ആ രീതിയിൽ പള്ളിക്കും കാദിക്കും മുസ്ലിം സമൂഹത്തിന്റെ മതനേതാക്കൾക്കും വലിയ വില കൽപ്പിച്ചിരുന്ന ഒരു കൗമ ഇവിടെ ഉണ്ടായിരുന്നു. മഹ്ദൂം രണ്ടാമന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ശരിക്ക് ദീൻ പഠിപ്പിച്ച് ജനങ്ങളെ ഇസ്ലാമിക ബോധത്തേക്ക് നയിക്കുന്ന ഒരു കൗമ വളർന്നു വന്നിട്ട് നന്നായി ദീൻ അറിയുന്ന ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ മഹ്ദൂമ് മരണപ്പെട്ടു പോകുന്നത് ഹിജ്റ 991. രണ്ടാമത് മഹ്ദൂമ് മരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ശരിക്കും ദർസെടുത്താൻ പറ്റിയ ഒരുപാട് ആലിമ്യങ്ങളായിട്ടുണ്ട്. ഈ മഹ്ദൂമുമാർ വിദേശത്ത് പോയി ഇൽമ പഠിച്ചു വന്ന ദീനിന്റെ ആഴത്തിൽ ഇൽമ പഠിച്ച മഹത്തുക്കളാണ്. അവരിവിടെ പഠിപ്പിച്ച ഒരു ദീനുണ്ട്. ആ ദീൻ അനുസരിച്ചുകൊണ്ടാണ് പിന്നീട് 350 കൊല്ലക്കാലം നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ മുന്നോട്ട് പോയത്. 350 കൊല്ലം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. 3.5 നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ സംസ്ഥാനത്ത് ഒരു 3-4 തലമുറ കഴിഞ്ഞുപോയി. 3.5 നൂറ്റാണ്ട് കഴിഞ്ഞുപോയി. 350 കൊല്ലം ഒരു അഭിപ്രായ വ്യത്യാസവും നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഉണ്ടായില്ല. 350 കൊല്ലം കേരളത്തിലെ മുസ്ലിങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ചിരുന്നത് മഹ്ദൂമികൾ പഠിപ്പിച്ച ദീനനുസരിച്ചാണ്. ആ കൊല്ലം കഴിഞ്ഞതിന് ശേഷം 350 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ 920 വരുന്നത്. ആ 920 നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഭിന്നത വരുന്നത്. അന്നാണ് നമ്മുടെ സമൂഹത്തിൽ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല, മൗലിദ് ഓതാൻ പാടില്ല, റാത്തിബുൽ ഹദ്ദാദ് പള്ളിയിൽ വെച്ച് ചൊല്ലാൻ പാടില്ല, കുതുബിയത്ത് ചൊല്ലിയാൽ ഇസ്ലാമിന്റെ പള്ളിക്ക് പുറത്തു പോകും, റബീഉൽ അവ്വലിൽ മൗലിദ് ആഘോഷം നടത്താൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഖുത്ബ ആരംഭിക്കുന്ന സമയത്ത് പള്ളിയിൽ വെള്ളിയാഴ്ച 2 ബാങ്കുണ്ട്, 2 ബാങ്ക് പറ്റില്ല, തറാവീഹ് 20 റക്അത്ത് വേണ്ട 8 മതി. ഈ രീതിയിലുള്ള വാദഗതികൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരികയും ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ പോലും അത് അപകടമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണപ്പോ ഇത്. പണ്ട് കാലത്ത് മഹ്ദൂമികളോ നമ്മുടെ പൂർവികരോ നൂറ്റാണ്ടുകളായി ഇവിടെ കൊണ്ടു നടന്ന ദീനല്ല. ഇത് ഇന്ന് എവിടുന്നോ ഇറക്കുമതി ചെയ്തതാണ് എന്ന് സമുദായത്തെ പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെടുകയും ആ കാര്യം ജനങ്ങളോട് തുറന്നു പറയാൻ പണ്ഡിതന്മാർ തീരുമാനിക്കുകയും ചെയ്തു. സംഘടിത രൂപത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തിനെതിരെ ഇവര് രംഗത്ത് വന്ന് മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളെയും മുശ്രിക്കുകളാക്കി. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുവനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എന്ത് തെറ്റ് പൊറുത്താലും ശിർക്ക് പൊറുക്കൂല. പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറയും, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഒരിക്കലും പടച്ചറബ് പൊറുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ആ തെറ്റല്ലാത്ത എന്ത് തെറ്റ് ചെയ്താലും പടച്ചറബ് പൊറുക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ശിർക്ക് ചെയ്താൽ പടച്ചറബ് പൊറുക്കൂല. ആ ശിർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുഴുവൻ ഇസ്ലാമെന്ന് പുറത്താക്കി. ഉദാഹരണം, നിങ്ങളിവിടെ കുത്തുബിയത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കട്ടെ, ആ കുത്തുബിയത്തിൽ യാ ഓത്തുൽ അഅ്ലം എന്ന് വിളിച്ചാൽ നിങ്ങൾ ദീനിന്ന് പുറത്തുപോയി എന്നാ പറഞ്ഞു. നമ്മുടെ വാപ്പാരും ഉപ്പാപ്പമാരും ഇത് ചൊല്ലിയിരുന്നു, അവരൊക്കെ ദീനിന്ന് പുറത്തുപോയോ? നമ്മുടെ വാപ്പപ്പാമാര് ഇവിടെ മൗലിദ് ആഘോഷിച്ചിരുന്നു, അവർ ഇസ്ലാമെന്ന് പുറത്തുപോയോ? നമ്മുടെ വാപ്പമാരും ഉപ്പാപ്പമാരും മരിച്ച വീട്ടിൽ ഖുർആൻ ഓതിയിരുന്നു, അവർക്ക് പഠിച്ചുപോയോ? പണ്ടുള്ളവർ ചെയ്തൊക്കെ തെറ്റാണ് എന്നാണോ നമ്മുടെ വാദം? അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖൈറുൽ ഖുറൂനി ഖർനി തുമല്ലദീന യലൂനഹും തുമല്ലദീന യലൂനഹും. എന്റെ കാലഘട്ടമാണ് നല്ല കാലഘട്ടം, പിന്നെ അതിനടുത്തത്, പിന്നെ അതിനടുത്തത്. ഇതൊന്ന് തിരിച്ചു പറഞ്ഞാൽ എന്റെ ശരിയായ അർത്ഥം എന്താ? നമ്മളെ കാലത്തേക്കാൾ നല്ലത് നമ്മുടെ വാപ്പമാരുടെ കാലമാണ്, നമ്മളെ വാപ്പമാരുടെ കാലത്തേക്കാൾ നല്ലത് വല്യാപ്പമാരുടെ കാലമാണ്, അവരെക്കാൾ നല്ലത് അവരെ വാപ്പമാരുടെ കാലമാണ്.
കാലം കടന്നുപോയതാണ് വരാനിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മൾ എത്ര വലുതായാലും, നമ്മൾ എത്ര ഇൽമു പഠിച്ചാലും, നമ്മൾ എത്ര ഭൗതിക വിദ്യാഭ്യാസം നേടിയാലും പഴമക്കാരെ തള്ളിപ്പറയാൻ യോഗ്യരല്ല. പഴയതിനെ തള്ളിപ്പറയാൻ പാടില്ല. നമ്മുടെ പൂർവികന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയത് കണ്ടെത്തി എന്ന് പറയുന്നത് ശരിയല്ല. അത് ഇസ്ലാമിനെ പൊളിക്കുന്ന ഏർപ്പാടാണ് എന്ന് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പഴമയെ അംഗീകരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ കാരണം? അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറവും ഇപ്പുറവും പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വകൂനൂ മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ നിൽക്കണം, സത്യവാന്മാരുടെ ഒപ്പം നിൽക്കണം, നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഈ സത്യത്തിന്റെ കൂടെ നിൽക്കാനാണ് നമ്മുടെ പൂർവ്വഗാമികളായ മഹത്തുക്കളായ ആളുകളൊക്കെ പടച്ചറബ്ബിനോട് ദ്വാരുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറബ്ബിനോട് വളരെയധികം തനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തെന്താ? നിഅമത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് ശുക്രോടുകൂടി ദുആ ചെയ്യൂ, റബ്ബി, പടച്ചവനെ, ഖദ് ആതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ വിധിയിലേക്ക് വരുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറബ്ബിനോട് തെളിയെന്താ? പടച്ചവനെ, എനിക്ക് നീ ഈജിപ്തിന്റെ ഭരണാധികാരം തന്നു, കിനാവ് എങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സമത്തെ പഠിപ്പിക്കണം എന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഈ എനിക്ക് നിന്നോ ഒറ്റ കാര്യം കൂടെ ചോദിക്കാനുള്ളൂ. എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടതൊക്കെ നീ തന്നു. ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് എന്താ? തവഫനി മുസ്ലിമാ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ തമ്പുരാനെ. മുസ്ലിമായി മരിപ്പിച്ചാലും അത്ര പോലെ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നല്ലതിന്റെ കൂടെ എന്നെ ചേർത്തി തരണേ തമ്പുരാനെ. നന്മയുടെ കൂടെ ചേരണം. നല്ലതിന്റെ കൂടെ ചേരുക എന്നുള്ളത് മനുഷ്യന്റെ വിജയത്തിന്റെ ലക്ഷണം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു താഴ്വരയിലൂടെ തന്റെ സംഘത്തെ കൊണ്ടുപോകുമ്പോൾ ഉറുമ്പിന്റെ കൂട്ടം ആ വര കണ്ട് പേടിച്ച് മാട്ടിൽ ഒളിച്ച സംഭവം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഉറുമ്പിന്റെ തലപ്പത്തിരിക്കുന്ന റാണി പറഞ്ഞെന്താ? യാ അയ്യുഹന്നംലു ദുഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ഈ ഉറുമ്പ് കൂട്ടമേ, സുലൈമാൻ നബിയും സംഘവും വരുന്നുണ്ട്, അവരറിയാതെ നിങ്ങളെ അവർ ചവിട്ടിത്തേക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, നിങ്ങൾ നിങ്ങളുടേതായ ഉറുമ്പുകളുടെ മാളത്തിലേക്ക് കടന്നു പോകണേ. ഇതങ്ങ് കേട്ടപ്പോ സുലൈമാൻ നബി തങ്ങൾക്ക് ചിരി വന്നു. സുലൈമാൻ നബി തങ്ങൾ ചിരിച്ചു. ചിരിച്ചപ്പോ സുലൈമാൻ നബി തങ്ങൾക്ക് തോന്നി ചിരിച്ചത് ശരിയായില്ല. കാരണം എന്താ? പടച്ച റബ്ബ് എനിക്ക് ഇത് കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് തന്നതുകൊണ്ടല്ലേ ഞാനിത് കേട്ടത്. അപ്പോൾ ഞാൻ ചിരിക്കുകയല്ലല്ലോ വേണ്ടത്, പിന്നെന്താ വേണ്ടത്? സുലൈമാൻ നബി തങ്ങൾ നന്ദി കാണിക്കുക വേണ്ടത്. അപ്പൊ തന്നെ പടച്ച റബ്ബിനോട് ദ്വാരുന്നു. എന്താ? റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഓർക്കണം, മഹാനായ സുലൈമാൻ നബി തങ്ങൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചത്, റബ്ബേ, എനിക്കും എന്റെ പൂർവികർക്കും നീ ചെയ്തു തന്ന ആഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും നല്ല നല്ല പത്തനങ്ങൾ ചെയ്യുവാൻ എനിക്ക് നീ പ്രേരണ തരണം. പോരാ, എന്നിട്ട് അവസാനമായി പറഞ്ഞു, വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. പടച്ചവനെ, നിന്റെ നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ കൂടാൻ എനിക്ക് നീ അവസരം തരണേ. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല കുത്തു കിട്ടി വീണ് കിടക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ, അബ്ദുല്ലാ, നീ വേഗം പോകണം ആയിഷയുടെ സമീപത്തേക്ക്. ആയിഷയോട് ചോദിക്കണം, ഖലീഫയാണ് ചോദിക്കുന്നത് എന്ന് പറയേണ്ട, ഞാൻ ഇന്ന് മുഅ്മിനീങ്ങളുടെ ഖലീഫയല്ല, ഞാൻ ഇന്ന് രോഗിയായി മരണം കാത്ത് കഴിയുന്ന ഒരാളാണ്. അവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ അടക്കം ചെയ്ത ഹുജറ ഷരീഫിൽ ഒരാൾക്ക് കൂടി സ്ഥലമുണ്ട്. സിദ്ദീഖ് തങ്ങൾ കഴിഞ്ഞാൽ അത് ആയിഷയ്ക്ക് വേണ്ടി മഹദി സൂക്ഷിച്ചു വെച്ചതാണ്. ആ സ്ഥലം എനിക്ക് തരുമോ? ഞാൻ എന്റെ റസൂലുള്ളാഹിന്റെയും സിദ്ദീഖ് തങ്ങളെയും അടുത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നു. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മരിച്ചിട്ട് പോലും സാലിഹീങ്ങളെ കിടക്കാൻ മോഹം. എവിടെ മരിച്ചിടന്നാൽ എന്താ വ്യത്യാസമുണ്ട്? നല്ല നല്ല മഹാന്മാരെ സാമീപ്യത്തിന് പ്രത്യേകതയുണ്ട്. കൂനൂ മഅസ്സാദിഖീൻ. നല്ലതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മളിങ്ങനെ ഒറ്റക്ക് നിൽക്കുക എന്നുള്ളതല്ല. നല്ല മനുഷ്യന്മാരെ കൂടെ നിൽക്കുക, നല്ലതിന്റെ കൂടെ ഒക്കെ ചാരിയാൽ ചാരിയത് മനക്കും. മൻ ജാലസ ജാനസ എന്ന അറഫയിൽ പോയി നിന്നാൽ ഉത്തരം കിട്ടുന്നു ദുആക്ക് എന്ന് പറയാൻ കാരണം എന്താ? ആ മണ്ണിന്റെ ഗുണമാണോ? അല്ലല്ലോ. മണ്ണ് ഇപ്പോഴും അറഫയുടെ മണ്ണ് അവിടെയുണ്ട്. നിങ്ങളൊന്ന് പോയി ദുആ ചെയ്യുക അറഫയിൽ.
ഇപ്പൊ നിങ്ങൾ പോയി ദുആ ചെയ്തിട്ടൊന്നും പ്രത്യേകം സംഭവിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ദുൽഹജ്ജ് 9 അന്ന് ദുഹ്ർ ബാങ്ക് വിളിച്ച ശേഷം അറഫയുടെ മണ്ണിൽ നിന്നാൽ പ്രത്യേകത എന്താ? കാരണം അവിടെ ഒരുപാട് സ്വാലിഹീങ്ങൾ അന്ന് ഒരുമിച്ച് കൂടും. അതിൽ ഒരു ദിവസം, ഒരു സ്ഥലം, ഒരു സമയം. എല്ലാ ഔലിയാക്കൾക്കും അറിയാം ആ സമയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും അറിയിച്ചു കൊടുത്തുകൊണ്ട് സ്വാലിഹീങ്ങൾ മുഴുവൻ അവിടെപ്പോ എല്ലാവരും കൂടി ദുആ ചെയ്യുമ്പോൾ മോശപ്പെട്ടവനെ നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പടച്ചറബ് ഉത്തരം കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മളൊക്കെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ നിൽക്കാൻ കാരണം അതാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ സമത്വയോളം വലിയൊരു സംഘടന വേറില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു തർക്കം വരുന്നത്. ഇപ്പൊ നമ്മൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള ആ പ്രശ്നം എന്താ? ഒന്ന് വിദഗ്ധാണ്, നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. മൗലിദ് ഓതാൻ പാടില്ല, റാത്തീബ് എല്ലാം പാടില്ല, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല, ഖബറിന് പോയി ഓർക്കാൻ പാടില്ല, മഖബറ സിയാറത്ത് ചെയ്യാൻ പാടില്ല, മമർത്ത് തങ്ങളെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഉച്ചു നിർത്താൻ നിങ്ങൾക്കറിയാം. അത് പുതിയ വാദമാണ്. അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ഒരടിത്തറയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ പഴയ ആൾക്കാരെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഏർപ്പാട് ശരിയല്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ തന്നെ സംഘടിച്ച് ദീനും റാത്തീബും അതുപോലെ തന്നെ മൗലിദും കുത്തുബിയത്തും ഒക്കെ നടത്തുന്ന ആളുകൾ തന്നെ രണ്ട് ചേരിയാലുണ്ടാവും. അവിടെയും തലപ്പാവ്, ഇവിടെയും തലപ്പാവ്, അവിടെയും സുന്നി, ഇവിടെയും സുന്നി. ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ അവിടെയും പണ്ഡിതന്മാർ, ഇവിടെയും പണ്ഡിതന്മാർ, രണ്ടും ഒരുപോലെ തന്നെ അല്ലേ എന്ന് ചെറുപ്പക്കാരെ മനസ്സിലൊരു തോന്നൽ. കാരണം എന്താ? അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളെ ചെറുപ്പക്കാർ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലതാ. കാരണം കേരളത്തിൽ 925 മുതൽ രൂപീകൃതമായ 26 മുതൽ പ്രവർത്തിച്ചു വരുന്ന നീണ്ട ചരിത്ര പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഇടക്കാലത്ത് വെച്ച് വലിയൊരു ചേരിതിരിവ് എന്ന് പറയാവുന്ന വിധം ജനങ്ങളിൽ രൂക്ഷമായ പ്രതിസന്ധികൾ ഉണ്ടാക്കിയ ഒരു ചേരിതിരിവാണ് 1989 സംഭവിച്ചത്. 989 സംഭവിച്ച ചേരിതിരിവാണ് ഇതിന്റെ കാരണം. 89 മുതലാണ് ഇത് രണ്ടായി ഈ രീതിയിലായത്. അപ്പൊ 89 ഇത് സംഭവിക്കുമ്പോ ഇന്ന് നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ 2013 എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും അതുപോലെ തന്നെ ഉപ്പമാരും ചെറുപ്പക്കാരുടെ ഇന്നത്തെ വികാരം മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ സമൂഹത്തിലുള്ള യുവതീ യുവാക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരാണല്ലോ ഇപ്പൊ ദീനിൽ ചൈതന്യത്തോടെ പ്രവർത്തിക്കാൻ പറ്റിയ പ്രായത്തിലുള്ള ആൾക്കാർ. 2013 നമ്മൾ കണക്ക് കൂട്ടുമ്പോ ഇത് രണ്ട് രീതിയിലായി തിരിഞ്ഞിട്ട് ഈ വിഭാഗീയത നമ്മുടെ കേരളത്തിലുണ്ടായിട്ട് ഏകദേശം 39 കൊല്ലമായി. ഏകദേശം നമ്മൾ അന്നൊരു 15 വയസ്സുള്ള ആൾക്ക് ഇന്നൊരു 39 വയസ്സുണ്ടാവും. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരു 10-24 കൊല്ലം മുമ്പ് നടന്ന ഈ സംഭവം അന്ന് 15 വയസ്സുള്ള ഒരാൾക്ക് ഇന്ന് 39 വയസ്സ് പ്രായമായിട്ടുണ്ടാവും. ഞാൻ എന്താ 89 15 വയസ്സെന്ന് പറയാൻ കാരണം 89 15 വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒരു സംഭവം നടക്കുമ്പോൾ ചുരുങ്ങിയത് ഓർക്കാൻ ഒരു 15 വയസ്സെങ്കിലും വേണ്ടേ? 989 15 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഇന്ന് 39 വയസ്സായിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം 40 വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്ക് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ എന്തുണ്ടായി എന്ന് അറിയില്ല. എന്റെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ സംഭവിച്ചത് എങ്ങനെ ഇപ്പൊ ഇത് രണ്ടായത്? രണ്ടായിട്ടുണ്ടോ അതോ വേറെന്താ സംഭവിച്ചത് എന്ന് അറിയാത്ത ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് കുട്ടികളെ കുറ്റപ്പെടുത്തണ്ട. എന്നിട്ട് ചില ആളുകൾ വന്ന് തെറ്റിദ്ധാരണ പരത്തുകയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യും. ആ തെറ്റിദ്ധാരണയെക്കുറിച്ച് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണമെന്നാണ് സംഘാടകരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധമായ 1-2 കാര്യങ്ങളാണ് ഞാൻ ഗൌരവത്തോടെ സൂചിപ്പിക്കുന്നത്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തുടക്കം മുതൽ മുല്ലക്കോയ തങ്ങൾ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അസ്ഥിവാരമിടുമ്പോൾ സയ്യിദ് സുലൈമാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമത്വ രൂപീകരിക്കുമ്പോൾ അന്ന് അതിന്റെ മുഷാവറയിൽ മെമ്പറായിരുന്നു, തുടക്കത്തിലെ മുഷാവറയിൽ മെമ്പറായിരുന്നു റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. സംസാരിക്കുന്ന മക്കളോട് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ 926 സമത്വയുടെ മുഷാവറ മെമ്പർ എന്ന് പറഞ്ഞാൽ സമത്വ ആരംഭിക്കുമ്പോൾ അത് തുടക്കത്തിൽ മുല്ലക്കോയ തങ്ങളെ ദുആ കാമീം പറയാൻ കണ്ണിയത്ത് ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങിയതാണ് കണ്ണിയത്ത് ഉസ്താദ് സമത്വയുടെ പ്രവർത്തനം. എന്തിന് മുല്ലക്കോയ തങ്ങൾ സമത്വം ഉണ്ടാക്കിയത്? ഈ ബിദ്അത്ത് ഇങ്ങനെ കടന്നു കയറി മലബാറിലെ ജനങ്ങളിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ മുശ്രിക്കാക്കിയപ്പോ, നമ്മളൊക്കെ ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറഞ്ഞപ്പോ അത് ശരിയല്ല എന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ രംഗത്ത് വന്നത്. അതായിരുന്നു സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ പശ്ചാത്തലം. ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മൾ രൂപീകരിച്ച സന്ദർഭത്തിൽ, നമ്മുടെ ആലിമ്യങ്ങൾ രൂപീകരിച്ച സന്ദർഭത്തിൽ അതിന്റെ തുടക്കത്തിൽ മുഷാവറ മെമ്പറാണ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് സാഹിബ് നവറല്ലാഹു മർക്കദ. അദ്ദേഹം 1989 ജീവിച്ചിരുന്നു.
89 കണ്ണിയത്ത് ഉസ്താദ് സമത്തെ പ്രസിഡന്റ്. 989 സമത്തിന്റെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ശംസുൽ ഉലമയാണ്. ഈ പ്രശ്നം സമത്വ കേരള ജമിയത്ത് ഉലമയിൽ ഉണ്ടാകുമ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയും ഇവര് രണ്ടുപേരുമാണ്. ഒരു ചെറിയ ശബ്ദമുണ്ടാക്കില്ല അതിന്റെ ശ്രദ്ധ. സമത്വ കേരള ജമിയത്ത് ഉലമ എന്ന് പറഞ്ഞ ആ പ്രധാനപ്പെട്ട സംഘടന മഹാനായ വക്കൽ മുല്ലക്കോയത്തങ്ങളാൽ രൂപീകരിക്കപ്പെട്ടു എങ്കിൽ നമ്മളൊക്കെ സമത്വയെ കാണുമ്പോൾ അതിന്റെ തലപ്പത്തുള്ളത് കണ്ണിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഷെയ്ഖുന ശംസുൽ ഉലമയുമാണ്. ആ രണ്ട് മഹത്തുക്കളുടെയും ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാണ്. ഈ രണ്ട് മഹാന്മാർ ജീവിച്ചിരിക്കുമ്പോൾ, കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോൾ സമത്വ എന്ന പേരിൽ ഒരു പുതിയ സംഘടന ഉണ്ടാക്കി വേറൊരു വിഭാഗം പുറത്തു വന്നു. എന്തിന്? സമത്വ കേരള ജമിയത്ത് ഉലമയുടെ അതേ പേരിൽ വേറെ ഒരു സംഘടന ഉണ്ടാക്കി എന്തിനു പുറത്തു വന്നു? കണ്ണിയത്ത് മരിക്കുന്നത് 1993. കണ്ണിയത്ത് ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുന്നത് 1993. ഇവര് ചേരിതിരിഞ്ഞ് പുതിയ സംഘടന രൂപീകരിക്കുന്നത് 89. 89 മുതൽ 93 വരെ കണ്ണിയത്ത് ഉസ്താദ് ഇവിടെ ജീവനോട് ഭൂമുഖത്തുണ്ട്. കണ്ണിയത്ത് ജീവിച്ചിരിക്കെ എന്തിനാണ് പുതിയ ഒരു സമത്വ എന്ന് പറഞ്ഞൊരു സംഘടനയും പുതിയൊരു പ്രസിഡന്റിനെയും കൊണ്ടുവന്നത്? ബഹുമാനയുടെ ശംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറയുന്നത് 1996. 1989 ഷെയ്ഖുന ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്തിനാ പുതിയൊരു സെക്രട്ടറിയെ കൊണ്ടുവന്ന് സമത്വ എന്ന് പറഞ്ഞ പേരിട്ട് പ്രവർത്തിച്ചത്? എന്താണ് ഈ ചോദ്യത്തിന്റെ മറുപടി? എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? ആരെയും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ല, ചരിത്രം ഇതാണോ അല്ലയോ എന്ന് ചെറുപ്പക്കാർ അന്വേഷിക്കട്ടെ, പഠിക്കട്ടെ. സമത്വ കേരള ജമിയത്ത് ഉലമ തുടക്കം മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. രാഷ്ട്രീയപരമായി സമത്വ കേരള ജമിയത്ത് ഉലമക്ക് പ്രത്യേക കാഴ്ചപ്പാടൊന്നുമില്ല. സമത്വയുടെ തുടക്കം മുതലുള്ള കാഴ്ചപ്പാടാണ്. സമത്വയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ രാഷ്ട്രീയപരമായ താല്പര്യം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. സമത്വ കേരള ജമിയത്ത് ഉലമയുടെ രാഷ്ട്രീയ നയം എന്നാൽ വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയം. ഇപ്പൊ ഈ വേദിയിലിരിക്കുന്ന ആളുകൾ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമുള്ളവരും ഇല്ലാത്തവരും, പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും പ്രവർത്തിക്കാത്തവരും ഒക്കെ ഉണ്ടാവും. ഓരോരുത്തരും അവനവന് താല്പര്യമുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കാം, മതത്തിനെതിരാവാതിരുന്നാൽ മതി. എന്നാൽ സമത്വ ഇന്ന പാർട്ടിയാണ് എന്ന് പണ്ടേ പറയാറില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫ സമത്വയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു. ബാഫയ്ക്ക് തങ്ങളുടെ ജീവിതകാലത്തും ബാഫയ്ക്ക് തങ്ങൾ പ്രവർത്തിക്കുന്ന കാലത്തും ബാഫയ്ക്ക് തങ്ങളുടെ മുഷാവറയിൽ ഉണ്ടായിട്ടും ബാഫയ്ക്ക് തങ്ങൾ സമത്വയുടെ മുഷാവറ അംഗമായി ബാഫയ്ക്ക് തങ്ങളുടെ കോഴിക്കോട്ടെ പാണ്ഡികശാലയുടെ മുകളിൽ ബാഫയ്ക്ക് തങ്ങൾ ഇരിക്കെ മുഷാവറയുടെ 40 മെമ്പർമാര് ബാഫയ്ക്ക് തങ്ങളെ പാണ്ഡികശാലയിലേക്ക് അങ്ങോട്ട് ചെന്ന് മുഷാവറ യോഗം ചെയ്യുന്ന ചരിത്രം. അന്നും ബാഫയ്ക്ക് തങ്ങൾ ഒരു പാർട്ടിയുടെ പ്രസിഡന്റാണ്. അന്ന് ആരും പറഞ്ഞില്ല സമത്വ പാർട്ടിയായി എന്ന് പറഞ്ഞില്ല. പൂക്കോയ തങ്ങൾ ഒരു പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു. പൂക്കോയ തങ്ങൾ സമത്വയുടെ മുഷാവറ മെമ്പറായിരുന്നു, വലിയൊരു സംഘത്തിന്റെ പ്രസിഡന്റ്, ഒരുപാട് മഹല്ലത്തിന്റെ കാദിയും. ആരും പറഞ്ഞിട്ടില്ല പൂക്കോയ തങ്ങൾ ആ പാർട്ടിക്കാരനായതുകൊണ്ട് സമത്വ പാർട്ടിയായി പറഞ്ഞിട്ടില്ല. ശംസുൽ ഉലമ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ വേദിയിൽ ധാരാളം ശ്രമിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആ വേദിയിൽ പോയിട്ട് ആരും സമത്വ അദ്ദേഹത്തിന്റെ പാർട്ടിയായി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വ്യക്തികൾ പല പാർട്ടികളിൽ ഉണ്ടായിരുന്നു. സമത്വ കേരള ജമിയത്ത് ഉലമ അതിന്റെ പാർട്ടിന് പോയി. ദീനി വിഷയത്തിൽ സമത്വ തീരുമാനമെടുക്കും, രാഷ്ട്രീയ വിഷയം വ്യക്തികൾ ഇഷ്ടം പോലെ ചെയ്യും. ഇലക്ഷൻ വരും, താല്പര്യമുള്ളവർ വോട്ട് ചെയ്യും, ചെയ്യാതിരിക്കും. അവനവൻ ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് അവനാൻ വോട്ട് ചെയ്യും. ഒരുപക്ഷെ ഒരു പ്രദേശത്ത് ഭൂരിപക്ഷം ആളുകളും സമത്വക്കാർ ഒരേ പാർട്ടിക്കാരാണ് എന്ന് കരുതി സമത്വ പാർട്ടിയായി ആരും പറയാറില്ല. ഒരു മദ്രസ കമ്മിറ്റി, ആ മദ്രസ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ആളുകളും ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരാവാം, ആ നാടിന്റെ പ്രത്യേകത എന്ന് കരുതി ആ പാർട്ടിയുടെ മദ്രസ എന്ന് പറയാറുണ്ടോ? ഇല്ല, സമത്വയുടെ മദ്രസ എന്നേ പറയും. ആളുകൾ ഏത് പാർട്ടിക്കാരെന്ന് ആരും മുദ്ര കുത്താറില്ല. ഒരു പള്ളി കമ്മിറ്റി, പ്രദേശത്തെ പള്ളി കമ്മിറ്റി 10 മെമ്പർമാരുണ്ട്, നോക്കുമ്പോൾ 9 മെമ്പർമാർ ഒരു പാർട്ടിക്കാരാണ്. അതുകൊണ്ട് ആ മദ്രസ പാർട്ടിയുടെ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ആ പള്ളി ആ പാർട്ടിയുടെ എന്ന് പറയാറില്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തനം വേറെ, മതപ്രവർത്തനം വേറെ, രണ്ടായിട്ടാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പാണക്കാട് സയ്യിദുമാർ നമ്മുടെ സമൂഹത്തിൽ എന്നും തലപ്പത്തുള്ള ആളുകളാണ്. അവര് പള്ളിക്ക് തറക്കല്ലിടും, പള്ളികൾ ഉദ്ഘാടനം ചെയ്യും, മദ്രസക്ക് തറക്കല്ലിടും, അവർ മഹലിനെ കാദിയാക്കും. പാണക്കാട്ടെ തങ്ങളെ കൊണ്ടുവന്നൊരു മഹല്ലത്തിനെ കാദിയാക്കുന്നത് അദ്ദേഹം ഇന്ന പാർട്ടിക്കാണോ നോക്കിയിട്ടല്ല. ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് നോക്കിയിട്ടല്ല. അത് പണ്ട് കാലം മുതലേ, പൂക്കോയ തങ്ങളെ കാലം മുതൽ, ബാഫയ്ക്ക് തങ്ങളെ കാലം മുതൽ, അതിനു മുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ സയ്യിദന്മാരെ ആദരിക്കേണ്ട ഒരു പാഠം ഈ കൗമ് പഠിച്ചതോടാണ്. അപ്പൊ തങ്ങളെ നമ്മളോട് വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. തങ്ങൾ ഏത് പാർട്ടിക്കാരാ നോക്കിയിട്ടാ? സയ്യിദായതുകൊണ്ട് നമ്മൾ വിളിച്ചു വരുത്തിയതാണ്. ആ ഒരു ബഹുമാനം ഈ കൗമ് സയ്യിദന്മാർക്ക് കൽപ്പിക്കുന്നു, ആലിമീങ്ങൾക്ക് കൽപ്പിക്കുന്നു. ഇതായിരുന്നു ഇവിടുത്തെ നില. ഈ നിലപാടുമായി സമത്ത മുന്നോട്ട് പോവുകയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസവും സമത്തയിൽ മാഫക്കിത്തങ്ങളും പുക്കോയത്തങ്ങളും മുഷാവറ മെമ്പർമാരായ കാലത്തുണ്ടായിട്ടില്ല. പിൽക്കാലത്ത് ശിഹാബ് തങ്ങൾ നമ്മുടെ കേരളത്തിൽ സമത്തയുടെ മുഷാവറ മെമ്പർപ്പിലുമല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ 1974 സമത്ത കേരള ജമിയത്തുലമയുടെ മുഷാവറയിലേക്ക് ഒരു പണ്ഡിതൻ കടന്നു. ഞാൻ അദ്ദേഹത്തെ പേരെടുത്ത് പറയുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം സമതയുടെ മുഷാവറ മെമ്പറായി. അദ്ദേഹമാണ് ഇന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമയുടെ സെക്രട്ടറി, വിവാഹ പുരുഷൻ. നിങ്ങൾക്കറിയാം, അദ്ദേഹം സമത്ത കേരള ജമിയത്തുലമയുടെ മുഷാവറയിൽ മെമ്പറായി 74 മെമ്പറായി. 5 കൊല്ലം കഴിഞ്ഞപ്പോ 1979 സുന്നിയുല സംഘത്തിന്റെ സംസ്ഥാന നേതാവായി. അതോടുകൂടി സമത്ത കേരള ജമിയത്തുലമയിൽ ഒരു പുതിയ ആവശ്യം ഉന്നയിച്ചു. അദ്ദേഹത്തെ പിന്തുണക്കുന്ന ഒരു ടീമും അദ്ദേഹവും സമത്ത കേരള ജമിയത്തുലമയിൽ ഉണ്ടാക്കിയ ഒരു വികാരം, സമത്ത എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിക്കൂടാണ്? എന്തുകൊണ്ട് സമസ്തക്ക് ഒരു പാർട്ടി ഉണ്ടാക്കിക്കൂടാ? അല്ലെങ്കിൽ സുന്നിയുല സംഘത്തെ എന്തുകൊണ്ട് സമത്തയുടെ രാഷ്ട്രീയ പാർട്ടിയാക്കിക്കൂടാ? ഇതായിരുന്നു അവരുടെ മുമ്പിലുള്ള പ്രശ്നം. അതിനുവേണ്ടി കോഴിക്കോട് ജില്ലാ സുന്നിയുല സംഘത്തെ കൊണ്ട് ഒരു പ്രമേയം എടുപ്പിച്ച് സമത്ത കേരള ജമിയത്തുലമക്ക് അയച്ചു. സമത്ത മുഷാവറ ചർച്ച ചെയ്തു. പഴയകാല ആലിമ്യങ്ങളോട് ചോദിച്ചാൽ അറിയാം, പഴയകാല ആലിമ്യങ്ങളുമായി ബന്ധപ്പെട്ടവർ വ്യക്തമായി പറഞ്ഞു. CH ഐദ്രൂസ് മുസ്ലിയാർ, KT മാനു മുസ്ലിയാർ, അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വകാല നേതാക്കൾ ഇപ്പൊ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട സമത്തയുടെ ട്രഷറർ പാറൂർ ഇബ്രാഹിം മുസ്ലിയാർ, KV മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ, ഇവരൊക്കെ ഈ വിഷയം പറയുന്നത് ഞങ്ങൾ നേരിട്ട് കേട്ടു. ക്ലാസുകളിലും ക്യാമ്പുകളിലും അവർ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചത്. പഴയകാല ആലിമ്യങ്ങളോടും ഉമറാക്കളോടും ചോദിച്ചാൽ അറിയാം, ഈ പ്രമേയം സമത്ത ചർച്ച ചെയ്തപ്പോൾ സമത്ത കേരള ജമിയത്തുലമ തീരുമാനിച്ചു, സമത്തയുടെ രാഷ്ട്രീയ നയം പഴയത് തന്നെ. സമത്തയ്ക്ക് പാർട്ടിയും വേണ്ട, സുന്നിയൽ സംഘത്തെ പാർട്ടിയാക്കാനും പാടില്ല. വ്യക്തികൾക്ക് വേണമെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിക്കാം. ഇതാണ് സമത്ത നയം. ഇത് സമത്ത പ്രഖ്യാപിച്ചത്, ഈ ചർച്ച നടന്നു എന്നത് സമത്തയുടെ 60ാം വാർഷിക സുവനീറിലുണ്ട്. അക്കാലഘട്ടത്തിൽ അങ്ങനെ തീരുമാനം സമത്ത എടുക്കേണ്ടി വന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ രീതിയിൽ സമത്ത കേരള ജമിയത്തുലമ തീരുമാനമെടുത്തപ്പോൾ ഇവർ നിരാശരായി. പക്ഷെ അവർ സംഘടനയുടെ തീരുമാനം അംഗീകരിക്കേണ്ടി വന്നെങ്കിലും രഹസ്യമായി പ്രവർത്തനം ആരംഭിച്ചു. രഹസ്യമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചത്, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സുന്നിയുല സംഘത്തെയാണ്. രണ്ടാമത് ഉപയോഗിച്ചത് SSF-നെ. SSF എന്ന സംഘടന പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ വെച്ച് 1973 രൂപീകരിച്ചത്. SSF രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ കൂരിയാട് നദ്വിയാണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും ബഹാവുദ്ദീൻ കൂരിയാട് സെക്രട്ടറിയുമായിട്ടാണ് ആദ്യത്തെ SSF-ന്റെ ആദ്യ കമ്മിറ്റി പട്ടിക്കാട് കോളേജിൽ സംസ്ഥാന കമ്മിറ്റി വന്നത് 73. ഈ 73 ഇത് രൂപീകരിച്ച് സമത്തിൽ ഒറ്റക്കെട്ടായ പ്രവർത്തനം നടക്കുമോ? സമത്ത കേരള ജമിയത്തുലമയിൽ ഈ ഭിന്നിപ്പുണ്ടാകുന്നതിന് മുമ്പ് തന്നെ 1979 എന്തിനെ ഹൈദരലി ശിഹാബ് തങ്ങൾ SSF-ന്റെ പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞത്? ഹൈദരലി ശിഹാബ് തങ്ങൾ SSF-ന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. പാണക്കാട്ടെ തങ്ങന്മാർ ഒരു സുന്നത്തിയമായത്തിന്റെ സ്ഥാനം രാജിവെക്കാറില്ലല്ലോ, തിരക്കുണ്ടല്ലോ. ഇന്നും അദ്ദേഹം സമത്തയുടെ ഉന്നത പദവിയുണ്ട്. തങ്ങൾ പണക്കാട്ട് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഒന്ന് പോയി ചോദിച്ചു നോക്കി, തങ്ങളെ നിങ്ങൾ എന്തിനാ SSF-ന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്? കാരണം മറ്റൊന്നുമല്ല, ബഹുമാനപ്പെട്ട തങ്ങളവർകൾ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കും, സ്വാഭാവികമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ചപ്പോൾ അതിനെതിരെ SSF-ന്റെ സ്റ്റേറ്റ് കൌൺസിലിൽ നമ്മളെപ്പോലെ ചെറിയ കുട്ടികൾ ബഹുമാനപ്പെട്ട തങ്ങളെ ഇരുത്തി അദ്ദേഹത്തിനെതിരെ കത്തുകൾ വായിച്ചു. മലപ്പുറത്ത് ചേർന്ന സ്റ്റേറ്റ് കൌൺസിലിൽ ഹൈദരലി ശിഹാബ് തങ്ങളെ ഇരുത്തിയിട്ട് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് അപകടമാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെതിരെ കത്ത് വായിച്ചു. തങ്ങൾ വേദനിച്ചുകൊണ്ട് SSF-ന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ആളുകളെ സംഘടിപ്പിക്കുക എന്നത് ഇവരുടെ ഒരു ഹോബിയെ. പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദന്മാർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഇവർ രംഗത്ത് വന്നു. അങ്ങനെ ഹൈദരലി ശിഹാബ് തങ്ങൾ രാജിവെച്ചു എന്ന് മാത്രമല്ല, ഇദ്ദേഹം SSF-നെ കൊണ്ട്, അഥവാ ഇന്നത്തെ അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമയുടെ സെക്രട്ടറി, അന്നത്തെ SOS-ന്റെ സെക്രട്ടറി, SSF കൊണ്ട് സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചു. സുന്നി പാർലമെന്ററി ബോർഡ് SPB. സുന്നി പാർലമെന്ററി ബോർഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം വേണ്ട ഒരു സാധനമാണ്. സുന്നികൾക്ക് എന്താ പാർലമെന്ററി ബോർഡ്? നമ്മൾ നിയമസഭയിലോ ലോക്സഭയിലേക്കോ നമ്മൾ സുന്നികളുടെ പ്രതിനിധികൾ എന്ന രീതിയിൽ മത്സരിച്ചു പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പാർലമെന്ററി ബോർഡിന്റെ കാര്യമില്ല. സമത്തക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിന് സ്ഥാനവുമില്ല.
ഇലക്ഷൻ വരും, ആളുകൾ മത്സരിക്കും, താല്പര്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട. ഇവർ CSPB എന്ന സംഘടന ഉണ്ടാക്കിയത് മാത്രമല്ല, സുന്നി പാർലമെന്ററി ബോർഡിന്റെ യോഗം കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിച്ചുകൂടി. കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിച്ചുകൂട്ടിയിട്ട് സുന്നി പാർലമെന്ററി ബോർഡിന്റെ യോഗത്തിൽ വെച്ച് ഇന്ന സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം, ഇന്ന സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണമെന്ന് പരസ്യമായി പ്രസംഗിച്ചു. പ്രസംഗം ആരംഭിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അവർ പരസ്യമായി SSFനെ രംഗത്തിറക്കി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മുടെ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ അന്ന് മത്സരിച്ചിരുന്ന ബഹുമാനപ്പെട്ട PC ദിയാജി MLA. PC ദിയാജി മത്സരിക്കുന്ന സമയത്ത് കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ വന്നിട്ട് ഇവര് പരസ്യമായി SSFന്റെ ഒരു കൊടിയും സമത്തയുടെ ഒരു പതാകയും ഇങ്ങനെ കെട്ടിയിട്ട് ജീപ്പിന്റെ ബോണറ്റിൽ കയറി പരസ്യമായ പ്രസംഗം നമ്മളൊക്കെ നേരെ കണ്ടതാണ്. സീതി ഹാജിയെ പരാജയപ്പെടുത്തണം, സീതി ഹാജി മുജാഹിദാണ്. ഇതാണ് പ്രസംഗം. മൂന്നാമതൊരു വാക്ക്, ഒന്നാമതായി സീതി ഹാജി പരാജയപ്പെടണം, അദ്ദേഹത്തെ മുജാഹിദാണ്. മൂന്നാമത് പറയുന്ന സമത്തയുടെ തീരുമാനമാണ്. ഞാൻ പറയുന്നത് ശരിക്കും ചെറുപ്പക്കാരെ മനസ്സിലാക്കണം. ഒരു വ്യാജ ആരോപണവും ഒരാളുടെ മുമ്പിലും ഉന്നയിച്ചതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. അത് ഓർമ്മയുള്ള കാരണവന്മാരുണ്ടോ? കൊണ്ടോട്ടിയിൽ വെച്ച് പ്രസംഗിച്ചു പരസ്യമായി. PC ദിയാജിയെ പരാജയപ്പെടുത്തണം സമത്തയുടെ തീരുമാനമാണ്. സത്യത്തിൽ സമസ്തക്ക് വെച്ച് പ്രസംഗിച്ചു പരസ്യമായി. ഇന്നയാളെ പരാജയപ്പെടുത്തണം എന്ന ഒരു തീരുമാനം. ഈ പ്രഖ്യാപനം നടന്നപ്പോൾ ഇത് വലിയ വിഷയമായി. സമത്ത കേരള ജമിയത്തുലമയുടെ നേതാക്കൾ പ്രതികരിക്കേണ്ടി വന്നു. സമത്ത കേരള ജമിയത്തുലമയുടെ ജോയിന്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് മാറാവട്ടെ, അദ്ദേഹത്തെ പത്രക്കാർ കണ്ടു. പത്രക്കാർ ചോദിച്ചു, കൊണ്ടോട്ടിയിൽ സീതി ഹാജിക്കെതിരെ ഇങ്ങനെ സമത്ത തീരുമാനമെടുത്തിട്ടുണ്ടോ? ഉസ്താദ് പറഞ്ഞു ഇല്ല. ഉടനെ തന്നെ പത്രക്കാരൻ ചോദിച്ചു, പത്രക്കാരൻ സ്വാഭാവികമായും കൊളുത്തുണ്ടാക്കും. പത്രക്കാരൻ ചോദിച്ചു, മുജാഹിദായ ഒരാളെ പരാജയപ്പെടുത്തേണ്ടത് സമത്തയുടെ ലക്ഷ്യമല്ലേ? അദ്ദേഹം പറഞ്ഞു, സമസ്ത വിദ്യ എതിർക്കാൻ സ്റ്റേജിലും പേരും സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പഠന ക്ലാസുകളും സമ്മേളനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇലക്ഷൻ അതിന്റെ വേദിയല്ല. ഉടനെ തന്നെ പത്രക്കാരൻ ചോദിച്ചു, അയാൾ ജയിച്ചാലോ? KV ഉസ്താദ് മറുപടി പറഞ്ഞു, PC ദിയാജി ജയിച്ചു പോകുന്നത് കേരള നിയമസഭയിലേക്കാണ്. കേരള നിയമസഭയിൽ മാലയും മൗലൂദും റാത്തീബും ചർച്ച ചെയ്യാനല്ല അയാൾ പോകുന്നതെന്ന് പറഞ്ഞു. അയാൾ പോയിക്കോട്ടെ. അതോടുകൂടി ആ ചർച്ച അവസാനിച്ചു. താല്പര്യമുള്ളവർക്ക് വോട്ട് ചെയ്യാം, അല്ലാത്തവർക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ സമസ്ത അതിലൊരു തീരുമാനമെടുത്തിട്ടില്ല. മാത്രമല്ല, അന്ന് സീതി ഹാജി പരാജയപ്പെട്ടാൽ സ്ഥാനാർത്ഥി ജയിക്കും. അന്നത്തെ എതിർ സ്ഥാനാർത്ഥി സുന്നത്തിന്റെ വേദി ഒരിക്കലും അറിയപ്പെട്ട ആളല്ല. നിങ്ങളറിയാം, അന്നത്തെ എതിർ സ്ഥാനാർത്ഥി മടത്തിൽ മുഹമ്മദ് ഹാജിയ. അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്ത് മാറാവട്ടെ. ഒരു സുന്നി വേദിയിലും അറിയപ്പെട്ട ആളായിരുന്നില്ല. സുന്നത്തെ ഒരു വേദിയിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ ഇവർ AV അബ്ദുറഹ്മാൻ ഹാജി മത്സരിക്കുന്ന മണ്ഡലത്തിൽ വന്നു. AV അബ്ദുറഹ്മാൻ ഹാജി അറിയപ്പെടുന്ന മുജാഹിദാണ്, ശരിയാണ്. സമത്തയെ സംബന്ധിച്ചിടത്തോളം AV അബ്ദുറഹ്മാൻ ഹാജി വിജയിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അർത്ഥം. AV അബ്ദുറഹ്മാൻ ഹാജി പരാജയപ്പെട്ടാൽ സമത്തക്ക് നേട്ടമുണ്ടോ? നമ്മൾ അവിടെ ചെന്ന് ചോദിച്ചു, AV അബ്ദുറഹ്മാൻ ഹാജിയെ പരാജയപ്പെടാൻ നിങ്ങൾ ശ്രമിക്കും. AV പരാജയപ്പെട്ടാൽ ആരാ ജയിക്കുന്നത്? ഒരാൾ തോറ്റാൽ മറ്റാൾ ജയിക്കും, ഉറപ്പല്ലേ? AV അബ്ദുറഹ്മാൻ ഹാജി പരാജയപ്പെട്ടാൽ ജയിക്കുന്നത് ഏക്കനാരൻ ജയിച്ചിട്ട് സമത്തക്ക് നേട്ടം. കണാറിനെ ജയിപ്പിച്ചിട്ട് സമത്തക്ക് എന്താ കിട്ടാൻ? അപ്പോൾ സമത്ത എന്ത് ചെയ്യണം? അതിന് ഇടപെടണ്ട. ആ വിഷയത്തിൽ സമത്ത ഇടപെടാതിരിക്കല ശരി. ഇവിടുത്തെ തലമുതിർന്ന കാരണവന്മാർക്ക് ഓർമ്മയുണ്ടാവും. ഈ മഞ്ചേരി, പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ 2 സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് ബനാത്തവാലിയും മറുഭാഗത്ത് സിഡ്സായും. രണ്ടുപേരും മത്സരിക്കുമ്പോൾ സമത്വത്തിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ഇദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ സമ്മേളനം മഞ്ചേരിയിലും മലപ്പുറത്തും വെച്ച് 2 സ്ഥലത്ത് പ്രസംഗിച്ചു. ഞാനൊക്കെ നേരെ കേട്ടതാ. ആവേശോജ്വലമായി സുന്നത്ത് ജമാഅത്ത് പ്രസംഗിച്ചിട്ട് അദ്ദേഹം അവസാനം ചോദിക്കും, മനസ്സ് തട്ടുന്നൊരു ചോദ്യം ചോദിക്കും, കൂട്ടരെ, നമുക്ക് വേണ്ടത് സ്വലാഹും റഹ്മത്തുമല്ലേ? നിങ്ങൾക്ക് സ്വലാഹിനും റഹ്മത്തിനും വേണ്ടിയല്ലേ ആഗ്രഹിക്കുന്നത്? അതാണ് നമുക്ക് വേണ്ടത്. അത് പറഞ്ഞ് ദ്വാരനെ വിരിയും ചെയ്യും. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അന്നത്തെ കാരണന്മാർക്ക് ഓർമ്മ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? 2 എതിർ സ്ഥാനാർത്ഥികൾ, ഒന്ന് സ്വലാഹുദ്ദീനും ഒന്ന് റഹ്മത്തുദ്ദീനും. അത് പറഞ്ഞതിന്റെ അർത്ഥം. ആ രീതിയിലേ പറയൂ, നേരെ പറയില്ല. ഈ രീതിയിൽ വ്യംഗ്യമായി രാഷ്ട്രീയം കളിച്ച് വലിയ കുഴപ്പം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കി. സമസ്തക്ക് ഉള്ളിൽ പാണക്കാട് കുടുംബത്തിന്റെ വിരോധികളായ ഒരു സമൂഹത്തിന്റെ രാഷ്ട്രീയ സംഘം രൂപപ്പെട്ടു. പാളയത്തിൽ പട 79 മുതൽ 89 വരെ. ഇത് കണ്ടിട്ടാണ് ഹൈദരലി ശബ്ദങ്ങളൊക്കെ രാജിവെച്ചത് SSFന്റെ. ആ രീതിയിൽ ഒരു ചേരിതിരിവ് സമത്വക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കെ അന്നൊക്കെ സമത്വ ജമിയത്തുലമയുടെ പല യോഗം ചേരുമ്പോഴും ഇത് പലപ്പോഴും ബാഹ്യമായി പ്രകടിപ്പിച്ചില്ലെങ്കിലും ആന്തരികമായി കണ്ടു. അതിന്റെ അവസാനത്തിലാണ് എറണാകുളത്ത് സമ്മേളനം വന്നത്. എറണാകുളത്ത് സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു. സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിലേക്ക് ഉത്തരവാദപ്പെട്ട പലരെയും ക്ഷണിച്ചില്ല. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നാട്ടിക മൂസ മൗലവി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ.
അന്ന് തൃശൂരിൽ MIC-യുടെ പ്രിൻസിപ്പളാ. നാട്ടിക മൂസ മൗലവിയെ സ്വാസംഗത്തിന് വിളിച്ചില്ല. നാട്ടിക സുന്നത്തി ജമാഅത്തിന്റെ വേദിയിൽ പറന്നു നടക്കുന്ന വ്യക്തിത്വമാണ്. നല്ല ആരോഗ്യത്തെ വിദഈ പ്രസ്ഥാനത്തെ ഖണ്ഡിക്കുന്ന ആളാ. അദ്ദേഹം വന്ന് പ്രസംഗിച്ചാൽ ഏത് വിദേഹത്തുകാരനും അടങ്ങും. പ്രത്യേക കാദിയാനി പ്രസ്ഥാനം ഖണ്ഡിക്കാൻ കേരളത്തിൽ അത് നാട്ടിക പോലെ കഴിവുള്ള മറ്റൊരാളില്ല. ആ നാട്ടികയെ അവർ ക്ഷണിച്ചില്ല സ്വാസംഗത്തിന്. അതുപോലെ തന്നെ പ്രമുഖനായ പണ്ഡിതൻ എറണാകുളത്തെ സമ്മേളനം എറണാകുളത്താ MM മുഹീദ്ദീൻ മൗലവി അവിടെ ഉണ്ട്, അദ്ദേഹത്തെ വിളിച്ചില്ലല്ലോ. തൊട്ടുപുറത്ത് തൃശൂർ ജില്ലയിലെ സുന്നത്തി ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ആരൊക്കെയാ? തൃശൂർ ജില്ലാ ജമിയത്തുൽ ഉലമയുടെ അന്നത്തെ പ്രസിഡന്റ് മരിച്ചുപോയ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമ തങ്ങളെ വിളിച്ചില്ല. ഇന്നും അന്നും ജനറൽ സെക്രട്ടറിയായി തുടരുന്ന ബഹുമാനപ്പെട്ട MKA കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തെ വിളിച്ചില്ല. തൃശൂർ ജില്ലയിലെ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് PP യൂസഫ് മുസ്ലിയാർ മരണപ്പെട്ടുപോയി, അദ്ദേഹത്തെ വിളിച്ചില്ല. തൃശൂർ ജില്ലയിലെ CISന്റെ സെക്രട്ടറി VK കുഞ്ഞഹമ്മദിനെ വിളിച്ചില്ല. പാലക്കാട്ട് CK സാദിഖ് മുസ്ലിയാരെ വിളിച്ചില്ല. ഇങ്ങനെ പ്രമുഖരായ പല പണ്ഡിതന്മാരെയും വിളിക്കാതെ സ്വന്തം ഒരു സ്വാഗത സംഘം. നാട്ടിക മൂസ മൗലവി അതിന് ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന ഉത്തരവാദപ്പെട്ട ആളുകളെ സ്വാഗത സംഘത്തിലേക്ക് വിളിച്ചില്ല? ഇത് സമത്വയുടെ കീഴ്ഘടകത്തിന്റെ സമ്മേളനമല്ലേ, അവരൊക്കെ വിളിക്കണ്ടേ? അതിന് അവര് പറഞ്ഞ മറുപടി എന്താ? പാണക്കാട്ട് നിന്ന് പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നവരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പാണക്കാട്ടെന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നവരെ വേണ്ട, സുന്നിക്ക് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നവരെ മതി. പാണക്കാട് നിന്ന് സുന്നത്തി ജമാഅത്തിനെതിരായി വല്ലതും പറയുമോ? അങ്ങനെ ഒരു പാരമ്പര്യം കേരളത്തിലുണ്ടോ? ആ ഒരു ധ്വനി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പാടുണ്ടോ? ഈ മറുപടി ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മൗലവിയെ പ്രകോപിപ്പിച്ചു. നാട്ടിക മൂസ മൗലവിയെ പ്രകോപിപ്പിച്ചപ്പോൾ നാട്ടിക മൂസ മൗലവി ചെയ്ത പണി, ഈ പറയപ്പെട്ട ആളുകളുടെ ഒരു യോഗം വെച്ചിട്ട് ഒരു മധ്യമേഖലാ സുന്നി സമ്മേളനം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. മധ്യമേഖലാ സുന്നി സമ്മേളനം എറണാകുളത്ത് വെച്ച് നടത്തുമെന്ന് പറഞ്ഞു. പത്രത്തിൽ 2 വാർത്ത, SYSന്റെ സമ്മേളനം, മധ്യമേഖലാ സമ്മേളനം. മധ്യമേഖലാ സമ്മേളനം നടത്താനായ പശ്ചാത്തലം ഞാൻ സൂചിപ്പിച്ചു. സമത്വ കേരള ജമിയത്തുൽ ഉലമയുടെ ഉയർന്ന നേതാക്കൾ ഇത് രണ്ടും പത്രത്തിൽ വന്നപ്പോൾ ഗൌരവത്തിൽ കണ്ടു. കാരണം ഇതുവരെയുള്ള കളി പോലെയല്ല, പത്രത്തിൽ 2ആയി വാർത്ത വന്നിട്ടുണ്ട്. ഇതുവരെ സംഘടനക്കുള്ളിൽ ചില പൊട്ടലും ചീറ്റലുമാണെങ്കിൽ ഇപ്പൊ അത് പുറത്താകാൻ പോവുകയാണ്. 2 സമ്മേളനം നടത്തിയാൽ 2ആയി ചേരിതിരി. അതുകൊണ്ട് സമ്മേളനം 2 ഉണ്ടാകാൻ പാടില്ല. ഉടനെ തന്നെ നേതാക്കൾ ഇടപെട്ട് ഒരു മസ്ലഹത്ത് സമിതി രൂപീകരിച്ച് മസ്ലഹത്തിന് വേണ്ടി ചർച്ച കാലിറക്കി. ചെമ്മാട് ബാപ്പുട്ടി ഹാജിയുടെ നേതൃത്വത്തിൽ മസ്ലഹത്ത് ചർച്ച ജാമ്യയിൽ വെച്ചും കാരന്തൂർ വെച്ചും ചർച്ച പലരുമായി നടത്തി അവസാനത്തിന്റെ റിപ്പോർട്ട് കൊടുത്തു സമത്വക്ക്. അങ്ങനെ 1989 ജനുവരി മാസത്തിന്റെ അവസാന സമ്മേളനം നടക്കാൻ പോവുക. അപ്പോൾ 88 നവംബർ മാസം എന്ന് പറഞ്ഞ സമ്മേളനം നടക്കുന്നതിന് 3 മാസം സമയമുണ്ട്. 88 നവംബർ 12 കോഴിക്കോട്ട് യോഗം ചേർന്ന്, ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മനസ്സിലാക്കണം എങ്ങനെ ഈ 2 സമത്ത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 89 നവംബർ 12 കോഴിക്കോട്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം വിളിച്ചു. വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരോട് പറഞ്ഞു, സമസ്തയുടെ സമ്മേളനം 2 വരുന്നത് ശരിയല്ല. കേരളത്തിൽ ഏറ്റവും വലിയ സമത്തെ അത് പിളർന്നു വരും, അത് പാടില്ല. അതുകൊണ്ട് 2 സമ്മേളനങ്ങൾ നമുക്ക് ഒന്നാക്കിക്കൂടെ എന്ന് വെച്ചു. എല്ലാവരും അത് സമ്മതിച്ചു. ആ യോഗത്തിൽ വെച്ച് 3 തീരുമാനം എടുത്തിട്ട് പിരിഞ്ഞു. എന്തായിരുന്നു 3 തീരുമാനം? ശരിക്കും ശ്രദ്ധിക്കണം. 3 തീരുമാനം. 1, ഇപ്പോൾ പ്രഖ്യാപിച്ച 2 സമ്മേളനങ്ങളും നിർത്തുക. 2 കൂട്ടരും ചേർന്ന് ഒരു സമ്മേളനം നടത്തുക. ആ ഒരു സമ്മേളനത്തിന് 2 കൂട്ടരും ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത സ്വാഗത സംഘം, എല്ലാവരും ചേർന്നുള്ള ഒരു സ്വാഗത സംഘം ഇതേ ഹാളിൽ വെച്ച് അടുത്ത ആഴ്ച ഇവിടുന്ന് ഉണ്ടാക്കുക. അടുത്ത ആഴ്ച നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാം. നവംബർ 12 യോഗത്തിൽ വെച്ച് തീരുമാനിച്ചു നവംബർ 19 യോഗം കൂടാൻ. എന്താ യോഗം കൂടുന്നതിന്റെ ലക്ഷ്യം? 2 സമ്മേളനം വേണ്ട, ഒന്നാക്കാം, ഒന്നിച്ച് പ്രസംഗം ഉണ്ടാക്കാം. അങ്ങനെ നവംബർ 19 യോഗം ചേർന്നു. 2 കൂട്ടരെയും വിളിച്ചു. 2 കൂട്ടരും വന്നു. സമത്വയുടെ ആലിമീങ്ങൾ വന്നു. യോഗം തുടങ്ങി. ശൈഖുനാ ശംസുൽ ഉലമ കാര്യം പറഞ്ഞു, 2 സമ്മേളനം ഒന്നാക്കാൻ പോവുകയാണ്. 2 സമ്മേളനവും ഇല്ലാതെ സമത്വം ഒരു സമ്മേളനം നടത്തുമ്പോൾ അതിന്റെ സ്വാസംഘം ഇവച്ച് രൂപീകരിക്കാം. നമുക്ക് ഒന്നിച്ചു പോകണം. ഈ വാചകം കേട്ടതോടുകൂടി സദസ്സിന്റെ പുറകിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു. അയാൾ പരസ്യമായി ശംസുൽ ഉലമയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, സമത്വ കേരള ജമിയത്തുൽ ഉലമയുടെ നേതാവായ ശംസുലയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, SYSന്റെ സമ്മേളനം നിർത്തിയിട്ടില്ല. ഒറ്റ വാക്ക് SYSന്റെ സമ്മേളനം നിർത്തിവെച്ചിട്ടില്ല. ആരോടത് പറയുന്നത്? ശംസുൽ ഉലമയോട്. പറയാൻ പാടുണ്ടോ? അത് കേടാണോ അല്ലയോ? നിങ്ങൾ ചിന്തിക്കും. ആ പറഞ്ഞ വാക്ക് അതുകേടോ അതോ അതമോ? ശൈഖുനാ ശംസുൽ ഉലമ ഒരു സംഗതി വേണ്ടാന്ന് പറഞ്ഞ പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയാൻ പാടുണ്ടോ? ശംസുൽ ഉലമക്ക് ദേഷ്യം പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, സമസ്തയുടെ പേരിൽ 2 സമ്മേളനം നടത്താൻ പാടില്ല. ഒരു സമ്മേളനമേ നടക്കൂ.
അതിന്റെ സ്വാതസംഘം ഇവിടെ വെച്ച് ഉണ്ടാക്കും, ഒരു തീരുമാനം പറയും. ആ തീരുമാനം അങ്ങ് പറഞ്ഞതോടുകൂടി ഒരു സംഘം ആളുകൾ എഴുന്നേറ്റ് ശംസുല്ലമക്കും കണ്ണിയത്തിനുമെതിരെ മുദ്രാവാക്യം. ചരിത്രത്തിൽ ആദ്യമായി സമത്തയുടെ കോഴിക്കോട് ബുക്കിഡിപ്പോ ഓഫീസിൽ നിൽക്കുന്ന സമത്തയുടെ ഓഫീസിൽ സമത്തയുടെ ക്യാമ്പസിൽ മുദ്രാവാക്യം. 1988 നവംബർ മാസം 19 ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ പരിശോധിക്കുക. ഇല്ല എന്നൊരാൾ പറയട്ടെ. അവര് തന്നെ എഴുതി വെച്ച രേഖ കൊണ്ടുവന്ന് കാണിക്കാം. നവംബർ 19 സമത്തയുടെ ക്യാമ്പസിൽ ഉസ്താദുമാർക്കെതിരെ മുദ്രാവാക്യം. മുറാഅത്തുൽ അനാബി ഔലാ മിനൽ അഹ്കാം എന്ന സമത്ത പഠിപ്പിക്കുന്നത്. അദബ് പഠിക്കലാണ്, അദബ് പ്രകടിപ്പിക്കലാണ് മതവിധി പാലിക്കുന്നതിനേക്കാൾ പ്രധാനം. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, ഉമ്മാനെ ദേഷ്യപ്പിടിപ്പിച്ച് ഉമ്മാനെ ധിക്കരിച്ചാൽ അതൊരു കാര്യം നിൽക്കില്ല. ഉസ്താദ് ധരിച്ചുകൊണ്ട് എത്ര വലിയ സുന്നിയായിട്ട് എന്താ കാര്യം? കണ്ണിയത്തും സുലമയും ജീവിച്ചിരിപ്പുണ്ട്. ആ രണ്ട് മഹാന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ തീരുമാനത്തിനെതിരെ ക്യാമ്പസിൽ മുദ്രാവാക്യം വിളിക്കാൻ പാടുണ്ടോ? മുദ്രാവാക്യം വിളിച്ചു എന്ന് മാത്രമല്ല, അതിന് ഏറ്റവും വലിയ തെളിവാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ശംസുലുമയുടെ നിർദ്ദേശപ്രകാരം പോലീസിനെ വിളിച്ചു. സമസ്തയുടെ ഓഫീസിലേക്ക് പോലീസിന്റെ ജീപ്പ് വന്നു. ചരിത്രത്തിലാദ്യം വിളിച്ചു വരുത്തി. പോലീസ് ചോദിച്ചു എന്താ വേണ്ടത്? ശംസുലുമ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, പ്രവർത്തകരൊക്കെ നമ്മൾ ആൾക്കാരാ, ഞങ്ങൾക്ക് ഇവരെ ഇതിലൂടെ ഒന്ന് പുറത്തു പോകാൻ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നാൽ മതി. കണ്ട ആ വാക്ക് എത്രത്തോളം ഉണ്ട്? ഈ ആളുകൾക്കിടയിലൂടെ ഞങ്ങൾക്കൊന്ന് പുറത്തു പോകാൻ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് ഷെയ്ഖുന ശംസുലുമ. പോലീസ് ആളുകളെ മാറ്റി. പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ ശംസുലുമയെ പോലുള്ള മഹാന്മാരായ നേതാക്കൾ, കെ വി സാദ്, കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ, കണ്ണിയത്തിനെ പോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിന്റെ പുറത്തേക്ക് പോവുകയാണ്. ആ വേദന നിങ്ങൾ നടിച്ചത് എത്രമാത്രം ഉണ്ട്? ആരാണ് ഉസ്താദുമാർക്കെതിരെ ആദ്യമായി മുദ്രാവാക്യം വിളിച്ച് കുഴപ്പം തുടങ്ങിയത്? പറയട്ടെ. കണ്ണിയത്തിനും ശംസുലുമക്കുമെതിരെ മുദ്രാവാക്യം വിളിച്ച് തുടങ്ങിയതാരാ? ഒന്നാമത്തെ തെറ്റതല്ലേ? സമരയുടെ ക്യാമ്പസിലേക്ക് പോലീസിന് വരത്തക്ക വിധം ആലിമീങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചത് ശരിയോ തെറ്റോ അഥവോ ആലോചിച്ച് പറ. കുട്ടികളെ നിർത്തുമ്പോ അതബുള്ളിടത്ത് നിർത്തണം. അതിനെ ഞാൻ പറയുന്നത്. ഇത് കുട്ടിക്കളിയല്ല. രണ്ട് സമത്ത, രണ്ട് തയക്കെട്ട്, രണ്ട് താടിയല്ലത് വിഷയം. അല്പം കുറവുള്ളതാ. ഇതിന്റെ വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യവും. ചരിത്രം ശരിക്ക് തികഞ്ഞ് പിടിച്ച് പഠിച്ച് ഞാൻ പറഞ്ഞത് മാത്രം വിശ്വസിക്കണം, അന്വേഷിച്ച് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞു. സമസ്ത കേരള ജനതയുടെ ആലിമീങ്ങൾ പുറത്തുപോയി. ആലിമീങ്ങൾ വിഷയം ഗൗരവത്തിലെടുത്തു. ശംസുലുമ പറഞ്ഞു ഉടനെ മുഷാവറ വിളിക്കണം. വിദ്യാഭ്യാസ ബോർഡ് യോഗം കഴിഞ്ഞ ശേഷമുള്ള തീരുമാനം മുഷാവറ വിളിക്കണം. സമസ്ത പരമോനി മുഷാവറ ചേരാൻ തീരുമാനിച്ചു. മുഷാവറ ഡിസംബർ 1 വിളിച്ചു. 88 ഡിസംബർ 1 മുഷാവറ വിളിച്ചു. മുഷാവറിന്റെ നോട്ടീസ് ഇട്ടു. മുഷാവറ കൂടേണ്ട ദിവസം. മുഷാവറ യോഗം ചെയ്ത് എന്തെങ്കിലും തീരുമാനമെടുക്കുന്ന ഉറപ്പാണ്. അതില്ലാതെയാക്കാൻ ഇവർ സുന്നിയുടെ സംഘത്തിന്റെ യോഗം ചേർന്ന് സുന്നിയുടെ സംഘത്തിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞ ഒരാളെ നിർബന്ധിച്ച് ചുമതലയേൽപ്പിച്ച് ഒരു സാധുവിനെ കൊണ്ട് കോടതി കേസ് കൊടുപ്പിച്ചു. സമസ്തക്കെതിരെ ചരിത്രത്തിൽ ആദ്യം സമസ്തക്കെതിരെ കോടതിയിൽ കേസ്. കോടതിയിലെ കേസിൽ ഇയാൾ പറഞ്ഞത് 3 കാര്യമാണ് ഇയാൾ പറഞ്ഞത്. ഇപ്പോഴത്തെ സമസ്തയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയും നേരെ രീതിയിൽ വന്നവരല്ല. സംഘടനാ പ്രവർത്തനം ശരിയല്ല. 2, സമസ്തയുടെ പ്രവർത്തനം നിർത്തിവെക്കണം. 3, സമസ്തയുടെ പ്രവർത്തനം റിസീവറെ, അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണം. ഈ 3 കാര്യം അവർ പറഞ്ഞു. ഈ 3 കാര്യം ശരിയോ തെറ്റോ നിങ്ങൾ പറ. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദും ശംസുലുമയും സമസ്ത സെക്രട്ടറിയുമായത് നേരായ വഴിക്കല്ലേ? ആ വാദം ഇപ്പൊ അവർക്കുണ്ടോ? കോടതിയിൽ ഒരു വാദം. 2, ബഹുമാന സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ നേതാക്കളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കണ്ണിയത്തും ശംസുലുമയും വിശ്വാസമില്ല. പിന്നെ ആരില്ല വിശ്വാസം? 3 പറഞ്ഞത് റിസീവർ ഏൽപ്പിക്കണം, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ, അന്യ ബോർഡ് ഉദ്യോഗസ്ഥനെ. അപ്പൊ കണ്ണിയത്തിനേക്കാളും ശംസുലുമയേക്കാളും ഇവർക്ക് വിശ്വാസമാരാ? ആലോചിച്ച് നോക്കണം. ബിസ്മില്ലാഹിർ ഇതാ വരുന്നു. നിങ്ങളങ്ങ് വിജയിപ്പിച്ചാൽ മതി, ഞാൻ കൂടുതൽ പറയുന്നില്ല. കണ്ണിയത്തിനേക്കാളും ശംസുലുമയേക്കാളും ഇവർക്ക് വിശ്വാസമാരെയാ? ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ. ഇത് 3 ശരിയുണ്ടോ? നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. കുറ്റപ്പെടുത്താൻ ആലോചിച്ച് ശരി ഉണ്ടാവാറ്. കോടതിയില്ലേ? കോടതി കാഴ്ചയെത്തിയാൽ കോടതി വിൽക്കും. മുഷാവറ ചേരാൻ പാടില്ല, ഒറ്റ വിധിയാ. മുഷാവറ ചേരാൻ പാടില്ല എന്ന് വിധിച്ചപ്പോൾ ഈ വിധി പുറപ്പെടുവിക്കുന്നത് ഡിസംബർ 1 രാവിലെ 11 മണിക്ക് മുഷാവറ ചേരുന്നതിന് മുമ്പ് വിധി പുറത്തായി. യോഗം ചേരാൻ പിന്നെ പാടില്ല. ക്ഷണിക്കപ്പെട്ട ഉസ്താദുമാരൊക്കെ പിരിഞ്ഞുപോയി. കാസർഗോഡ് നിന്ന് ബാബുസിനായിട്ട് പുറപ്പെട്ട് കോഴിക്കോട്ട് തിരിഞ്ഞ് പിരിഞ്ഞു പോകല്ല നിവൃത്തിയില്ല. കണ്ണീർ ഉസ്താദ് പുറപ്പെട്ടിരുന്ന് വിട്ടു മടങ്ങി. അവസാനം കെ.ടി. മാനു മുസ്ലിയാരും ബഹുമാനപ്പെട്ട സി.എച്ച്. മുസ്ലിയാരും വീട് ചെന്ന് നോക്കോ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പൊട്ടി കരഞ്ഞു. കരഞ്ഞിട്ട് കണ്ണിയത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സമസ്തക്കെതിരെ കേസ് കൊടുത്തില്ലേ? ഇനി നമ്മളെങ്ങനെ ദീൻ, ജനങ്ങൾക്ക് എങ്ങനെ ദീൻ പറഞ്ഞു കൊടുക്കുക? കണ്ണിയത്ത് എനിക്കെന്താ കാരണം? 926 മുതൽ ഈ സമസ്തക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഹാന കണ്ണിയത്ത് ഉസ്താദ്. സുബൈ നിസ്കരിച്ചൊരു കടൻ ചായ കുടിച്ച് വാഴക്കാട്ടുന്ന് ചൂട്ടുകെട്ടി പുറപ്പെടും. മുഷാറ യോഗം കോഴിക്കോട്ട് നടക്കുന്ന ദിവസം ചൂട്ടുകെട്ടി സുബഹിന്റെ മുമ്പ് പുറപ്പെട്ടിട്ട് സുബഹി ആകുമ്പോൾ ഫറോക്കിലെത്തും.
സുഖത്തുനിന്ന് നിസ്കരിച്ചൊരു ചായ കുടിച്ചിട്ട് പിന്നെ നടക്കും കോഴിക്കോട്ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും നടന്നിട്ട് മുഷാവറ യോഗത്തിന് പോയിട്ട് 10 പൈസ കയ്യില്ലാത്ത കത്ത് കാല് തടമ്പിപ്പിച്ചുണ്ടാക്കിയതാ സമത്ത. 26 മുതൽ സമത്തയുടെ മെമ്പറാണ്. 989 വരെ സമത്തയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് ഒരാളും കോടതി പോയിട്ടില്ല. കണ്യത്തിന്റെ ജീവാദ്യമാണ് സമത്ത മുഷാവറ കോടതി സ്റ്റേ ചെയ്യുന്നത്. കരഞ്ഞു കണ്യത്ത്, പൊട്ടിക്കരഞ്ഞു നാമാൻ മുസ്ലിയാർ പറഞ്ഞു. ആ വേദനയുടെ കണ്ണുനീർ ഭൂമിയിൽ വീഴ്ത്തിയതായ പറ. എന്തിനെ സമത്തക്കെതിരെ കേസ് കൊടുത്തത്? അപ്പോഴാണ് മാനു മുസ്ലിയാരും ബഹുമാനപ്പെട്ട ഇദ്രീസ് മുസ്ലിയാരും ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദിനോട് പറഞ്ഞത്, ഉസ്താദെ, മുഷാവറ യോഗം ഔദ്യോഗികമായി ചേർന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്താൻ പാടില്ല എന്നേ കോടതി പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് യോഗം ചേർന്ന് ജനങ്ങളോട് സംസാരിക്കാൻ തടസ്സമില്ല, നമുക്ക് പൊതുയോഗം വിളിക്കാം. കോഴിക്കോട്ടൊരു വലിയ പൊതുയോഗം സംഘടിപ്പിച്ചു. ആ പൊതുയോഗത്തിൽ വെച്ച് കണ്യത്ത് ദ്വാരന്നിട്ട് പറഞ്ഞു, വേദന കൊണ്ട് പറഞ്ഞ സ്വത്തക്കെതിരെ കേസ് കൊടുത്തവർ അല്ലാഹു മുഖം കെടുത്തട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും ആമീൻ പറഞ്ഞു. ഇതങ്ങ് പറഞ്ഞതോടുകൂടി ഈ കേസ് കൊടുത്ത ആളുകൾക്ക് ഒരു വിഷമുണ്ടായി. അവർ പറഞ്ഞു, കണ്യത്തിന് ഇപ്പൊ ബുദ്ധിശീല അത്തും വിത്തുമാണ്, ആ പറഞ്ഞത് ആരോ പറഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഉടനെ തന്നെ മലപ്പുറത്തൊരു യോഗം സംഘടിപ്പിച്ചു. മലപ്പുറത്തെ യോഗത്തിൽ വെച്ച് കണ്യത്ത് പ്രസംഗിച്ചു. ഞാൻ കോഴിക്കോട്ട് വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആരോ അതെനിക്ക് പറഞ്ഞു തന്നതാണെന്ന് പറഞ്ഞത് ശരിയല്ല, ഞാൻ തന്നെ പറഞ്ഞതാണ്. എനിക്ക് അത്തും വിത്തുമില്ല, പറഞ്ഞവർക്കാണ് അത്തും വിത്തും. സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ, അവരെ അവരുടെ അഹുലാരെയും അള്ളാഹു ഖൈറിലാക്കാതിരിക്കട്ടെ. അപ്പോഴും ആമീൻ പറഞ്ഞു. എന്തേ സംഭവിച്ചത്? ഒന്നും വേണ്ട, നമ്മൾ വെളിപ്പാടകലെ കേസ് കൊടുക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട സാധു മനുഷ്യൻ ജീവിച്ചത് അവിടെയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്ത് കൊടുക്കുമാറാവട്ടെ. അബദ്ധം പറ്റിപ്പോയി അയാളെ കയ്യിൽ. അയാൾക്ക് പറ്റിയല്ലോ ആദ്യത്തെ മുഖം കടൽ. മരിച്ചൊരു മനുഷ്യനെ കുറിച്ച് ആ കാര്യങ്ങൾ ജനങ്ങളെ മോശപ്പെടുത്തി പറയാൻ പാടില്ല. പക്ഷെ ഞാൻ മോശപ്പെടുത്തിയല്ല പറയുന്നത്, പേടിപ്പിക്കാൻ വേണ്ടി പറയാം. നമ്മൾ പേടിക്കണം അത്തരം സംഘടനയോട് കളിക്കുമ്പോൾ. ആ സാധുവായ മനുഷ്യൻ അയാൾ തന്റെ വീട്ടിൽ മരിച്ചു കിടന്നിരുന്ന രംഗം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് പോയി അന്വേഷിക്കുകയാണ്. സമസ്തക്കെതിരെ കേസ് കൊടുക്കാൻ വിധിക്കപ്പെട്ട പാവം മനുഷ്യൻ, ആ പണ്ഡിതൻ എങ്ങനെയാണ് മരിച്ചു കിടന്നിരുന്ന രംഗം എന്ന് വീട്ടിൽ പോയിട്ട് പരിസരവാസികളോട് ആ നാട്ടുകാരോട് അന്വേഷിച്ചു വരുമ്പോ നിങ്ങൾ ഞെട്ടിപ്പോവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്ത് കൊടുക്കുമാറാവട്ടെ. സമസ്ത എന്ന് പറയുന്ന വലിയ സംഘടനയെ കോടതി കയറ്റിയപ്പോ പച്ചറപ്പുത്ത ചെറിയൊരു പാഠമാണ്. നമുക്കത് സന്തോഷം ഉണ്ടായതുകൊണ്ട് പറയല. പക്ഷെ അങ്ങനെ സംഭവിച്ചു എന്ന് നിഷേധിക്കാൻ കഴിയില്ല. ഇനി നിഷേധിച്ചിട്ട് മുഴുവൻ പറയിപ്പിക്കുകയും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം അബദ്ധത്തിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാവട്ടെ. കണ്യത്തിന്റെ പ്രാർത്ഥന ജനം ഏറ്റെടുത്തു, അള്ളാഹു ഏറ്റെടുത്തു. അതിനുശേഷം സമസ്ത കേരള ജമിയത്തുലമ കേസ് നടത്തി ശംസുലമ ശരിക്കുള്ള മിനിറ്റ്സ് കൊണ്ട് കൊടുത്തു കോടതിയിൽ. ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പൊക്കെ യഥാവിധി തന്നെ. ഞങ്ങൾ ഈ സംഘടന നേരാവണ്ണമാണ് നയിച്ചത്. കോടതി സ്റ്റേ വെക്കേറ്റ് ചെയ്തു. നിങ്ങൾക്ക് യോഗം ചേരാമെന്ന് കോടതി പറഞ്ഞു. കോടതി യോഗം ചേരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ജനുവരിയായി. ഡിസംബർ മാസം കേസ് നടത്തി ജനുവരിയായി. അങ്ങനെ 1989 ജനുവരി വന്നു. 89 ജനുവരി 16 മുഷറ വീണ്ടും കൂടി. കോടതി നടപടിക്രമം പൂർത്തീകരിച്ച് മുഷാവറ കൂടി. 89 ജനുവരി മാസം 16 തീയതി കൂടി സമത്തയുടെ മുഷാവറയിൽ വെച്ച് ചർച്ച. സമത്തക്കെതിരെ കേസ് കൊടുക്കുകയും സമത്തയുടെ ഓഫീസിൽ വെച്ച് മുദ്രാവാക്യം വിളിച്ച് കുഴപ്പമുണ്ടാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇപ്പൊ വലിയ ടെൻഷനുള്ള സമയമാണ്. ഈ സമയത്ത് എറണാകുളത്തൊരു സമ്മേളനം നടത്തിയാൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഒരു സമ്മേളനവും ഇപ്പാണ്. ഇപ്പോൾ നമ്മളൊരു സമ്മേളനം നടത്തിയാൽ അത് വലിയ അപകടമാവും. അതുകൊണ്ട് തൽക്കാലം ഒരു സമ്മേളനവും ഇപ്പൊ വേണ്ട തീരുമാനിച്ചു. എല്ലാവരും അത് അംഗീകരിച്ചു. ഇപ്പൊ സമ്മേളനം നടത്തിയ സമുദായത്തിൽ ഒരു കുഴപ്പമുണ്ടാവും, അതുകൊണ്ട് വേണ്ട. സമത്വക്കെതിരെ കേസ് കൊടുത്ത ചർച്ച ഒരു ഭാഗത്ത്, ഓഫീസിൽ വെച്ച് ഉസ്താദുമാരെ കയ്യേറാൻ വേണ്ടി മുദ്രാവാക്യം വിളി പോലീസ് വന്ന ചർച്ച ഒരു ഭാഗത്ത്. ഇങ്ങനെ ചേരി തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സമ്മേളനം വേണമെന്നുള്ള നല്ല തീരുമാനമല്ലേ? എല്ലാവരും അംഗീകരിച്ച് ഒപ്പിട്ട് ഐക്യകണ്ഠേന പിരിഞ്ഞു. എറണാകുളത്ത് സമ്മേളനം വേണ്ട എന്നാണ് സത്ത മുഷാവറയുടെ 989 ജനുവരി 16 പൂർണ്ണ മുഷാവറ തീരുമാനം. അല്ല എന്ന് ആര് വാദിച്ചാലും മിനിറ്റ്സ് ചേളാരിയിലുണ്ട്, വ്യക്തമാണ്. കലശക്രം കറങ്ങി. ഇവർ സമ്മേളനം നടത്തി. സമ്മേളനം നടത്തിയപ്പോൾ സമ്മേളനം ഒരു ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു. അത് ഏറ്റെടുത്ത കുറച്ച് ആൾക്കാരുടെ നര പാണക്കാട് കുടുംബത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തോട് വിരോധമുള്ള കുറച്ച് ആൾക്കാർ ഇത് ഏറ്റെടുത്തിരുന്നു. കാരണം ഇവരെ പിടികൂടിയാൽ ആ രാഷ്ട്രീയ പാർട്ടി എതിർക്കാന്ന് ഇവർക്ക് തോന്നിയിരുന്നു. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ ഏറ്റെടുത്ത് നടത്തും, എല്ലാ സഹായവും ചെയ്തു തരാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ഇത്രത്തോളം ഞങ്ങളെ കൂടെ നിർത്തിയിട്ട് ഇനി സമ്മേളനത്തിന്റെ ഭാരം വയ്ക്കാൻ പാടില്ല എന്ന് ഇദ്ദേഹത്തോട് പറയുകയും ചെയ്തപ്പോ മുഷാവറയിൽ പങ്കെടുത്ത് യോഗം മാറ്റിവെക്കാൻ ഒപ്പിട്ട ഇദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പരസ്യമായി പറഞ്ഞെന്താ, മുഷാവറ വിലക്കിയാലും സമ്മേളനം നടത്തുന്നു പറഞ്ഞു. മുഷാവറ വിലക്കിയാലും സമ്മേളനം നടത്തുന്ന പരസ്യമായി പ്രഖ്യാപിച്ചു. മുഷാവറയുടെ ജോയിന്റ് സെക്രട്ടറി മുഷാവറക്ക് പുറത്തിറങ്ങിയിട്ട് മുഷാവറ വിലക്കിയാലും സമ്മേളനം നടത്തുന്നു പറയാൻ പാടുണ്ടോ? ഇവിടുത്തെ പള്ളി കമ്മിറ്റിയിലെ ഒരു മെമ്പർ പള്ളി കമ്മിറ്റിയിൽ തീരുമാനത്തിൽ പുറത്തിറങ്ങിയിട്ട് പള്ളി കമ്മിറ്റി എന്ത് തീരുമാനിച്ചാലും ഞാൻ കണ്ട പോലെ ഞാൻ ചെയ്യുന്നു പറയാൻ പാടുണ്ടോ? അത് അച്ചടക്കമാണോ അച്ചടക്ക ലംഘനമാണോ എന്ന് ആലോചിക്കും.
അദ്ദേഹം പരസ്യമായി പത്രക്കാരോട് പറഞ്ഞു മുഷാവറ വിലക്കിയാലും സമ്മേളനം നടത്തും. അത് പ്രസ്താവിച്ചു. മലയാള മനോരമയിൽ ആ വാർത്ത വന്ന കോപ്പി എന്റെ കയ്യിലുണ്ട്. നടത്തി സമ്മേളനം. നടത്തിയപ്പോൾ 6 മുഷാവറ മെമ്പർമാർ അതിൽ പങ്കെടുത്തു. ആ 6 മുഷാവറ മെമ്പർമാരും കഴിഞ്ഞ യോഗത്തിൽ പങ്കെടുത്ത് സമ്മേളനം നടത്തണ്ടെന്ന് ഒപ്പിട്ട ആൾക്കാരാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത 6 പേരെ സമസ്ത നോട്ട് ചെയ്തു. അങ്ങനെ സമ്മേളനം കഴിഞ്ഞതിന്റെ ശേഷം 1989 ഫെബ്രുവരി 18 മുഷാവറ വിളിച്ചു. ഫെബ്രുവരി 18 മുഷാവറ വിളിച്ച് മുഷാവറയിൽ തീരുമാനമെടുത്തു. കഴിഞ്ഞ യോഗം തീരുമാനിച്ചു എറണാകുളത്ത് സമ്മേളനം നടത്തേണ്ടതില്ല. ആ തീരുമാനം ധിക്കരിച്ച് അവിടെ പങ്കെടുത്ത 6 പേരുണ്ട്. അവർ ഇന്ന ആളുകളാണ്. ആ 6 പേരെ മുഷാവറിൽ നിന്ന് പുറത്താക്കുന്നു. പുറത്താക്കൽ. ഈ പുറത്താക്കൽ സമത്വ ചെയ്ത് തെറ്റോ ശരിയോ? തോട്ടക്കാട്ട പള്ളി കമ്മിറ്റി ഒരു തീരുമാനമിട്ടു. ആ തീരുമാനത്തിന് വിരുദ്ധമായി ചില ആളുകൾ നീങ്ങുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവരെ വിളിച്ചിരുത്തി. രണ്ടാമതും കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു ഈ തീരുമാനം ധിക്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയിട്ട് അവർ ധിക്കരിച്ചു. ധിക്കരിച്ച പിന്നെ കമ്മിറ്റി കൂടിയിട്ട് അവരെ പുറത്താക്കൂലേ, അല്ലെങ്കിൽ നടപടി എടുക്കൂലേ? ഇത് മാത്രമേ സമത്വ ചെയ്തുള്ളൂ. 6 പേരെ സമത്വയുടെ മുഷാവറ സ്ഥാനത്ത് പുറത്താക്കി. എന്നാൽ ജനറൽ ബോഡി മെമ്പർ സ്ഥാനം നിലനിർത്തി. വേണമെങ്കിൽ തിരിച്ചു വരാം. ഇവർ പുറത്താക്കിയപ്പോൾ എന്താ ചെയ്യേണ്ടത്? 2-3 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സമ്മേളനം നടത്തണ്ടെന്നാണ് സമത്വ പറഞ്ഞത്. അല്ല, ഭിന്നിപ്പുണ്ടാകുന്നോണ്ടാണ്. ഐക്യത്തിന് വേണ്ടി കേരളത്തിൽ നിലകൊണ്ട് മഹാവ്യക്തമാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. തീരുമാനമെടുത്തതിന്റെ പിറ്റേ ദിവസം തങ്ങൾ പത്രത്തിൽ കൊടുത്തു എറണാകുളത്തേക്കാരും പോകണ്ട. തങ്ങൾ അങ്ങനെ പറയാൻ കാരണം, ശിഹാബ് തങ്ങൾ അത് പറയാൻ കാരണം, ശിഹാബ് തങ്ങൾ പറഞ്ഞു കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു സംഗതിക്ക് പോകണ്ടാണ്. ഭിന്നിപ്പുണ്ടാകും എന്നതുകൊണ്ട് പോകണ്ട. അതാ തങ്ങൾ പറഞ്ഞത്. തങ്ങൾ അന്ന് പറഞ്ഞ തെറ്റാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എന്നാൽ തങ്ങൾ അത്ര ബുദ്ധി വിവേകവും നമുക്കില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. തങ്ങളെ തിരുത്താൻ മാത്രമൊന്നും നമ്മൾ ആരും വലുപ്പ് കയറിയിട്ടില്ല. പാണക്കാട്ടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആലോചിച്ച ഒരു കാര്യം പറയും. ഒന്നാം റസൂലിന്റെ പേരക്കുട്ടി എടുത്ത തീരുമാനം പഴക്കാത്ത മനുഷ്യനാണത്. അദ്ദേഹം പറഞ്ഞു എറണാകുളത്തേക്ക് പോകേണ്ട കാലത്ത് പോയ ഭിന്നിപ്പുണ്ടാകുന്ന ഉറപ്പാ. അത് നടത്തുന്നത് മുസ്ലിം വിദ്ധരാണ്. അത് ചട്ടുകങ്ങളായിക്കോട്ടെ പണ്ഡിത വേഷധാരി പാവങ്ങൾ കുടുങ്ങിക്കൊടുത്തതാണ്. സുന്നത്യമായിട്ട് അവർ തെറ്റിദ്ധരിച്ചു പോയ സാധുക്കൾ. അവരെ കുറ്റപ്പെടുത്തിയ കാര്യം കുറച്ച് കുട്ടികൾ സുന്നത്യമായിട്ട് അവിടെയാണ് തെറ്റിദ്ധരിച്ചു പോയി. ഉറക്ക സുന്നത്യമായിട്ട് പ്രസംഗിക്കുമ്പോൾ അവിടെ ഉള്ളത് തോന്നിപ്പോവാണ്. മറ്റവരൊക്കെ രാഷ്ട്രീയക്കാരെന്നൊരു പ്രചരണം നടത്തുകയാണ്. ആ രീതിയിൽ അബദ്ധവശാൽ ചിലരത് പോയി സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ സമത്വ നടപടിയെടുത്തു. തെറ്റാണോ? നിങ്ങൾ പറ. പോകണ്ടെന്ന് നേരത്തെ മുഷാവറ പറയാം. ധിക്കരിച്ചു പോവുക, പോയവർക്ക് നടപടി എടുക്കണ്ടേ? പിന്നെ എന്ത് സംഘടന ഇത്? മാത്രമല്ല, ആരാ നടപടി എടുത്തത്? ഒന്ന് ശംസുലുമ, ഒന്ന് കണ്ണിയത്ത്. ശംസുലയും കണ്ണീറുമാരെ അവരെ 6 പേരെ പുറത്താക്കിയപ്പോ ആ 6 ആളുകളും ഈ 2 പേര് തുല്യമല്ലല്ലോ. കണ്ണിയത്ത് സാഹിബ് തുല്യമായി 40 അംഗ മുഷാവറ ആരാണുള്ളത്? മുല്ലക്കോയത്തങ്ങൾ സമത്വ രൂപീകരിക്കുന്നവരെ തലപ്പത്തുള്ള ആളാ കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദുകളെ പുറത്താക്കിയ പിന്നെ മുണ്ടണോ? മാത്രമല്ല, ഈ പുറത്താക്കപ്പെട്ട 6 പേരോടും ഈ 2 പേർക്ക് ഒരു കടപ്പാടുമില്ല. നേരെ മറിച്ച് ഈ 6 ആൾക്കും തിരിച്ച് ഇവർ 2 പേരും ഒന്നുകിൽ ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദ്. പുറത്താക്കിയ കണ്ണിയത്ത് ഉസ്താദിനോ ശംസുലമക്കോ ഇവരിൽ ആരും ഉസ്താദ്മാരല്ല. മുഴുവൻ ശിഷ്യന്മാരല്ലേ ശിഷ്യന്മാർ. ഈ ഉസ്താദുമാര് പുറത്താക്കിയ ശിഷ്യന്മാരെന്താ ചെയ്യേണ്ടത്? ശിഷ്യന്മാർ ചെന്ന് മാപ്പ് പറഞ്ഞു കയറണം. ഈ നാട്ടിലെ മദ്രസ എന്നൊരു കുട്ടിയെ ഉസ്താദ് പുറത്താക്കി, ഗുരുത്തക്കേട് കളിച്ചിട്ട് പുറത്താക്കി. കുട്ടി എന്ത് ചെയ്യാൻ? ബാപ്പാനെ കൊണ്ടുവന്ന് മദ്യം പറഞ്ഞ് കയറണം, അല്ലെങ്കിൽ കുട്ടി മാപ്പ് പറയണം. നേരെ മറിച്ച് ആ കുട്ടി മുറ്റത്തേക്ക് നോക്കുമ്പോൾ മുറ്റം കുറച്ച് വിശാലമാണ് എന്ന് മനസ്സിലാക്കിയ ഉസ്താദ് ഇവിടുന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല. മുറ്റത്തൊരു കുറ്റിപ്പുറം വെച്ചിട്ട് പുതിയ മദ്രസ ഉണ്ടാക്കി പ്രിൻസിപ്പാളാവുന്നുണ്ട്. ഏതാണ് ദീന്? ഇവർ ചെയ്ത പണി 6 ആൾ പുറത്തിറക്കി എന്ത് ചെയ്തു? 6 യോഗം ചേർന്ന് 34 അങ്ങോട്ട് പുറത്താക്കി. 34 ഉസ്താദ്മാരടക്കമുള്ള ആൾക്കാരെ അങ്ങോട്ട് പുറത്താക്കി. എന്ന് അവർ യോഗം ചേർന്നിട്ട് കോഴിക്കോട് അഡ്വക്കേറ്റ് അരവിന്ദ് അശമേനോട് അടുത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സമത്വ കേരള ജമിയത്തുലമ രൂപീകരിക്കണം. അരവിന്ദ് അശമേനൻ അവരോട് പറഞ്ഞു മുഷാവറയുടെ ഭരണഘടന വേണം. ഭരണഘടന കൊടുത്തു. സമത്വ മുഷാവറയുടെ ഭരണഘടനയിൽ മുഷാവറയുടെ യോഗം ചേരണമെങ്കിൽ മിനിമം 10 ആൾ വേണം. 40 അംഗമാണ് മുഷാവറ. അതിൽ 10 ആളുണ്ടെങ്കിൽ കോടതിയുള്ളൂ. 9 യോഗം ചെയ്യാൻ പറ്റില്ല. വക്കീല് പറഞ്ഞു നിങ്ങളെ ഭരണഘടന അനുസരിച്ച് നിങ്ങൾ 6 പേരേ ഉള്ളൂ. 6 പേർക്ക് സമത്വയുടെ മുഷാവറയുടെ യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോടതി വിജയിക്കൂല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. വക്കീലൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. നിങ്ങളൊരു സംഘടന ആക്കുക, അതിന് സമത്വാന്ന് പേരിടുക, എന്നിട്ട് ജനങ്ങൾക്കിടയിൽ അങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുക. വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ, ഒരു ആശയക്കുഴപ്പം ജനങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിരുന്ന മഹലിൽ ആ വക്കീൽ ബുദ്ധിയാണ്. അങ്ങനെ അവർ സമത്വ കേരള ജമിയത്തുലമ എന്ന പേരിട്ട് പുതിയൊരു സംഘടന രൂപീകരിച്ചു. ഏതാ സംഘടന? അവരാരെയാ പ്രസിഡന്റാക്കിയത്? പ്രസിഡന്റാക്കിയ വ്യക്തിയെ കുറിച്ച് നമുക്കൊരു അഭിപ്രായമില്ല, സയ്യിദാണ്. പക്ഷെ ആ പ്രസിഡന്റ് ആരാ? അവർ പ്രസിഡന്റാക്കിയ ആളാരാ? കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുലമയുടെയും സമത്വ കേരള ജമിയത്തുലമ ഇവിടെ ഉള്ളപ്പോ
കണ്ണിയത്ത് ജീവിച്ചിരിക്കുമ്പോൾ ശംസുമ ജീവിച്ചിരിക്കുമ്പോൾ അവർ പ്രസിഡന്റ് ആക്കി പറയാ ശംസുൽ ഉലമയുടെ ദർസിൽ 4 കൊല്ലം ഓതി പഠിച്ച മുത്താലിമാണ്. ശംസുലമയുടെ ദർസിൽ 4 കൊല്ലം ഓതി പഠിച്ചാളാ മറുഭാഗത്ത് പ്രസിഡന്റായിട്ട് പാടുണ്ടോ? എന്റെ ഗുരുനാഥനെതിരെ ഞാൻ മത്സരിക്കാൻ പാടുണ്ടോ? രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലോ ആണെങ്കിൽ ജനസെക്രട്ടറിയായതാരാ? ജനസെക്രട്ടറിയായത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ശിഷ്യന്റെ ശിഷ്യൻ KK അബൂബക്കർ സദഫിന്റെ ശിഷ്യൻ. ശരിയുണ്ടോ? ഒന്ന് ആലോചിച്ചിട്ട് പറയും. ശരിയായില്ല നമ്മളെ അഭിപ്രായം. ആ രീതി ശരിയായില്ല. ഇവർ ചെയ്യരുത്. ഉസ്താദുമാരോട് മാപ്പ് പരമായിരുന്നു. എന്നാൽ ഉസ്താദുമാർ തിരിച്ചുക്കുമായിരുന്നു. ഇവർ വേറെ സംഘടന ഉണ്ടാക്കി പ്രവർത്തനം ആരംഭിച്ചു. അന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയോട് ഞങ്ങൾ പറഞ്ഞു, ഇവരും സമസ്ത എന്ന് പറഞ്ഞാലുള്ള പ്രവർത്തി. ഇപ്പൊ അവർ ശംസുലമയുടെ ആളാണ്, കണ്ണിയത്തിന്റെ ആളാണ്. കണ്ണിയത്തിനെ ശംസുലമയുടെ എത്ര അവർ വേദനിപ്പിച്ചത്. കണ്ണിയത്തിന് അത്തുമുത്തുമാണെന്ന് പറഞ്ഞ ആൾക്കാർ. ഇവരോട് ചോദിച്ചാൽ മതി, നിങ്ങൾ കണ്ണിയത്തിന്റെ ആളാണെങ്കിൽ കണ്ണിയത്ത് ഉസ്താദ് 93-ലാണ് മരിക്കുന്നത്, 89 തന്നെ നിങ്ങൾ പുതിയ പ്രസിഡന്റ് സമത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാ? കണ്ണിയത്ത് ജീവിച്ചിരിക്കുമ്പോൾ വേദിച്ചില്ല എന്ന് ചോദിച്ചാൽ അപ്പം മിണ്ടൂല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശംസുലമ 2 മഹാന്മാർ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇവരെ പണി ചെയ്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കാം. വേദനാജനകമാണ് സംഗതി. ആ 2 മഹത്തുക്കൾ ജീവിച്ചിരിക്കെ ഈ ചെയ്ത പ്രവർത്തനത്തിന്റെ പരിണിത ഫലം എന്തായി? നമ്മൾ ശംസുലമയോട് പറഞ്ഞു, അവരിങ്ങനെ സമത്ത എന്ന് പറയുമ്പോൾ മഹല്ലുകളിലൊക്കെ പ്രശ്നമാണ്. എല്ലാ മദ്രസയിലും പ്രശ്നം, എല്ലാ പള്ളിയിലും പ്രശ്നം. നേരെ മറിച്ച് പഴയ പോലെ പണ്ട് സമത്തയിൽ ഭിന്നിപ്പുണ്ടായി മൈക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ? ബഹുമാനപ്പെട്ട സദഖത്തുൽ വസ്വാ പറഞ്ഞ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ സംഘടനക്കൊപ്പം തീരുമാനമെടുത്ത് രാജിച്ച് പുറത്തു പോയി. അദ്ദേഹം സംസ്ഥാന കേരള ജമിയത്തിലും ഉണ്ടാക്കി. വേറെ പേരില്ല. സമത്തയുടെ സ്വത്ത് വാക്കൊന്നും അവകാശവാദം ഉന്നയിച്ചില്ല. അവർ വേറെ പോയി. ഒരു കുഴപ്പമുണ്ടായില്ല. അതിന്റെ പേരിൽ ഇവിടെ മഹല്ലത്തിൽ അടിയോ പിടിയോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അതിന്റെ മുമ്പ് അഖില കേരള ജമിയത്തിലും ഉണ്ടായി. സഭ കേരള ജമിയത്തിലും ബിലി ജമാഅത്തെ കുറിച്ച് തീരുമാനമെടുത്തപ്പോൾ ഇവർ ബിലിന്റെ ഒപ്പം നിന്നു. എന്നിട്ട് അവര് വേറെ പോയി അഖില കേരള ജമിയത്തിലുമെന്നാ പേരിട്ടത്. അന്നും ഒരു കുഴപ്പമുണ്ടായില്ല. കാരണം പേ വേറെ, അവരെ പന്താവ് വേറെ. ഇവർ ചെയ്ത പണി സമസ്ത എന്നുള്ള അതേ പേര് സ്വീകരിച്ച് അവകാശവാദം ഉന്നയിക്കാനാവുന്നത്. അവകാശവാദം ഉന്നയിക്കാൻ വന്നപ്പോൾ ശംസുലമയോട് നമ്മൾ പറഞ്ഞു, ഈ പേര് അവർ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. ശൈഖുന ശംസുല പറഞ്ഞു, കേസ് കൊടുത്തിട്ട് ഫലമില്ല. കാരണം സുപ്രീം കോടതി വരെ ഒരു കേസ് എത്തിയാൽ ലക്ഷക്കണക്കിന് രൂപ അതിന് ചെലവാകും. ലക്ഷക്കണക്കിന് രൂപ ചെലവായാൽ അവസാനം എന്താ ഉണ്ടാവുക? ആ പേരിന്റെ കൂടെ ചെറിയൊരു പൊട്ട് പേര് വേറെന്തെങ്കിലും ചിട്ടാൽ അത് ഉപയോഗിക്കാൻ പറ്റും. ഞങ്ങൾക്ക് മനസ്സിലായില്ല. ശൈഖുന പറഞ്ഞു, എടോ സമസ്ത എന്നതിന്റെ കൂടെ വേറെന്തെങ്കിലും ചെറിയൊരു പേര് ചേർത്തൊന്ന് മാറ്റിയാൽ മതി. കോടതിയിൽ നിന്ന് വിരി വരും, സഭ കേരള ജമിയത്തിലും ഉപയോഗിക്കാൻ പാടില്ല. അവർ വേറെന്തെങ്കിലും ചെറിയ പേര് കൂട്ടിച്ചേർത്ത ഉപയോഗിക്കാം. ഉദാഹരണമായി ശൈഖുന പറഞ്ഞു, സമസ്ത കേരള നായർ മഹാസഭ കേരളത്തിലെ സംഘടനയിൽ നായന്മാർക്കുണ്ട് സമസ്ത എന്നതുപോലെ സംഗതി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അവർ സമസ്ത കേരള സുന്നി ജമിയത്തുലമ രജിസ്റ്റർ ചെയ്തു. അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ട് സമസ്ത കേരള സുന്നി ജമിയത്തുലമ. അതിന്റെ തെളിവ് നമ്മളെയും വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയ്ക്ക് കടപ്പാട് അതിനോടൊന്ന് വ്യക്തമായി എഴുതിയ ഭരണഘടന പകർപ്പ് കയ്യിലുണ്ട്. വിവരാവകാശപ്രകാരം പകർത്തി അവർ സുന്നി ജമിയത്തുലമ രജിസ്റ്റർ ചെയ്തു. നമ്മളിപ്പോഴും വേറെ സംഘടന രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവർക്ക് സുന്നി ജമിയത്തുണ്ട്. പിന്നെ പ്രസിഡന്റാണ് സെക്രട്ടറി ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിനെ കുറിച്ച് ശൈഖുന ഒരു തമാശ പറഞ്ഞു ഞങ്ങളോട്. ഏടോ അവർ സമസ്തയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ പറഞ്ഞ് നടന്നോട്ടെ, അതിനൊന്നും നിങ്ങൾ ബേജാറ്. ശൈഖുന ശംസുലമ എന്നൊരു തമാശ കഥ പറഞ്ഞു. പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുതിരവട്ടത്ത് ആശുപത്രി സന്ദർശിക്കാൻ വന്ന രോഗികളെ, മാനസിക രോഗികളെ ആശുപത്രിയിലെ കുതിരവട്ടത്ത് നെഹ്റു അവിടെ വന്ന് വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ സൃഷ്ടിച്ചപ്പോ ഓരോ സെല്ലിലുള്ള രോഗികളെ ഇങ്ങനെ കണ്ടു നടക്കുക. അവർ രോഗികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് നെഹ്റു ആണ് ഇന്ത്യ പ്രധാനമന്ത്രിയാണ്. മാനസിക രോഗികളല്ലേ, ചിലർ ചിരിച്ചു, ചിലർ കരുക്കും. നെഹ്റു ഏതാണ്ടൊക്കെ സുഖപ്പെട്ട ഒരു സെല്ലിലെ രോഗികൾക്ക് പരിചയപ്പെടുത്തി അവർ സുഖമായിട്ട് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അവർ വിദ്യാഭ്യാസത്തിൽ 1-2 ആൾക്കാരോട് പറഞ്ഞത് നെഹ്റു ആണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന്. അപ്പൊ അത്യാവശ്യം വിദ്യാഭ്യാസത്തിന്റെ ചെറുപ്പക്കാരൻ നവംബർ അതിവിടെ വരുമ്പോ അങ്ങനെയൊക്കെ തന്നെ പറയാം, ഞങ്ങളും പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ വന്നത് കോമേഴ്സ് സ്കൂളിൽ നിന്നാണ്. അത്രേ ഉള്ളൂ. ബഹുമാനം ശൈഖുന ശംസുൽ എന്ന് പറഞ്ഞൊരു ഉദാഹരണമാണ്. അങ്ങനെ പറഞ്ഞു നടന്നു കൊള്ളട്ടെ, നിങ്ങൾ ഇടപെടണ്ടാറുമാണ്. ആ രീതിയിൽ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോരുന്ന സമയത്ത് ഇവർ മദ്രസകളിലും പള്ളിയും കയറി അവകാശവാദം ഉന്നയിച്ചു. ആദ്യം ഇവർ ചെയ്ത പണി എന്താ? സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പാഠപുസ്തകം അത് ശിവകാശിയിൽ കൊണ്ടുപോയി അറിയാതെ പ്രിന്റ് ചെയ്തു. ആ പാഠപുസ്തകം പ്രിന്റ് ചെയ്തപ്പോൾ അത് പിടികൂടി കോടതിയിൽ കൊണ്ട് കേസായി. കേസിൽ ഇവരെ കോടതി നന്നായി വിമർശിച്ചു. ഈ പാഠപുസ്തകം നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ അവകാശമില്ല എന്ന് കോടതി വ്യക്തമായി. ഇത് വിദ്യാഭ്യാസ ബോർഡിന്റേതാണ്, വിദ്യാഭ്യാസ ബോർഡാണ് സമസ്തയുടെ അവകാശി എന്ന് വ്യക്തമായി പറഞ്ഞു. ആ വിധിപ്പകർപ്പ് ഇപ്പോഴും നമ്മൾ കണ്ടു. അവർ സംബന്ധിച്ചൊരു സംഘടന എന്ന് അവകാശപ്പെടാൻ പറ്റാത്ത വിധമാണ് കോടതിയിൽ അവധി വന്നത്. അതിനുശേഷം സുപ്രീം കോടതി വരെ പോയിട്ടും അവർക്ക് രക്ഷയില്ല. സമസ്ത എന്ന പേർ ഔദ്യോഗികമായി ഉപയോഗിക്കാൻ അവർക്ക് കോടതിയിൽ നിന്ന് അനുമതിയില്ല. കാരണം കോഴിക്കോട്ട് അപ്പർ രജിസ്ട്രാർ അവരോട് വ്യക്തമായി ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയും അതിന് രജിസ്ട്രാർ കൊടുത്ത മറുപടിയും വളരെ വ്യക്തമായി മുമ്പിലുണ്ട്. ആവശ്യമുള്ള രേഖ ഹാജരാക്കേണ്ടി വന്നാൽ നമുക്ക് അവരോട് കാണിക്കാം. തെളിവില്ലാത്തൊരു കാര്യവും നമ്മൾ പറയുന്നില്ല. ചുരുക്ക സമസ്ത കേരള ജമിയത്തുലമ എന്ന പേരിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നവർ കണ്ണിയത്ത് ഉസ്താദും ശംസുലമയും സമസ്തയിൽ നിന്ന് പുറത്തെ ആളുകളാണ്.
ഇവര് പുറത്താക്കിയതിന്റെ ശേഷം ഈ സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ സമുദായത്തിൽ ഇവരെ കൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. തരക്കേടില്ല, അവരൊരു സംഘം വേറെ പ്രവർത്തിച്ച് വേറെ മദ്രസകൾ ഉണ്ടാക്കി വേറിട്ട് കാര്യങ്ങൾ നടത്തുന്നതിൽ ആരും അതിനെതിരല്ലോ. എത്ര സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ തറാവീഹിന്റെ എണ്ണത്തിലോ ജുമയുടെ ഭാഷയിലോ സ്ത്രീ പള്ളിപ്രവേശനത്തിലോ ഒരു തർക്കവും നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചേരിതിരിഞ്ഞു നിൽക്കുന്നത്? ജനങ്ങളെ വഞ്ചിച്ചതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരിൽ ഒരു മുടി കൊണ്ടുവന്ന് ജനങ്ങളെ പരിചയപ്പെടുത്തി. ആ ഒറ്റ ഉദാഹരണം അവസാനത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ആ മുടി കൊണ്ടുവന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് പരസ്യമായി പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുടിയാണെന്ന്. തെളിവ് ചോദിച്ചപ്പോൾ യാതൊരു തെളിവും അവർക്ക് കൊടുക്കാനില്ല. അത് തെളിയിക്കാൻ വേണ്ടി എന്തൊക്കെ മലക്കം മറിച്ചിൽ ഉണ്ടായി എന്ന് നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടില്ലേ? അന്തസ്സോ അഭിമാനമോ സത്യബോധമോ ഉള്ള ഒരാൾക്ക് അതിന്റെ കൂടെ നിൽക്കാൻ കഴിയുമോ? വെറും സംഘടനാപരമായ പക്ഷപാതിത്വം എന്തിനാ നമ്മൾ കാണിക്കുന്നത് ദീനിന്റെ വിഷയത്തിൽ? അത് കൊണ്ടുവന്ന് പരസ്യമായി ഇവർ കൈമാറിയ ചടങ്ങിൽ വെച്ച് വായിച്ചത് ഒരു പരമ്പരയാണ്. അതൊരു വ്യക്തിയുടെ കുടുംബ പരമ്പരയാണ്. അത് വ്യക്തിയുടെ കുടുംബ പരമ്പരയാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു സനദാണ്, കുടുംബ പരമ്പര അല്ല എന്ന് പറഞ്ഞു. അത് കുടുംബ പരമ്പരയാണെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞു കുടുംബ പരമ്പര. സമ്മതിച്ചു. കാരണം സ്ക്രീനിൽ ഇത് ശരിക്കും കിട്ടുമല്ലോ, ക്ലിപ്പിംഗ് കിട്ടുമല്ലോ. അത് കുടുംബ പരമ്പരയാണെന്ന് സമ്മതിച്ചപ്പോ എവിടെയൊക്കെ സനദ് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു. സനദ് ഞങ്ങളെ കൈവശമുണ്ട്, വന്നാ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അടിയന്തരമായി സനദ് നിർമ്മിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തി. ആ സനദ് നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയ ആള് സ്ഥലപ്പെട്ടു. ഒരാളിങ്ങോട്ട് രാജിവെച്ചു പോകും, മലയമ്മ സഖാഫി. മറ്റൊന്ന് വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അയാൾ അതിന്റെ സത്യം തുറന്നു പറഞ്ഞത് ക്ലിപ്പിങ്ങിലൂടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അയാളോട് ജിസാൻ എന്ന് പറയുന്ന അവരുടെ ജിഷാൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കള്ളത്തരത്തിൽ ഈ രീതിയിൽ സനദുണ്ടാക്കാൻ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ട് ഈ സത്യം എന്തുകൊണ്ട് നിങ്ങൾ മറച്ചുവെച്ചു? അതിന് അയാൾ പറഞ്ഞ മറുപടി, അന്ന് എനിക്ക് അവിടെ കിട്ടിയിരുന്ന ശമ്പളത്തിന്റെ കണക്ക് നോക്കിയാൽ അങ്ങനെ ചെയ്യാൻ തോന്നുന്നതാണ്. ഏത് തെറ്റും ചെയ്യാൻ മാത്രമല്ല ശമ്പളം കിട്ടിയിരുന്നു അർത്ഥമാണ് പറഞ്ഞ മറുപടിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പണത്തിന്റെ ബലം നോക്കി തെറ്റും ചെയ്യാൻ പറ്റുമോ? പരസ്യമായി സീഡിൽ അവരല്ലേ പറയുന്നത്, നമ്മളല്ലല്ലോ. ആക്ഷേപിക്കുക. അതിനുശേഷം ഇവർ സനദ് അടിയാദാർ അബുദാബിയിലാണ് എന്ന് പറഞ്ഞു. അതും പരാജയപ്പെട്ടു. അവസാനം നമ്മൾ അത് ഇവിടുന്ന് കിട്ടി അന്വേഷിച്ച് പോയി നോക്കുമ്പോൾ ബോംബെയിലുള്ള ഒരു തെരുവ് കച്ചവടക്കാരുടെ കയ്യിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇക്ബാൽ ജാലിയവാല എന്ന് പറയുന്ന അവിടുത്തെ ഒരു മാഫിയ തലവൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും. നിസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാത്ത മനുഷ്യൻ. അയാൾ അടുത്ത് പരിചയമുള്ള ബോംബെ. അയാളെ കയ്യിൽ മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ താടിയിട്ട് റസൂലുള്ളാഹിന്റെ അവിടെ കെട്ടുകണക്കിന് മുടിയിനെയുണ്ട്. ആർക്ക് പോയാലും കിട്ടും. നമ്മളെ പ്രവർത്തകർ പോയി പൈസ കൊടുത്ത് വാങ്ങിക്കൊടുത്തു. ഇവരുടെ പ്രവർത്തകർ ജിഷാൻ തന്നെ 18 മുടി കൊണ്ടുവന്ന കഥ അവൻ പറയും. കത്തിച്ചപ്പോൾ പന്തം കത്തുന്ന പോലെ കത്തിന്ന് അവൻ പറയും. ആ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഒരു ചർച്ചയാക്കാൻ പാടുന്ന വലിയ അപകടമല്ലേ അത്? അത് കൊണ്ടുവന്ന് ഇസാൻ മകിയെ സംബന്ധിച്ചിടത്തോളം അവൻ പരസ്യമായി പറയുന്നുണ്ടല്ലോ, പരസ്യമായി പറയും. ആ രീതിയിൽ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പരസ്യമായി പറയും, വളരെ പരസ്യമായി. നഊദു ബില്ലാ, നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു വ്യാഴത്തിന്റെ കൂടെ നിൽക്കേണ്ട കാര്യം എന്താണ് സംഘടനാ പ്രവർത്തനത്തിന്? ആ മുടിയിട്ട വെള്ളം എത്രയോ ആളുകളെ കുടിപ്പിച്ചു. ഇന്ന് അവരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയുമ്പോൾ ഒരു മുസ്ലിമിന്റെ മുടിയാണെന്ന് പോലും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റൂല. പടച്ചവൻ കാക്കട്ടെ, ആരെ വയറ്റിലൊക്കെ അവരുടെ വയറ്റിലെന്ന് എനിക്കറിയില്ല. അള്ളാഹു നമ്മളെ കത്തിരക്ഷിക്കുമാറാവട്ടെ. എത്ര സ്ഥലത്ത് അത് വിരാശാക്കി ചെയ്യാൻ പാടുണ്ടായിരുന്നു. ഞാൻ ആക്ഷേപിക്കില്ല, നിങ്ങളൊന്ന് മനസ്സിലിരുന്ന് ചിന്തിക്കാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. റസൂലുള്ളാഹിന്റെ അല്ലാത്തൊരു കാര്യം റസൂലിന്റെ മേൽ കെട്ടിവെക്കാൻ പാടുണ്ടോ? അത് ശരിയല്ലല്ലോ. അത്തരം തെറ്റ് ചെയ്യുന്ന ഒരാളെ നമുക്ക് ആലോചിച്ചാൽ തുടർന്ന് നിസ്കരിക്കാൻ പാടുണ്ടോ? കളവല്ലേ പ്രചരിപ്പിച്ചത്? അങ്ങനത്തെ ഒരാളെ കാതിയാക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരാളെ ഇമാമത്ത് നിർത്താൻ പറ്റുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മേൽ കളവ് പറയുന്ന ഒരാൾക്ക് മാസം ഉറപ്പിക്കാൻ അധികാരമുണ്ടോ? ദീനല്ലേ ഇത്? കുട്ടിക്കളിയാ? എന്റെ ഉമ്മമാരൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം. ദിക്റും സ്വലാത്തും മൗലിദും ഒക്കെ നടത്തി ജനങ്ങൾ കണ്ണിൽ പൊടിയിടാൻ വരുന്ന ആളുകൾ അള്ളാന്റെ റസൂലിന്റെ പേരിൽ മുടി കൊണ്ടുവന്ന് തെറ്റായ മുടി പ്രചരിപ്പിച്ച് പാവങ്ങളെ വിശ്വാസത്തെ ചൂഷണം ചെയ്തില്ലേ? അത് ശരിയായ മുടിയായിരുന്നുവെങ്കിൽ എന്തിനെ നിങ്ങൾ പള്ളിക്ക് തറക്കല്ലിട്ടപ്പോ ഷഹറെ മുബാറക്, അനുഗ്രഹീത മുടി എന്ന പേര് മാറ്റിയത്? പള്ളിക്ക് തറക്കല്ലിടുന്നത് വരെ മുടിയുടെ ഷഹറെ മുബാറക് എന്ന നാട്ടിലൊക്കെ പേര് വെച്ച് അവന്റെ പേര് മാറ്റിയത്? അവരെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ അവരോട് പറഞ്ഞു, നേതാവിനോട് പറഞ്ഞു, ആ പേരിട്ട് പള്ളിക്ക് തർക്കലിടുകയാണെങ്കിൽ ഞങ്ങളില്ല. കാരണം അവർക്കറിയാം ഈ മുടി ശരിയായ മുടിയല്ലാന്ന്. അറിയുന്നവർക്കറിയാലോ.
അവർ പറഞ്ഞു ഈ മുടി ശരിയായ മുടിയല്ല, പേരിടാൻ പറ്റൂല. ആ പേര് മാറ്റി. എന്താ പേരിട്ടത്? മസ്ജിദുൽ ആഥാർ. മസ്ജിദുൽ ആഥാർ എന്നാ പേരിട്ടത്. ചുരുക്കത്തിൽ ആ മുടി മാത്രം മതി അവരെ വ്യാജം തെളിയിക്കാൻ. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ഒരു കള്ളത്തരം പ്രചരിപ്പിച്ചാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. അതൊരു പണ്ഡിത സംഘടനയ്ക്ക് ചേർന്നതല്ല. കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യനാണ്. ആ മഹാനായ മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ മരണം വരെ സൂക്ഷിച്ചിരുന്ന സൂക്ഷ്മത നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. 10 രൂപ കൊടുത്താൽ അദ്ദേഹം ചോദിക്കും, എന്തിനാ ഇത് തന്നത്, എന്താ നിനക്ക് ജോലി, എത്ര നിനക്ക് ശമ്പളം, 3 ചോദ്യം. 10 രൂപ കയ്യിൽ വെച്ച് കൊടുത്താൽ, സന്തോഷത്തോടെ കൊടുത്താൽ കണ്ണിയത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. ആ കണ്ണിയത്തിന്റെ സംഘടനയിലാണ് റസൂലുള്ളാഹിന്റെ വല്ലാതെ മുടിയിട്ട് വെള്ളം മുക്കിയിട്ട് പൈസ വാങ്ങി പണി ഉണ്ടാക്കുന്നത്. ശരിയുണ്ടോ? ആലോചിച്ചിട്ട് പറയും. ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഇത് അല്ലാഹുവിന്റെ റസൂലിനാണ് ആണ് എന്നൊരു തെളിവുമില്ല എന്ന് മാത്രമല്ല, അല്ല എന്നതിന് ധാരാളം തെളിവുണ്ട്. താൻ ആണെന്നതിന് ഒരു തെളിവ് പോലുമില്ല. ഇപ്പൊ അവരെ കൂട്ടത്തിൽ ആളുകൾ തന്നെ പറയുന്നു കള്ളത്തരം വിളിച്ചിങ്ങനെ അറിയാം. ഇനിയിപ്പോ 30-ാം തീയതി കോഴിക്കോട്ട് വെച്ച് പലരും പറയാനിരിക്കുകയാണ്. എന്തിനാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തമ്മിൽ അന്യ ജാതിക്കാരത് കേട്ടുനിന്ന് നമ്മളെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നില്ലേ? ആധാരങ്ങളെ കുറിച്ച് അവർക്കുള്ള വിശ്വാസം പോകൂലേ? നമ്മൾക്ക് എന്താണെങ്കിലും ശരി, അഷ്റഫുൽ ഖൽഖിന്റെ മുടിയാണെങ്കിൽ നമ്മളത് അംഗീകരിക്കും. മഹാന്മാരുടെ ആധാരങ്ങൾക്ക് ബലമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. ഇങ്ങനൊരു കാര്യം കൂടി വേണ്ട. ഈ രീതിയിൽ സമത്വ ജമിയത്തുലമയിൽ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദും ശംസുലമയും മുന്നോട്ട് പോകുമ്പോ സംശയിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. ഏതാണ് സമത്ത, ഏതാണ് യഥാർത്ഥ പന്താവും? നമ്മൾ സംശയിക്കണ്ട എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഒന്ന്, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയുടെ ജീവിതം. ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസത്തിന് കാരണക്കാരനായത് ശംസുലമയാണ്. കാരണം എന്താ? ശംസുലമയാണ് നിലപാടിൽ കർക്കശമായി നിന്നതും അദ്ദേഹമാണ് സമൂഹത്തിൽ സുന്നത്തെ ജമാഅത്തിന്റെ ആദർശം ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് തന്നെ ശംസുൽ ഉലമയാണ് ഏറ്റവും എടുത്തത്. ശംസുൽ ഉലമക്ക് ഒരു തുറന്ന കത്ത് എന്നൊരു പുസ്തകം ഇവരുടെ നേതാവ് എഴുതിച്ചു. ശംസുലമക്ക് തുറന്ന കത്ത് എഴുതി. ആ കത്തിൽ വ്യക്തമായി പറഞ്ഞു, ശംസുല ആദർശം തെറ്റിപ്പോയി, ശംസുലമ പഴച്ചുപോയി എന്നാ പറഞ്ഞത്. ശംസുലമ പഴച്ചുപോയി എന്ന് എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്ത ആളുകൾ ഇപ്പോ ശംസുലമയുടെ ആളുകളായി മാറുക. അതാണ് അത്ഭുതം. കാരണം ഈ തലമുറ അതൊക്കെ മറന്നുപോയിട്ടുണ്ടല്ലോ. കണ്ണിയത്തിനെ കോടതി കയറ്റുകയും കണ്ണിയത്തിന് അത്തും പിത്തുമാണെന്ന് പറയുകയും കണ്ണിയത്ത് ഉസ്താദിന്റെ തൊക്ക് പിടിച്ച് സ്റ്റേജിൽ കയറ്റേണ്ട ഗതികേട് വന്നപ്പോ ഒപ്പൻ ചാക്ക് പോലെ കൊണ്ടു നടക്കുന്നത് പറയുകയും കണ്ണിയത്തടക്കമുള്ള നേതാക്കളെ കോഴിക്കോട്ട് ഗരാവോ ചെയ്യാൻ ആളുകളെ കൊണ്ടാക്കുകയും ചെയ്ത ആളുകൾ ഒരു കൊല്ലം മുമ്പ് കണ്ണിയത്തിന്റെ ഉറൂസ് നടത്താൻ വന്നു. നോക്കണം, ആലോചിച്ച് നോക്കണം. ഡിവൈഎസ്പി ചോദിച്ചല്ലോ അവരോട്. ഡിവൈഎസ്പി ചോദിച്ചു, ഇയാൾ മരിച്ചിട്ട് എത്ര കൊല്ലായി എന്ന് ചോദിച്ചു. അയാൾ മരിച്ചിട്ട് 20 കൊല്ലായി. അപ്പൊ 19ാമത്തെ ആണ്ടാണ്. 20 കൊല്ലായ 19ാമത്തെ ആണ്ടാണ്. 18 കൊല്ലത്തെ ഉറൂസ് നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. നടന്നു. ആരാ നടത്തിയത്? അത് അവരാ നടത്തിയത്. നിങ്ങൾ ഈ 18 കൊല്ലം ഉറൂസ് നടത്തിയിട്ടില്ലല്ലോ? ഇല്ല. പിന്നെന്തിനാ 19ാമത്തെ ഉറൂസ് തങ്ങൾ വന്നതെന്ന് ചോദിച്ചു. അതിന് മറുപടി ഇല്ല. ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. നിങ്ങളെ പള്ളിയിൽ നിന്നാണ് സിയാറത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓരോ പള്ളിയിൽ സിയാറത്ത് നടക്കുന്നൊരു USB അറിയില്ലോ. ഓടിച്ചു വിട്ടു. ഈ ഒരൊറ്റ കാര്യം മതി. 19 കൊല്ലം ഒരു മഹാന്റെ ഉറൂസ് നടത്തിയ ഒരു കമ്മിറ്റി അവിടെ 18 കൊല്ലം അവരാ നടത്തിയത്. 19ാമത്തെ കൊല്ലം അവർ നടത്തി. 18ാമത്തെ കൊല്ലം പുതിയൊരു കൂട്ടർ ഉറൂസ് നടത്താൻ വരിക. എന്താ അതിന്റെ അർത്ഥം? മുടിയിൽ കുടുങ്ങി വിഷമിച്ച് നിൽക്കുമ്പോൾ കണ്ണിയത്ത് ഞങ്ങളുടെ ആളാന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ മനസ്സിലേക്ക് ഇറങ്ങാൻ ഒരു പാലുണ്ടാക്കുക. അത് ശരിയല്ല കൂട്ടരെ. അത് മറക്കാത്ത കുറച്ച് ആൾക്കാരെങ്കിലും ഇവിടെ ബാക്കിയുണ്ട്. നിങ്ങൾ പഠിക്കണം. എന്തിനാ ഈ വ്യാജം പ്രചരിപ്പിക്കേണ്ട കാര്യം? ഏറ്റവും കൂടുതൽ എതിർത്തത് ശൈഖുന ശംസുലമയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം പടച്ചറപ്പ് നമുക്ക് 2-3 മാതൃകകൾ കാണിച്ചത്. എന്താ? ശംസുലമ മരണപ്പെട്ടപ്പോൾ മറ്റെവിടെയും ഇല്ലാത്ത രീതിയിൽ ഒരു അത്ഭുതം. അതെന്താ? അദ്ദേഹം മരിക്കുന്നത് ഫാത്തിമ ഹോസ്പിറ്റലിലാണ്. അതിന്റെ ചുറ്റും ശിഷ്യഗണങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുക. സുബഹിന്റെ ബാങ്ക് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ശിഷ്യന്മാരെ പുറത്ത് താങ്ങിപ്പിടിച്ചു കൊടുത്തു. എഴുന്നേറ്റും മാല അവിടെ വെച്ചു ദിക്റ് ചൊല്ലിയിരുന്നു. മുഅദ്ദിൻ സുബഹിന്റെ ബാങ്ക് ഇങ്ങനെ വിളിച്ചു. ആ ബാങ്ക് ഇങ്ങനെ വിളിച്ചപ്പോ ശൈഖുന ബാങ്കിന് ഉത്തരം കൊടുത്തു. ബാങ്കിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അമ്മമാരൊക്കെ ശരിക്കും മനസ്സിലായിക്കോ. ശംസുലമ പഴച്ചുപോയി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത കുട്ടികളാണ് ഇവർ. ആ ശംസുലമ മരിക്കുന്ന സമയത്ത് അദ്ദേഹം മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സുബഹിയുടെ ബാങ്കിന്റെ അവസാനത്തെ ലഫ്ദ് പറയുമ്പോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആശുപത്രിന്റെ റൂമിൽ നിന്ന് പറയുന്നത് കേട്ട ആളുകൾ അവിടെ മുഴുവനുണ്ട്. ആ സമയത്ത് എല്ലാവരോടും ശൈഖുന യാസീൻ ഓതാൻ പറഞ്ഞിരുന്നു. യാസീൻ ഇങ്ങനെ ഓതി വ ഇലൈഹി തുർജഊൻ എന്ന് പറഞ്ഞപ്പോഴാണ് ബാങ്ക് തുടങ്ങിയത്. TP അലവിക്കുട്ടി ഹാജി ഉറക്കെ യാസീൻ ഓതുന്നുണ്ട്. അദ്ദേഹം എന്നും ജീവിച്ചിരിപ്പുണ്ട്.
ഉറക്കെ യാസീനോദി വഇലൈഹി തുർജഊൻ എന്നെത്തിയപ്പോ യാസീനോട് കഴിഞ്ഞപ്പോ ബാങ്കട് തുടങ്ങി സുബൈയുടെ വഇലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആയത്ത. ബാങ്കട് തുടങ്ങി. ഷെയ്ഖുന എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. യാസീൻ ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ ദിക്ർ ചൊല്ലി യാസീൻ കേട്ട് കിടക്കുമ്പോ ബാങ്കട് മുഴങ്ങിയപ്പോ അദ്ദേഹം എഴുന്നേറ്റ് ബാങ്കിന് ഉത്തരം കൊടുത്തു. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അതോടുകൂടി പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷെയ്ഖുനെ പറഞ്ഞു, പിന്നെ മിണ്ടിയിട്ടില്ല. വആഖിറു അൽഫാദില്ലദാനി മുഖാരിനുൻ ലിഅൻഫാസിഹിൽ ഉഖറല്ലതി തുഅകബി. വആഖിറു അൽഫാദില്ലദാൻ, ബാങ്കിന്റെ അവസാനത്തെ വാചകം, ബാങ്കിന്റെ അവസാനത്തെ വാചകം മുഖാരിനുൻ, അത് യോജിച്ചു വന്നു. ലിഅൻഫാസിഹിൽ ഉഖറല്ലതി ലം തുഅകബി, മടക്കിയെടുക്കാൻ കഴിയാത്ത അവസാനത്തെ ശ്വാസത്തോടത് യോജിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ആ മഹാനായ മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പിന്നെ മിണ്ടിയിട്ടില്ല. ഒരു മനുഷ്യന്റെ ഒടുക്കത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിബത്തിന്റെ നന്മ പടച്ചോൻ കണ്ണിൽ കാണിച്ചു തന്നതിനാ. അദ്ദേഹം സമത്വക്ക് വേണ്ടി ചെയ്ത സേവനം ചെറുതല്ല. മുത്തനൂർ പള്ളി കേസ് ഇവിടെയുള്ള വഴാറ്റന്മാർക്ക് അറിയില്ലേ? മുത്തനൂർ പള്ളി കേസിൽ ഷെയ്ഖുന അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കോടതിയിൽ പോയി വാദിച്ച വാദം ഒരു വക്കീലിന് പോലും വാദിക്കാൻ കഴിയാത്ത ഒരു പണ്ഡിതന്റെ കഴിവിനപ്പുറത്തുള്ള പ്രവർത്തനം ഔലിയാക്കന്മാരെ കഴിവാ പ്രകടിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട തൃപ്പഞ്ച് ഉസ്താദിനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പറഞ്ഞിരുന്നു. തൃപ്പഞ്ച് ഉസ്താദിനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ശംസുൽ ഉലമ കോടതിയിൽ വരുന്നു എന്ന് കേട്ടപ്പോ മഞ്ചേരിയിലേക്ക് ഞാനന്ന് മുസ്ലിയാരങ്ങാടി പള്ളിയിൽ ഓതിപ്പടിക്കുമ്പോ മുസ്ലിയാരങ്ങാടിയിൽ നിന്ന് നടന്ന് ഞാൻ കോടതിയിലെത്തും. ഷെയ്ഖുനെത്തുന്നതിന് മുമ്പ് കോടതിയിൽ സ്ഥാനം പിടിക്കും. വാദം കേൾക്കാൻ ആരാ പറഞ്ഞത്? വയ്യുള്ളാഹി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, ആ മഹാൻ, ആ ബഹുമാനപ്പെട്ട തിരുപ്പൻ ഉസ്താദ് മരിച്ചു കിടക്കുന്ന സമീപത്താണ്. ആ തിരുപ്പൻ ഉസ്താദിനെ പോലും ഇവർക്ക് ജീവിതകാലത്ത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. മരിച്ചിട്ട് മയ്യത്തൊന്ന് കാണാൻ പോലും ഇവരുടെ നേതാവിന് വരാൻ ധൈര്യം ഉണ്ടായില്ല. എന്താ കാരണം? വന്നാ ബുദ്ധിമുട്ട്, അതുവരെ എതിർത്താളാ. എന്നാൽ ശംസുലമയുമായി ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളായിരുന്നു. ഷെയ്ഖുന ശംസുലമക്ക് എങ്ങനെ തിരുപ്പൻ ഉസ്താദായിട്ട് ഇത്ര വലിയ ബന്ധം ഉണ്ടായി? നല്ലവർക്ക് നല്ലവരുമായി ബന്ധപ്പെടാൻ കഴിയും. എന്തേ ഇവർക്ക് അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടി വന്നു? തിരുപ്പൻ ഉസ്താദിനെ കുറിച്ച് മോശമായി ഇവർ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ പ്രസംഗത്തിന്റെ കേസിൽ ആരാന്റെ വാഹനത്തുമ്പോ തൂങ്ങി നടക്കുന്ന ആളാണോ വലിയെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. നഊദു ബില്ലാഹ്, അള്ളാഹു കാണിച്ചുമാറാവട്ടെ. കണ്ട വണ്ടിയിലൊക്കെ കയറി പോകുന്ന ആള്, പൈസ കൊടുക്കാതെ ആരാന്റെ വണ്ടിയിൽ കയറി ഓടുന്ന ആള് വലിയാണോ? ഇവരെ പ്രമുഖനായ ആൾ ചോദിച്ച ചോദ്യം ഞാൻ എവിടുന്ന് എന്ത് ചെയ്ത് ചോദിച്ചാൽ വിശദമായിട്ടാണ് പറയാം. ആ രീതിയിൽ തിരുപ്പൻ ഉസ്താദിനെ കണ്ട ആളുകൾ ആ മഹാന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെടാനോ അടുക്കാനോ ഭാഗ്യം കിട്ടാതെ പോയ ആൾക്കാർ. അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി അവർക്ക് അത്രേ ബന്ധം ഉണ്ടാവൂ, പറച്ചില്ലേ ഉണ്ടാവുള്ളൂ. മമ്പറ മക്കാം ആരെടുത്ത? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാണ് ദാറുഹുദയുടെ പ്രിൻസിപ്പാൾ. അതിന്റെ വരുമാനം ദാറുഹുദക്ക. എന്താ കാരണം? മമ്പറത്തെ തങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കാതെ അതിന്റെ വരുമാനം ദാറുഹുദക്ക് കിട്ടൂലല്ലോ. എന്തേ മമ്പറത്തെ മക്കാമിന്റെ വരുമാനം പെണ്ണുങ്ങളൊക്കെ ആലോചിച്ചോ? മമ്പറ മക്കാമിന്റെ വരുമാനം എന്തേ ദാറുഹുദക്ക് കിട്ടിയത്? മമ്പറത്തെ തങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കാതെ വരുമാനം ദാറുഹുദക്ക് കിട്ടൂല. ഇന്നാണ് ഉറൂസ് നടത്തുന്നത് ദാറുഹുദയാണ്. ഉറൂസിന്റെ കൊടികയറ്റ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ നടക്കും. അതിന്റെ തുടക്കം മുടുക്കയും സമത്വയുടെ ആലിമീങ്ങളാണ്ടാവുക. എന്താ കാരണം? സമത്വയുടെ സ്ഥാപനമായി മാറി. അള്ളാഹുവിന്റെ വലിയായ മമ്പറന്നങ്ങൾ ഇവിടെ ദീനിന് വേണ്ടി ചെയ്ത സേവനം നമുക്ക് മറക്കാൻ കഴിയാത്തല്ലേ. വലിയുല്ലാഹി മൗലദ് നബീല കുത്തുബ് സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിറഹുൽ അസീം. ഇപ്പൊ ഈയിടെ മരിച്ച ബഹുമാനപ്പെട്ട പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ, അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹമായിരുന്നു മടവൂർ മക്കാമിന്റെ പൂർണ്ണ ചുമതല. അതിന്റെ വരുമാനം മുഴുവൻ ആ കോളേജിനാണ്. നിങ്ങൾ മടവൂർ മക്കാമിനെന്ന് പോയി നോക്കും. മക്കാമും അതിന്റെ പരിപാലനവും സമത്വയുടെ ആലിമീങ്ങൾ. അതിന് തൊട്ട് മുമ്പിൽ ഇവർക്കൊരു ചെറിയ സ്ഥാപനം വരുന്ന വഴിക്കാൻ തന്നെ പിരിവ് വാങ്ങിയേക്കാനും സ്ഥാപനം. വഴിക്ക് വെച്ച് പിരിവ് വാങ്ങിയൊക്കെ ഇവർക്ക് വലിയല്ല വേണ്ടത്, പിരിവാ വേണ്ടത് സാധുക്കൾ. നമ്മളിത് പ്രസരിച്ചു വരികെ. നിങ്ങൾ മക്കാമിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും പിരിവ് വാങ്ങിയേക്കാൻ, മക്കാമിൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടാവില്ല എന്ന്. അതിന് എനിക്ക് മറുപടിയായി ഒരു പ്രമുഖ നേതാവ് പ്രസംഗിച്ചത് എന്താണെന്നറിയോ? മക്കാമിന്റെ ചുറ്റുവട്ടത്തെങ്കിലും ഞങ്ങളുണ്ടെന്ന് സംഭവിച്ചല്ലോ. ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ബാറക്കനാ ഹൗലഹു, ചുറ്റുവട്ടത്താണ് ബർക്കത്ത് എന്നാണ്. ആയിക്കോട്ടെ, അറിയാം. ചുറ്റുവട്ടത്താണ് ബർക്കത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ. ആ ചുറ്റുവട്ടത്തെ ബർക്കത്ത് പിരിവിന്റെ ബർക്കത്തല്ല. അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കന്മാർ മറവിട്ട് കിടക്കുന്നുണ്ട് അവിടെ. ബാറക്കനാ ഹൗലഹു എന്ന് പറഞ്ഞിട്ട് തഫ്സീർ അതാ, പിരിവിന്റെ തഫ്സീറല്ലത്. ആക്ഷേപമല്ല, ശരിക്കും അങ്ങനെ പറയേണ്ട ഗതികേട് എന്താ സമൂഹത്തിലുണ്ടായത്? ഈ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ ചെയ്ത വലിയൊരു മഹത്വം നോക്ക് നിങ്ങൾ. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു പ്രവർത്തനം, മറക്കാൻ കഴിയാത്തൊരു പ്രവർത്തനം, സാധാരണക്കാർക്കൊരു ദലീല്. സമസ്ത ഏതാന്നൊരു ചോദ്യം നമ്മൾ മുമ്പിൽ നോക്കാൻ, അവിടെയും തലയെക്കെട്ട് ഇവിടെയും തലയെക്കെട്ട്, അവിടെയും സമസ്ത അവിടെയും തമസ്ത. നിയമപരമായി ഒന്നും ചെയ്യാൻ വയ്യ. അവർ ഈ പേരിങ്ങനെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും?
ശംസുലമ പറഞ്ഞു കോടതി കയറണ്ട, കോടതി കയറിയിട്ട് കാര്യമില്ല, അവർ സുന്നി ജമിയത്തുലമ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ സമത്താന്ന് പറയും. സമത്ത കേരള സുന്നി ജമിയത്തുലമല്ലേ? സംസ്ഥാനക്കാരും സമത്താന്നല്ലേ പറയുന്നത്? പറയുന്നതിനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും നമ്മൾ അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകണം നിങ്ങൾ എവിടെ നിൽക്കണം. എന്റെ തെളിവ് സമത്ത കേരള ജമിയത്തുലമ സ്ഥാപിച്ചത് വരക്കല മുല്ലക്കോയ തങ്ങളാണ്. ആ വരക്കല തങ്ങളെ മക്കാം ഒരു സ്വകാര്യ സ്വത്തായി കുടുംബക്കാരെ കയ്യിലേറ്റു. ഷെയ്ഖുന ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് ഷെയ്ഖുന സയ്യിദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അസ്ഹരിയെ സമത്തയുടെ പ്രസിഡന്റാക്കി. അസ്ഹരി തങ്ങളെ സമത്തയുടെ പ്രസിഡന്റാക്കിയപ്പോ ഞങ്ങളൊക്കെ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ഷെയ്ഖുനായോട്. എനിക്ക് ഓർമ്മയുണ്ട്. അസ്ഹരി തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ത്വരീഖത്തിന്റെ ഷെയ്ഖ, വലിയ മഹാന. ബഗ്ദാദ് മുതൽ ഒരുപാട് മസാറുകൾ സ്ഥിരമായി സിയാറത്ത് ചെയ്യുമ്പോൾ 50ഓളം വർഷം വേണമെങ്കിൽ ഹജ്ജിന് പോയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. അത്ര ഹജ്ജ് ചെയ്ത വലിയ മഹാനാണ്. ഗൾഫിൽ വിദേശ യൂണിവേഴ്സിറ്റിയിൽ മുദരിസേൻ. പക്ഷെ അദ്ദേഹത്തിന് കേരളത്തിന്റെ സംഘടനാ ശാസ്ത്രം അറിയില്ല. അതറിയില്ല, അത് പഠിച്ചിട്ടില്ല. സംഘടനയിലേക്ക് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല. സംഘടനാ ശാസ്ത്രം പൂർണ്ണമായി അറിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും ഞങ്ങൾ ചോദിച്ചു ഷെയ്ഖുനായോട്. ഷെയ്ഖുന പറഞ്ഞു അയാളെ പ്രസിഡന്റ് ആക്കിയതിലുള്ള ലക്ഷ്യമുണ്ടടാ, അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവുന്നതാണ്. പിന്നെ ഞങ്ങൾ മിണ്ടിയില്ല. ഷെയ്ഖുന പറഞ്ഞാൽ ലക്ഷ്യം ഉണ്ടാവും, ഉറപ്പാ. ആ ലക്ഷ്യം നമ്മൾ കണ്ടു. അതെന്താ? ഷെയ്ഖുന പറഞ്ഞു വരക്കല മക്ക മുഖവിലക്ക് അത് വിലക്ക് വാങ്ങണം, അതിന് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു. അസ്ഹരി തങ്ങൾ അന്ന് സമത്തയുടെ പ്രസിഡന്റാ. അദ്ദേഹം നേരെ ചെന്ന കുടുംബത്തോട് പറഞ്ഞു ഞാനാ സമത്തന്റെ പ്രസിഡന്റ്. നമ്മൾ ഉപ്പാപ്പയാണ് സമത്തുണ്ടാക്കിയത് മുല്ലക്കോയ തങ്ങൾ. ഉപ്പാപ്പന്റെ കബർ പരിപാലിക്കേണ്ടത് സമസ്തയാണ്, ഞാനും എന്റെ പ്രസിഡന്റാ, എഴുതി കൊടുക്കുക എന്നാണ്. അവർക്ക് സമ്മതമായി. സമസ്തയുടെ പ്രസിഡന്റ് അസ്ഹരി തങ്ങൾ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ ഡെസിഗ്നേഷനിൽ അദ്ദേഹം ചെന്നിട്ടില്ലെങ്കിൽ ആ സ്ഥലം സമത്തക്ക് കിട്ടൂല, ആ കുടുംബം വിൽക്കൂല. അവർക്ക് ആവശ്യമില്ല. അതിനേക്കാൾ വില കൊടുക്കാൻ തയ്യാറുള്ള ആളുകളുണ്ടായിരുന്നു. വില പറഞ്ഞു നോക്കിയിട്ടുണ്ട്, പരാജയപ്പെട്ട് പോന്നിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ മക്കാം സമത്തക്ക് കിട്ടി. അത് അസ്ഹരി തങ്ങളെ കൊണ്ട് കിട്ടിയത്. ബാനി ഹദറത്തിന്റെ മക്കാമ് നമുക്ക് കിട്ടി. അതിലപ്പുറം ഒരു സംഘടനക്ക് എന്താ വേണ്ടത്? അതിലപ്പുറം ഒരു സംഘടനക്ക് എന്താ വേണ്ടത്? ബാനി ഹദറത്തിന്റെ മക്കാമോട് കിട്ടി. ആ ബാനി ഹദറത്തിന്റെ മക്കാമ് നമുക്ക് കിട്ടി. സമസ്ത സ്ഥാപിച്ച ആളെ കബറിന്റെ താഴെ, മുല്ലക്കോയ തങ്ങളെ കബറിന്റെ താഴെ ഷെയ്ഖുനാന്റെ കബർ ഒരുങ്ങി. എന്റെ കബർ അവിടെ ആയിരിക്കണം എന്ന് ഷെയ്ഖുന പറഞ്ഞു. പടച്ചോൻ അവിടെ എത്തിച്ചു. അല്ല അവിടെ എത്തിച്ചു. മുല്ലക്കോയ തങ്ങളെ കൈ എന്ന് പറഞ്ഞാൽ കറാമത്തുള്ള കയ്യ. കടപ്പുറത്ത് സ്ത്രീകളൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ജൂൺ ജൂലൈ മാസത്തിൽ കടലിൽ എരമ്പിയിട്ട് തിരമാലകൾ അടിച്ചു വീശിയിട്ട് ഒരു മത്സ്യം പോലും കിട്ടാതെ കടപ്പുറത്തെ സാധുക്കൾ കരഞ്ഞപ്പോ, കുട്ടികൾ പട്ടിണി കിടന്ന് കരഞ്ഞപ്പോ, ആഴ്ചകളോളം തോണി ഇറക്കാൻ കഴിയാതെ കടലിൽ ചോദിച്ചപ്പോ, പാവങ്ങള് മുല്ലക്കോയ തങ്ങളെ വീട്ടിന്റെ മുമ്പ് ചെന്ന് കരഞ്ഞിട്ട് പറഞ്ഞു തങ്ങളെ ഞങ്ങൾക്ക് അന്നം കഴിക്കാൻ കഴിയുന്നില്ല, കടല് കനിയുന്നില്ല, ഒരു മത്സ്യം പോലും കിട്ടാൻ ഞങ്ങൾക്ക് തോണി ഇറക്കാൻ പറ്റുന്നില്ലല്ലോ. തങ്ങളെ ഇറങ്ങി നടന്നു പിന്നാലെ കടൽക്കരയിൽ പോയി ഒരു ഫാത്തിഹ ഓതി തന്റെ ഉപ്പാപ്പായ ഹദറത്തിലേക്ക് റൗദയിലേക്ക് ഹദി ചെയ്തിട്ട് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുറന്നിട്ട് പറഞ്ഞു കടലെ അടങ്ങണം, ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അറബിക്കടലിന്റെ പർവ്വതം പോലത്തെ തെര അടങ്ങിവിടെ നിന്നു. ആ തെരകളെ അടങ്ങിയ കൈ കബറിന്റെ ഉള്ളിലുണ്ട്. ആ കൈ കബറിന്റെ ഉള്ളിലുണ്ട്. കറാമാത്തുൽ ഔലിയ ഇലാ തങ്കത്തി ബഅദ മൗതിഹിന്ന. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കറാമത്ത് മരിച്ചാ മുറിയില്ല. സമസ്ത എന്ന് പറയുന്ന സംഘടനയെ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ, ശംസുൽ ഉലമയെങ്ങാനും ആ സംഘടനയെ വഴി തെറ്റിച്ചിരുന്നുവെങ്കിൽ, ഒരു ഇഞ്ച് സത്യത്തിൽ നിന്ന് ശംസുലമ തെറ്റിച്ചിരുന്നുവെങ്കിൽ, ആ മയ്യത്ത് മക്കാമിലേക്കാണ് വരുമ്പോൾ ആ കൈ കബർന്ന് പൊക്കിയിട്ട് പറയും കൊണ്ടുവരണ്ട എന്ന് പറയും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച പാരമ്പര്യത. അവന്റെ മയ്യത്ത് ഭൂമി സ്വീകരിക്കൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ മറമാടിയ മയ്യത്ത് പുറത്തെറിഞ്ഞിട്ടുണ്ട് ഭൂമി. പിന്നെയും മറവ് ചെയ്തു, പിന്നെയും പുറത്തെറിഞ്ഞു. അവന്റെ മയ്യത്ത് ഭൂമി സ്വീകരിക്കൂലെന്ന ആളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് അതിന് കഴിയും, റസൂലുള്ളാഹിന്റെ കുടുംബക്കാർക്ക് കഴിയും. ഇഫായി ഷെയ്ഖ് തങ്ങൾ കബറിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട്, റൗദന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞില്ലേ, ഞാൻ പലപ്പോഴും ഇങ്ങോട്ട് ഫാത്തിഹ ഓതാറുണ്ട്, എന്റെ മനസ്സിവിടെ വരാറുണ്ട്, ആത്മാവിടെ വരാറുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് അങ്ങയുടെ കൈയൊന്ന് ചുംബിക്കണം, ആ കൈയൊന്ന് നീട്ടിത്തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചത്. ആ കൈയൊന്ന് ഫിഹാലത്തിൽ അങ്ങ് വിദൂ സ്ഥലത്ത് നിന്ന് എന്റെ റൂഹിനെ ഞാൻ ഇങ്ങോട്ട് അയക്കാറുണ്ട്, ഫാത്തിഹ ഓതി ദുആ ചെയ്യാറുണ്ട്, എന്റെ മനസ്സിവിടെ വരാറുണ്ട്. ഫിഹാലത്തിൽ റൂഹി കുന്തുർസിലുഹാ തുകബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. ഈ മണ്ണ് വന്ന് എനിക്ക് പകരമായി എന്റെ ആത്മാവ് ചുംബിച്ചു പോകാറുണ്ട്. വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത്.
ഈ സമയത്ത് ഇതാ ഞാൻ അങ്ങയുടെ ഖബറിന്റെ മുമ്പിൽ നേരിട്ട് വന്ന് നിൽക്കുന്നു. ആ കൈ നിങ്ങളുടെ നീട്ടിത്തരുവോ, ആ കൈ എനിക്കൊന്ന് ചുംബിക്കാനാന്ന് പറഞ്ഞപ്പോൾ റൗളയുടെ ആ ഉള്ളിൽ നിന്ന് റസൂലുള്ളാഹിന്റെ കൈ പുറത്തേക്ക് നീണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ ചുംബിച്ചുവെന്ന് ചരിത്രകാരന്മാർ മനോഹരമായി രേഖപ്പെടുത്തുന്നു. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പേരെക്കുട്ടിയാണ് ഈ കിടക്കുന്നത്. ആ കയ്യെ പൊന്തും, ആ മയ്യത്തും കെട്ട് കൊണ്ടല്ല, അതെന്റെ പാത തെറ്റിച്ചാലാണ്. നേരെ മറിച്ച് വിളിച്ചു വരുത്തി അവിടെ കിടത്തേത്. വിളിച്ച് ഷെയ്ഖുനാന്റെ മയ്യത്തടക്കാൻ നന്ദി ദാറുസ്സലാമിന്റെ മക്കൾ കാത്തു നിൽക്കുക. നന്ദി ദാറുസ്സലാമിന്റെ മുറ്റത്ത് നന്ദിയിലെ ഉസ്താദിന്റെ അപ്പുറത്ത് ഖബറിന് സ്ഥലമുണ്ട്. ആ സ്ഥാപനത്തിന് ഒരുപാട് സംഭാവന കിട്ടും. 12,000 ശിഷ്യന്മാരുണ്ട്, സിയാറത്തിന് വരും. സ്നേഹിക്കുന്ന സംഘടനാ പ്രവർത്തനം സിയാറത്തിന് ഒരു കോളേജിന് എത്ര ലാഭ. കോളേജിന്റെ മുറ്റത്ത് ഖബറെടുക്കാൻ റെഡിയാണ് അവര്. ഷെയ്ഖിന്റെ പള്ളിയിൽ ഷെയ്ഖിന്റെ പള്ളിന്റെ മുറ്റത്ത് അലാവുദ്ദീൻ ഹിംസി തങ്ങളെ ചൊട്ട് ചാരത്ത് ഖബറെടുക്കാൻ അവർ റെഡിയാ. അത് നന്ദി കോളേജിന്റെതാ. അലാവുദ്ദീൻ ഹിംസി തങ്ങൾ ഷെയ്ഖിന്റെ ഷെയ്ഖ, ആനിയമായി വലിയ ബന്ധാണ്. എപ്പോഴും അവിടെ സിയാറത്ത് ചെയ്യും. ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഒരു ഖബറെടുക്കാൻ റെഡിയായിരുന്നവര്. വെള്ളിമാട് കുന്നിന് വീട്ടിന് മുമ്പിൽ ഒരു ഖബറെടുക്കിയാൽ ആ കുടുംബത്തിന് ജീവിക്കാൻ അതുപോലെ. എന്തിനാ ആ മയ്യത്ത് നേരെ വലക്കല തങ്ങൾ വിളിച്ചോണ്ട് വരുത്തിയ ഷെയ്ഖുനാന്റെ മനസ്സിൽ തോന്നി അവിടെ കിടക്കേണ്ടത്? എന്താ തോന്നാൻ കാരണം? നാളെ പിറ്റേന്ന് അദ്ദേഹം ഉണ്ടാക്കി വെച്ച സംഘടനയിൽ പിളർപ്പ് വരും, വലിയ പ്രശ്നം വരും. ആ പ്രശ്നം വന്നിട്ടുണ്ട്. ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പിളർപ്പിന്റെ സന്ദേശം ഉണ്ടല്ലോ ഇവിടെ. അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആദർശത്തിന് പഴച്ചുപോയി എന്ന് കുറച്ചാളുകൾ വിളിച്ചു പോകുന്നുണ്ട്. അവർക്ക് മുല്ലക്കോയത്തങ്ങളാണ് സമത്തുണ്ടാക്കിയത് സമ്മതിക്കുമെന്നെങ്കിൽ മുല്ലക്കോയത്തങ്ങൾ എടുത്തു കളഞ്ഞിട്ട് മുല്ലക്കോയത്തങ്ങളെ പാത ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് എന്ന് കാലാന്ത്യം വരെ ആർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ ശംശുരമത് പഴച്ചിട്ടില്ല എന്ന് ജനത്തിന് മനസ്സിലാകണമെങ്കിൽ ഒരു അഖിലിയായ ദലീലായിട്ട് അവിടെ തന്നെ കിടക്കണം. അതിനാണ് പടച്ചറബ്ബ സംഭവം ഉണ്ടാക്കി. ഏതാണും പെണ്ണും മനസ്സിലായിക്കോളൂ. മുല്ലക്കോയത്തങ്ങളെ കാലിന്റെ ചോട്ടിൽ ഷെയ്ഖുനെ കിടക്കുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ റൗദ ഷരീഫിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കിടക്കുപോലെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കിടക്കുമ്പോൾ നമുക്കറിയാം സിദ്ദീഖ് തങ്ങൾ ഒരുപാട് എതിർപ്പ് സ്വീകരിച്ച ആളാണ്. സക്കാത്ത് കൊടുക്കൂല, സിദ്ദീഖ് കൊടുക്കൂല, റസൂലുള്ളാഹിക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്തിനാ സക്കാത്ത് വാങ്ങാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വരുന്നതെന്ന് ചോദിച്ചു. കള്ളപ്രവാചകന്മാർ വന്നു, ഒരുപാട് ആള്. അവരെയൊക്കെ ശരിക്കും ആദർശം കൊണ്ട് അരിഞ്ഞു വീഴ്ത്തി ബഹുമാനപ്പെട്ട ഒരു ഇസ്ലാമിന്റെ ഭരണം സ്ഥാപിച്ചു. അത് സത്യമാണ് തെളിയിക്കുന്നതാണ് പിൽക്കാലത്ത് ജനതയ്ക്ക് അദ്ദേഹത്തിന്റെ ഖബർ അവിടെ ഉണ്ടായത്. ഓർക്കണം. എന്നതുപോലെ സമസ്തയെ സ്നേഹിക്കുന്നവർക്ക് വലിയ ദലീലാണ് മുല്ലക്കോയ തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് ഷെയ്ഖുന ശംസുലമയുടെ ഖബറുണ്ടായത്. സമത്ര ആലിമികളുടെ മരണം മുഴുവൻ നിങ്ങൾ നോക്കങ്ങനെ. ആ മഹത്തുക്കൾ മുഴുവൻ നമ്മോട് പറഞ്ഞത് അങ്ങനെയാണ്. ആ മഹത്തുക്കൾ ഏറ്റവും കൂടുതൽ എതിർപ്പ് ആർക്കൊക്കെ ഉണ്ടായിരുന്നോ ആ ആൾക്കാരൊക്കെ മരിച്ചത് അങ്ങനെയാണ്. എതിർപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടായ ആൾക്കാരൊക്കെ ശരിക്കും പഠിച്ചോ നമുക്ക് മരിച്ചു കാണിച്ചത്. ഇവരെ ഏറ്റവും കൂടുതൽ എതിർത്ത ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ഉമർ അലി ശിഹാബ് തങ്ങളെ മുഷാവറയിലേക്ക് എടുത്തപ്പോൾ പറഞ്ഞെന്താ? അവരെ പത്രത്തിന്റെ 1-ാം പേജിൽ എഴുതിയൊരു എഴുത്തുണ്ട്, വായിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ഇപ്പം ഉമർ അലി ശിഹാബ് തങ്ങളെ മുഷാവറയിലേക്ക് എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെഴുതിയൊരു വാക്കുണ്ട്. നമ്മൾ ഇപ്പോഴും ആ പത്രം സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്നും പറയാൻ കഴിയില്ല വായിക്കലൂടെ. ഒരുപക്ഷെ ഈ മുടിയെ ന്യായീകരിച്ച് നടക്കുന്ന ചെറുപ്പക്കാരായ പണ്ഡിതന്മാരോ അങ്ങനെ തോന്നുന്നവർക്കോ അത് കണ്ട പരിചയം പോലും ഉണ്ടാവില്ല. അവരറിയില്ലെന്ന് കുറിച്ച് ഒന്നും അറിയാതെ ന്യായീകരിക്കരുത് കൂട്ടരെ. ഒന്ന് പഠിച്ചിട്ട് വേണം കാര്യം പറയാൻ, ഒന്ന് ആലോചിച്ചിട്ട് വേണം. ആ ഉമർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് മോശമായി എഴുതി, മോശമായി പ്രസംഗിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഐക്യമുണ്ടാക്കുന്നതിന് തടസ്സം അയാളും മാനും ശരമാണെന്ന് പരസ്യമായി പ്രസംഗിച്ച ആൾക്കാരുണ്ട്. എഴുതി വിട്ടിട്ടുണ്ട്. എഴുതിയ രേഖ മായ്ക്കാൻ പറ്റൂല. ആ ഉമർ അലി ശിഹാബ് തങ്ങൾ നിന്ന സ്ഥലം ശരിയാന്ന് അള്ളാഹ് കാണിച്ചെന്നുണ്ട്. തെളിവെന്താ? ബഹുമാനപ്പെട്ടവർ മരിച്ചപ്പോൾ നമുക്ക് കണ്ട ആ മാർഗം. ഔലിയാക്കന്മാര് മരിച്ചു പോകുന്ന പോലെയല്ലേ പോയത്? മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ആ വീട്ടിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന കാരണവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പുല്ലൊക്കെ വെട്ടണം എന്ന് പറഞ്ഞു. നൂർമഹലിനടുത്ത് കയറുന്ന വലത്ത് വശത്തുള്ള പുല്ലൊക്കെ വെട്ടാൻ പറഞ്ഞു. അയാൾ പറയാതെ വെട്ടുന്ന ആളാ. കൃത്യമായി പണി ചെയ്യുന്ന ആൾക്കാരെ വെട്ടേണ്ട സമയം. തങ്ങളോട് പറഞ്ഞു, സമയമായിട്ടില്ല ഞങ്ങളെ, ഞാൻ വെട്ടുമല്ലോ പറയണോ? തങ്ങൾ പറഞ്ഞു, വെട്ടിക്കോ, അതുകൊണ്ട് ഉപകാരമുണ്ട്. അയാൾ വെട്ടി. ആ സ്ഥലത്താണ് മയ്യത്ത് നിസ്കരിക്കാൻ 3-ാമത്തെ ദിവസം ആള് നിന്നത്. മയ്യത്ത് നിസ്കരിക്കാൻ ആള് നിൽക്കാൻ കാട് വെട്ടിച്ചു. ഓർക്കണം നിങ്ങൾ. മരിക്കുന്ന ദിവസം അദ്ദേഹത്തിന് കാര്യമായ രോഗമൊന്നുമില്ലല്ലോ. ഹൃദയാഘാതം പിന്നെ വന്നതല്ലേ. ആ മരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്നും വേണ്ട നോക്കും നിങ്ങൾ. പാണക്കാട് മദ്രസയിൽ ഒരു മുഅല്ലിമുണ്ടായിരുന്നു. സ്മരണികയിൽ എഴുതിയിട്ടുണ്ട്. കണ്ണുനീരോടായാലും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മദ്രസയിലെ വരിസംഖ്യ പിരിക്കലും എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഏറ്റെടുത്ത് പിരിച്ചിട്ട് സംഖ്യ കൊണ്ടുപോയി അടക്കൽ തങ്ങളെ കയ്യിലാണ്. പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ കൈ കൊടുക്കും, റെസീറ്റ് കൊടുക്കും, തങ്ങൾ സൂക്ഷിക്കും, കണക്കൊക്കെ തങ്ങൾ വെക്കും, കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ തങ്ങളാ നോക്കുക. ആ പള്ളി മദ്രസയ്ക്ക് അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. അതിന്റെ ജോലി പ്രധാനമായി അതന്നെ, നാട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും. ആ രീതിയിൽ ബഹുമാനപ്പെട്ടവരടുത്ത് വ്യാഴാഴ്ച ഒരു 11 മണിക്ക് ഭക്ഷണം കഴിച്ച് നാട്ടിൽ പോകുന്ന സമയത്ത് ഇയാൾ കൊണ്ടുപോയിട്ട് വരിസംഖ്യന്റെ കണക്ക് കൊടുത്തു. തങ്ങൾ കണക്ക് വാങ്ങി വെച്ചു. പോകുന്ന സമയത്ത് ഈ സാധു മുഅല്ലിമ് പറഞ്ഞു, തങ്ങളെ
ചേളാരി എന്നൊരു പരീക്ഷന്റെ പേപ്പർ വന്നിട്ടുണ്ട്, പൊതുപരീക്ഷന്റെ പേപ്പർ, നിങ്ങളാണ് ഒപ്പിടേണ്ടത് മദ്രസയുടെ. ആ മദ്രസയിലുണ്ട്, ഒപ്പിട്ട് തന്നെ ഞാൻ കൊണ്ടുവരേണ്ടതെന്ന്. തങ്ങൾ പറഞ്ഞു ഞാൻ ഒപ്പിടേണ്ടതാണെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ നല്ലതെന്ന് പറഞ്ഞു. ഇയാളെ പറഞ്ഞു തങ്ങളിന്നും വ്യാഴാഴ്ചയല്ലേ, ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഞാൻ മദ്രസ പൂട്ടി വീട്ടിൽ പോവാണ്, ഇനി ശനിയാഴ്ച വരും, ശനിയാഴ്ച വന്നിട്ട് കൊണ്ടുവരാൻ ഇഷ്ടംപോലെ സമയമുണ്ടെന്ന്. തങ്ങൾ പറഞ്ഞു ഞാനാണ് ഒപ്പിടേണ്ടതെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ നല്ലതെന്ന് ഒന്നുകൂടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ അയാൾ വേഗം പോയിട്ട് മദ്രസ തുറന്ന് സാധനം കൊണ്ടുവന്ന് തങ്ങൾ മുമ്പ് കൊടുത്ത് ഒപ്പിടിച്ച് തിരിച്ചു കൊണ്ടുവച്ച് നാട്ടിൽ പോയി. വ്യാഴാഴ്ച അന്ന് രാത്രി 10 മണിക്ക് ഇയാൾക്ക് ഫോൺ വരുന്നവരെ നാട്ടിലേക്ക് തങ്ങൾ മരിച്ചിരിക്കുന്നു, അയാൾ തിരിച്ചു വരികയാണ്. ശനിയാഴ്ച അത് ഒപ്പിടാൻ ആ കൈയില്ല, കൈ കബറിന്റെ അടിയില്ല. തങ്ങൾ പറഞ്ഞു ഞാനാണ് ഒപ്പിടേണ്ടതെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുവരണം. എന്തിനാ വാശി പിടിച്ചത്? തങ്ങൾക്കറിയാം പോകാനായിട്ടുണ്ട്. ആ പോക്കിന് മുമ്പ് അദ്ദേഹം അതുപോലത്തെ നിരവധി സംഭവങ്ങൾ, ഒരിക്കലും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഇങ്ങോട്ട് വിളിച്ചൊരു ചർച്ച അദ്ദേഹം നടത്താറില്ല, അങ്ങോട്ട് പോകാറാ. തങ്ങൾ മരിക്കുന്ന വ്യാഴാഴ്ച ഓർക്കണം നിങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങൾ മരിക്കുന്ന ദിവസം ബഹുമാനപ്പെട്ട ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് ശിഹാബ് തങ്ങളെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു. ശിഹാബ് തങ്ങൾ, സുഖമില്ലാത്ത ശിഹാബ് തങ്ങൾ, ഉമറിൻ ശിഹാബ് തങ്ങൾ വീട്ടിൽ വന്നു. വാതിലടിച്ച് ഏകദേശം 2 മണിക്കൂറോളം ചർച്ച. അവിടെ വന്നു പോയ മകനോട് ചോദിച്ചാൽ അറിയാം. 2 മണിക്കൂറോളം ചർച്ച. എന്താ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടും ശിഹാബ് തങ്ങൾ തിരിച്ചുപോയി. അന്ന് രാത്രിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ 9 മണിക്ക് മരണപ്പെടുന്നത്. ഓർക്കണം. ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അപ്പോഴൊന്നും അദ്ദേഹത്തിന്റെ ക്ഷീണമില്ല, ഒരു ലക്ഷണവുമില്ല. ആർക്കതല്ല, അദ്ദേഹത്തിന് അറിയാൻ പോകാനായിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് ചെയ്ത പ്രവർത്തനം അത്ഭുതപ്പെടുത്തും നമ്മളെ. പ്രഷർ കയറിയിട്ട് ഹൃദയാഘാതം കൂടിയിട്ട് വേർത്തിങ്ങനെ ഒലിക്കുക. ആശുപത്രിക്ക് പോകാൻ വേണ്ടി വാഹനം വന്ന് അദ്ദേഹം ചെയ്ത പണി എന്താ? വീട്ടുകാരെ മുഴുവൻ വിളിച്ചിരുത്തി തന്റെ റൂമിൽ, നാട്ടുകാർക്ക് മുഴുവൻ കൈയിരുത്തി ദ്വാരന്ന് കൊടുത്ത തങ്ങള് വീട്ടുകാരെ മുഴുവൻ എഴുതിയിട്ട് ഒരു ഫാത്തിഹ ഓതി ദ്വാരന്നിട്ട് ആ കാർക്ക് കയറിയത്. അപ്പോഴേക്കും വേർപ്പിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാകെ. ആ ക്ഷീണത്തിന്റെ മധ്യത്തിൽ ഒരു ഫാത്തിഹ ഓതി ദ്വാ ചെയ്യാൻ നാട്ടുകാർക്ക് മുഴുവൻ ദ്വാരുന്ന ആ കൈകൾ തനിക്ക് വേണ്ടി അവിടെ വെച്ച് ദ്വാരുന്നു. അദ്ദേഹം തന്നെ ദ്വാരുന്നിട്ട് ആ കാറ് കയറിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമ ചൊല്ലിക്കൊണ്ട് കാറ് കയറി, കാറ് ഹോസ്പിറ്റലിലെത്തി. അപ്പോഴേക്കും മരിച്ചിട്ടുണ്ട് ആ കെലിമന്റെ സ്ഥാനം. ഈ ചെയ്ത പ്രവർത്തനം നോക്ക് നിങ്ങൾ. അല്ലാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾക്ക് മരണം മുമ്പിൽ വരും പറയും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞതാ. പെണ്ണുങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കോ. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന് ഇതുപോലത്തെ ഉദാഹരണമുണ്ട്. അദ്ദേഹം ഒരു യുദ്ധം നടത്തുമ്പോൾ ജലൗല എന്ന യുദ്ധത്തിൽ അദ്ദേഹത്തിന് കുറച്ച് കസ്തൂരി കിട്ടിയിരുന്നു, മിസ്ക്. അത് കൊണ്ടുപോയി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന് രോഗം ബാധിച്ച് അദ്ദേഹം രോഗിയായി കിടക്കുക. മരണത്തിന്റെ ലക്ഷണമൊന്നുമില്ല, ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷേ വയസ്സായിട്ടുണ്ട്. ആ സമയത്ത് ഒരു ദിവസം അദ്ദേഹം ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ഹലുമ്മി ഹബിയക്കല്ലദി ഇസ്തഹ്ബഅതുക, നിന്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കാൻ തന്ന സാധനം നീ കൊണ്ടുവരണം. ഭാര്യ ആകെ സൂക്ഷിക്കാൻ പറ്റ പണവും കൊടുത്തില്ല, സ്വർണ്ണമല്ല, ഈ കസ്തൂരി ഇളവ് കൊണ്ടുവന്നു, സുഗന്ധം, മിസ്ക്. അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, നീ അതൊന്ന് വെള്ളത്തിലിട്ട് കലക്ക്. അന്തിഹീഹി ഹൗലി, എന്റെ ചുറ്റും ഒന്ന് കൊടയും മോളെ. ഭാര്യ അതിങ്ങനെ ചുറ്റും കൊടഞ്ഞു കൊടുത്തു. നല്ല സുഗന്ധം. രോഗിയായി കിടക്കൽ സുഗന്ധം ആസ്വദിക്കാനുള്ള പൂതി കൊണ്ടാന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞപ്പോ ഭാര്യയോട് പറഞ്ഞു, ഇജ്ഫഹിൽ ബാബ ഫൻസിലി, വാതിലടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. സ്വന്തം ഭാര്യയോട് ഭർത്താവ് രോഗിയായി കിടക്കുമ്പോൾ വാതിലടച്ച് പുറത്തേക്ക് നിൽക്കുകയെന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് സംശയം ഉണ്ടാവുമല്ലോ. അതെന്തേന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു, ഫഇന്നഹു യതീനി സുവാർ, ചില സന്ദർശകന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. സന്ദർശകന്മാർ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭാര്യമാര് ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറാവുമല്ലോ. അതൊന്നും വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ലാ യഅ്കുലൂന ത്വആം യജിദൂന റീഹ വലാ യഅ്കുലൂന ത്വആം, അവർക്ക് വാസന ഇഷ്ടമാണ്, പക്ഷെ ഭക്ഷണം ഉണ്ടാക്കണ്ട. അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലായി സാധാരണ ആൾക്കാരെ മലക്കുകളാണ്. ഭാര്യ പുറത്തിറങ്ങി, വാതിലടച്ചു. ഒരു ശബ്ദം ഉള്ളെന്ന് കേൾക്കുന്നില്ല, ഒന്നുമില്ല. കുറെ സമയം കഴിഞ്ഞ് മുട്ടി നോക്കി, മറുപടിയില്ല. പരിധി വിട്ട സമയം കഴിഞ്ഞപ്പോ വാതിലെ തുറന്നു. ഫലമ്മാ ദഖലത്ത് ബഅദഹീൻ, കുറെ സമയം കഴിഞ്ഞപ്പോൾ ഭാര്യ അകത്ത് കടന്നു നോക്കുമ്പോൾ ഫൈദാ റൂഹുൽ മുബാറകത്തു ഖദ് ഫാറഖത് ജസദഹു വദുനിയാഹു, അദ്ദേഹത്തിന്റെ ആ മഹനീയമായ റൂഹ് ദുനിയാവിനെയും ശരീരത്തെയും വിട്ട് പോയിരിക്കുന്നു. ചിരിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്, മരിച്ചിങ്ങനെ കിടക്കുക. എങ്ങനെ ഈ മലക്കുകൾ വരുന്നുണ്ടെന്ന വിവരം അദ്ദേഹം നേരിട്ടത്? അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. അല്ലദീന തതവഫാഹുമുൽ മലായിക, മലക്കുകൾ വന്നുകൊണ്ട് മരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. എല്ലാവരെയും മലക്കുകൾ വന്നുകൊണ്ട് തന്നെയാണ് മരിപ്പിക്കുക, എങ്കിലും ഇതൊരു പ്രത്യേക മരണമാണ്. എന്താണ് ആ മലക്കുകൾ പറയാ? സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തനത്തിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളണേ. അങ്ങനെ സന്തോഷിപ്പിച്ച് മരിപ്പിക്കുന്ന രംഗമുണ്ട്. ആ മരണമാണ് അവരൊക്കെ മരിച്ചത്. ചിരിച്ചിങ്ങനെ കിടക്കിയിരുന്നില്ല മരണ ശബ്ദങ്ങൾ.
ആളുകൾ ഇങ്ങനെ വന്നിട്ട് കടലുണ്ടിപ്പുഴയുടെ ഓരത്ത് ജനങ്ങൾ തീർച്ച ജനസാഗരം. കവിത തീർത്ത് മത്സ്യത്തില് ആ നൂർമഹലാകുന്ന സ്ഥലത്ത് വന്ന് ജനങ്ങൾ ഇങ്ങനെ കരയുന്ന രംഗം ഒരു അറബി കവി മനോഹരമായി അവതരിപ്പിച്ച രംഗമുണ്ട്. അതൊന്നും പറയാത്ത സമയമില്ല. കടലുണ്ടിപ്പുഴയുടെ ഒഴുക്ക് പോലും നിന്നു എന്ന ഒരു കവി എഴുതിയത്. ആളുകളുടെ ഒഴുക്കാണ് പിന്നെ നമ്മളവിടെ കണ്ടത്. മാനുമുസ്ലിയാർ മരിച്ചപ്പോൾ അങ്ങനല്ലേ? രോഗിയായ മാനുമുസ്ലിയാർ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ മകളോട് പറഞ്ഞത്രേ ഒരു തോർത്തുമുണ്ട് വേണം. മകള് ചോദിച്ചു, എല്ലാ ഉസ്താദുമാരും വലിയ സമ്മേളനത്തിന് പോകുമ്പോ പച്ച ഉല്ലിയ കൊണ്ടുപോകും, നിങ്ങൾക്ക് എന്തിനാ തോർത്തുമുണ്ട് എന്ന് ചോദിച്ചു. മകളെ ചോദിച്ച തമാശ ചോദ്യം. മാനുസ്ലിയാർ പറഞ്ഞു, അതുകൊണ്ടൊക്കെ കാര്യമുണ്ട്, ഇതിനെടുത്തോന്നോ. ഏതായാലും ബാപ്പ ഒരു തോർത്തുണ്ട് ചോദിച്ചല്ലോ, ഇതൊരു ചോദിച്ചിട്ടില്ലല്ലോ. തോർത്തുണ്ടല്ലേ ചോദിച്ച് ഒരു പുതിയ തോർത്തുണ്ട് എന്നെ കൊടുത്തത് കാറിലവിടെ വെച്ചു. നേരെ കോഴിക്കോട്ട് വരേണ്ടതിന് പകരം ചാപ്പനങ്ങാടി വഴിയാ വരുന്നത്. എന്താ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇടക്കര അന്ന് സിയാർത്ത് ചെയ്തു. കാരണം അറിയാം പോകാനായിട്ടുണ്ട്. കോഴിക്കോട്ട് വന്നു, രോഗം മൂർച്ഛിച്ചു, ആശുപത്രിയിലാക്കി. ഡോക്ടർ പരിശോധിച്ചു, ഒരു കുഴപ്പമില്ലെന്ന്. കാരണം എന്താ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ECGയിൽ കുഴപ്പം കാണിച്ചാൽ മാനുമുസ്ലിയാർ സമ്മേളനത്തിന് വരില്ല. അപ്പൊ തന്നെ സമ്മേളനത്തിന് മങ്ങലായി. അദ്ദേഹം ഉണ്ടാക്കി വെച്ച സംഘടനയുടെ മുഅല്ലിമീങ്ങളുടെ സമ്മേളനം അദ്ദേഹത്തിന് കാണണം. ഡോക്ടർ ECGയിൽ എങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഒരു കുഴപ്പവും കാണില്ല. എനിക്ക് ഷോത്തിന് പോകാമോ എന്ന് ചോദിച്ചു, പോകാന്നാണ്. അപ്പോഴൊക്കെ ശരിക്കും രോഗമുണ്ട്. ECGയിൽ കണ്ടില്ല, പഠിച്ചോ കാണിച്ചില്ല. നേരെ സ്റ്റേജിൽ വന്നു. സ്റ്റേജിൽ അദ്ദേഹം ഇരുന്നു, ശരിക്കെല്ലാം കണ്ടു. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു, പ്രധാന പ്രസംഗം ഒക്കെ കഴിഞ്ഞു. നേരത്തെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരുന്നുവെങ്കിൽ സമ്മേളനം മുടങ്ങും. വളരെ വൈകി അദ്ദേഹം മരിച്ചിരുന്നുവെങ്കിൽ നിസ്കരിക്കാൻ ആളും ഉണ്ടാവില്ല. യോഗം മുഴുവൻ തീരുന്നതിന് മുമ്പ് പ്രധാന ഭാഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ചു. പുറത്തിറങ്ങി ആംബുലൻസിൽ കയറി കാല് നീട്ടിക്കിടന്നു. വെപ്പ് പല്ലെടുത്തു കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ വിളിച്ചു. അത് കേട്ടു. അദ്ദേഹം അങ്ങനെ തന്നെ ആംബുലൻസിൽ തന്നെ വിളിച്ചു. ആശുപത്രി കൊണ്ടുപോയി ഉറപ്പുവരുത്തി. സമത്തിന്റെ ഓഫീസിൽ കൊണ്ടുവന്നു. എല്ലാ കടകളും അടച്ചിരിക്കുന്നു, ഒന്നും കിട്ടാനില്ല. താടി കെട്ടാനും കാല് കെട്ടാനും ബാക്കി കുളിപ്പിക്കുമ്പോൾ ചുറ്റാനുമൊക്കെ ഈ പുതിയ മുണ്ടിന്റെ അഷ്ടം ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ എന്റെ പ്രത്യേകം നോക്കൽ ആ മുണ്ട് കാറിലുണ്ടായിരുന്നു. കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു കട തുറപ്പിച്ചിട്ട് വേണം ഒരു മുണ്ട് വേറെ കിട്ടണമെങ്കിൽ. അത് വേണ്ട, ആ കാറ് തന്നെ ഉണ്ടായിരുന്നു ഒരു പുതിയ മുണ്ട്. അത് എന്തിനടുത്ത് വെച്ചത്? മരണം മൂലം കണ്ടുകൊണ്ട് തന്നെ. ഏറ്റവും കൂടുതൽ എതിർപ്പിന് വിധേയമായ ആളുകളൊക്കെ എങ്ങനെയാ മരിച്ചത്? നമ്മളെ നേതാക്കൾ നിന്ന സ്ഥലം ശരിയാൻ നമുക്ക് ബോധ്യമുണ്ട്. അവര് നിന്ന സ്ഥലം ശരിയാൻ നമുക്ക് 100% ബോധ്യമാക്കി പഠിച്ചറപ്പ്. ഒരു തർക്കവും നമുക്കതിലില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് സഹിച്ചവരൊക്കെയാണ്. കോഴിക്കോട് ബഹുമാനപ്പെട്ടവർ സദസ്സിനെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്ന രീതി ആലോചിച്ച് നോക്കണങ്ങള്. ആ സദസ്സിനെ കണ്ട് സന്തോഷിക്കാതെ പ്രസംഗിച്ചിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ആ ആളുകൾ മുഴുവൻ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ കടപ്പുറത്തുണ്ടായി. കരുവാരക്കുണ്ടിൽ ആ മയ്യത്ത് പിറ്റേന്നെത്തുമ്പോൾ അത്ര ആളെന്തായാലും കരുവാരക്കുണ്ടാകുന്ന ആ കുഗ്രാമത്തിലേക്ക് എത്തൂല. കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു ജനാവലി. അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ ദിക്ർ, ജനങ്ങളെ വിവരം അറിയിക്കുന്നത് പാണക്കാട്ടെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ആലോചിച്ച് നോക്കുക, എന്താണ് രംഗത്തിന്റെ ഒരു പ്രത്യേകത? അറബിക്കടലിനേക്കാൾ വലിയ കടൽ ജനങ്ങളുടെ കണ്ണിൽ കണ്ടു എന്നാണ് ഒരു കവി അതിനെ കുറിച്ച് പറഞ്ഞത്. എന്താണ് കവാചകം? നോക്കണം, നമ്മുടെ നേതാക്കൾ കടന്നുപോയ വഴി അതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ പോയ വഴിയിലൂടെ ഒരു പേടിയും പേടിക്കണ്ട. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹനീയ നേതാക്കൾക്കും മാനുമുസ്ലിം അവരെ വേദനിപ്പിച്ചിരുന്നു. ഉമർലി ശിഹാബ് തങ്ങളെ വേദനിപ്പിച്ചിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ വേദനയേറ്റ പണ്ഡിതന്മാർക്കൊക്കെ പടച്ചിറപ്പ് നല്ല മടക്കം കൊടുത്തു. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി പെരുമാറാവട്ടെ. നമ്മൾ ഒരിക്കലും തമ്മിൽ തല്ലാൻ പോകണ്ട, ഒരു വാശി ഉണ്ടാക്കാൻ പോകണ്ട. നമ്മുടെ പള്ളി, നമ്മുടെ മദ്രസ, വാപ്പയും ഉപ്പാപ്പയും പഠിച്ചത് ചേളാരിയിലെ സിലബസാ. നമ്മുടെ ഉപ്പാപ്പ വരെ പഠിച്ച ചേളാരിയിലെ സിലബസാ. ആ സിലബസിനും ആ വിദ്യാഭ്യാസ ബോർഡിനും ഒരു കോട്ട ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് തന്നെ പഠിക്കാം നമുക്ക്. അതിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ പൂർവീകർ നടന്ന പാതയിലൂടെ തന്നെ നമുക്ക് പോകാം. അതിനിടയ്ക്ക് പുതിയ പാത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് ശരിയല്ല എന്നെങ്കിലും പറയാം. കുഴപ്പമുണ്ടാക്കാൻ പോകണ്ട. വ്യാജമായ പ്രചരണം നടത്തിക്കൊണ്ട് പരിശുദ്ധ ദീനിനെ വളർത്തേണ്ട ഒരു കാര്യവും നമുക്കില്ല. തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. സത്യസന്ധമായ ദീനീ പ്രവർത്തനം. ഞാൻ അവസാനിപ്പിക്കുക. അവിടെ സമസ്ത രണ്ടുണ്ടെന്ന് ധരിക്കുക വേണ്ട. സമസ്ത ഒന്നേ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒന്നേ. മറ്റതിന്റെ നക്കിലാണ്. വ്യാജമായ പേര് സ്വീകരിക്കുന്നു എന്ന് മാത്രം. അവരുടെ വിശ്വാസ്യതയെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിശ്വാസ്യതയെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഒരു പോലീസ് അന്വേഷണം പോലും നമുക്കെതിരെ വന്നിട്ടില്ല. CBI നമ്മളെ തെരഞ്ഞെടുത്തില്ല. നമ്മുടെ ഒരു കള്ളത്തരം നടത്തിയെന്ന് ആർക്കും ആരോപിക്കാനുമില്ല. നമ്മൾ എവിടെയും വ്യാജം പറഞ്ഞ് പണം പിരിച്ചിട്ടില്ല. നമ്മുടെ പള്ളിക്ക് മുമ്പിൽ പള്ളി ഉണ്ടാക്കി ജനങ്ങളെ ദ്രോഹിച്ചിട്ടില്ല. നമ്മൾ ആ പഴയ രീതിയിൽ, ആ പഴയ പാരമ്പര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവാൻ. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു സമയം ഉണ്ടായിട്ടില്ല. കാരണം നമ്മളത് പറഞ്ഞു കൊടുത്തിട്ടില്ല അവർക്ക്. ചെറുപ്പക്കാരെ കുറ്റം പറയണം. ഒരു ചെറുപ്പക്കാരെന്ന് പഠിക്കുക. സമസ്ത ഏതാണ്, ആരെ കൂടെ നമ്മൾ നിൽക്കണം എന്ന് ശരിക്ക് പഠിച്ച് കണ്ണിയത്തിനെയും ശംസുരമേയും വേദനിപ്പിച്ച വിഭാഗത്തിൽ പെടാതെ
അള്ളാഹുവിന്റെ ശരിയായ ദീനി പ്രബോധകന്മാരായി മാറാൻ പടച്ചറബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെ പടച്ചറബ് വിജയിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഈ സംഘത്തിന്റെ കുറന്നുകൊണ്ട് ദീനി പ്രബോധനം നടത്താൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച പൂർവ്വകാല നേതാക്കൾക്ക് നീ മഫറത്തും റഹമത്തും നൽകണേ തമ്പുരാനെ. അർഹമുറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങളെ പൊറുക്കണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ സർവ്വവിധ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ക്യാൻസർ പോലെ, കിഡ്നി രോഗം പോലെ, ഹൃദ്രോഗം പോലെ, സമ്പത്തും ശരീരവും ഒരുപോലെ നശിപ്പിക്കുന്ന രോഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. മുസ്ലിം സമൂഹത്തിന് നീ ഐക്യം നൽകണേ റബ്ബേ, ഒരുമ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തും അപ്പാക്കി തരണേ റബ്ബേ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على اعدائنا وعلى اعدائك واعداء الدين. ربنا تقبل دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين.